അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെക്കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ഷിനു ഉമ്മനാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഇവർക്ക് അനുഗ്രഹമായി തരേണ്ടതിന് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മുടെ ഒരു പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ഷിനു ഉമ്മനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളും. അരോമ ടിവിയിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹത്തെ അറിയിക്കുന്നു. ഇങ്ങനെ ഇപ്രകാരം ഒരു സാക്ഷ്യം പറയുവാൻ എന്നെ അരോമ ടിവിയിലേക്ക് പരിചയപ്പെടുത്തിയത് ഡൽഹിയിലുള്ള ഷീബ ജോർജ് എന്ന ആന്റിയാണ്. കർത്താവിന്റെ ദാസൻ ഡാനിയൽ ജോൺ പാസ്റ്ററിനെ വിളിക്കുകയും ഇങ്ങനൊരു അവസരം എനിക്ക് വേണ്ടി ഒരുക്കുകയും ചെയ്തു. സർവകൃപാലുവായ എന്റെ ദൈവത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് പ്രത്യേക കർത്താവിന്റെ ദാസൻ സിസ്റ്റർ ഷീബ ജോർജ് എന്നിവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഷിനു ഉമ്മൻ. എന്റെ സ്വന്തം വീട് തലവടിയാണ്. എന്നെ വിവാഹം കഴിച്ചയച്ചിരിക്കുന്നത് റാന്നി വടശ്ശേരിക്കരയാണ്. ഇപ്പോൾ ഞാൻ ജോലിയുള്ള ബന്ധത്തിൽ യുപിയിൽ ആയിരിക്കുന്നു. ഞാന് എന്റെ അനുഭവ സാക്ഷ്യം പറയുവാണെങ്കിൽ, കർത്താവിനെ നടത്തിയ വിധങ്ങൾ പറയുവാണെങ്കിൽ എന്റെ സാക്ഷ്യങ്ങളെ തീരെയില്ല. ഞാൻ ചുരുക്കി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു മർത്തോമ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എന്റെ പിതാവ് ഒരു കാത്തലിക്സ് ബാക്ക്ഗ്രൗണ്ടാണ്, മലങ്കര കാത്തലിക്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണ് എന്റെ പപ്പ. പിന്നെ മമ്മി മർത്തോമയിലായിരുന്നു. അപ്പൊ എന്റെ മമ്മിയും എന്റെ സഹോദരിയും മമ്മിയുടെ സഹോദരി അവർ രണ്ടുപേരായിരുന്നത്. പപ്പ മമ്മിയുടെ വീട്ടിലേക്ക് ദത്ത് കയറി. അങ്ങനെ മമ്മിയുടെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പപ്പ ആ ഒരു അന്നത്തെ കാലത്തെ ആയാലും ഇന്നത്തെ കാലത്തെ ആയാലും പപ്പ റീത്തിൽ നിന്ന് മർത്തോമയിലേക്ക് ചേർന്നാണ് മമ്മിയെ വിവാഹം കഴിച്ചത്. അപ്പം അങ്ങനെ ഞങ്ങള് മർത്തോമയിലെ പാരമ്പര്യത്തില് വളർന്നു വന്നു. എനിക്ക് ഏകദേശം 8 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങള് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനിടയായത്. അപ്പോഴെ എനിക്ക് പപ്പയുണ്ട്, മമ്മിയുണ്ട്. ഇപ്പോൾ എന്റെ മമ്മിയില്ല. മമ്മി 2019 താല്പര്യം വെച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി. എനിക്ക് 2 സഹോദരിമാരും ഒരു സഹോദരനുണ്ട്. 4 സഹോദരങ്ങളാണ് ഞങ്ങള്. ഏറ്റവും ഇളയവളായിട്ട് ഞാൻ ജനിച്ചു. 8ാമത്തെ വയസ്സിൽ കർത്താവായ യേശു സ്വതരക്ഷിതമായി സ്വീകരിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. കാരണം മമ്മി മർത്തോമയിലെ വനിതാ സംഘത്തില് നല്ലതായി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാതാവായിരുന്നു. എന്റെ മാതാവ് അന്നും പ്രാർത്ഥിക്കും. മമ്മ വിശ്വാസ ജീവിതത്തില് ഇറങ്ങിയതിന് മുമ്പേ നല്ലതായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ മമ്മ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം മമ്മ കുറച്ചു നാളത്തേക്ക് എന്തോ വിഷയം മൂലം ചർച്ചിൽ പോകാതെയായി. ആ സമയത്താണ് എനിക്ക് വിട്ടുമാറാത്ത പനി ബാധിച്ച് അത് ന്യൂമോണിയയുടെ അവസ്ഥയിലേക്ക് കടന്നുപോയി. അങ്ങനെ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ആയുർവേദ ഡോക്ടറാണ്. കൊച്ചിനെ തുടങ്ങി അവരെ കാണിച്ചുകൊണ്ട് ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. അങ്ങനെ എന്റെ പനി വിട്ടുമാറാതെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് പനി വിട്ടുമാറായിരുന്ന അവസ്ഥയിലാണ് എന്റെ മമ്മിയുടെ ഒരു കസിൻ, ഒരു അമ്മച്ചി ഉണ്ട്. അമ്മച്ചി പ്രാർത്ഥനയ്ക്ക് പോകുമ്പം അമ്മച്ചി ഒരു ദിവസം പ്രാർത്ഥനയ്ക്കായിട്ട് കർത്താവിന്റെ ദാസനെ അവിടെ ചർച്ചിലുള്ള പാസ്റ്ററെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പം പ്രാർത്ഥനയ്ക്കൊന്നും എന്റെ പപ്പ അന്നും എതിരല്ല, ഇന്നും എതിരല്ല. പക്ഷെ എന്റെ പപ്പ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടില്ല ഇതുവരെയും. അതിന്റെ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പം അങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് കർത്താവിന്റെ ദാസനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചതിന്റെ മുഖാന്തരമായി എന്റെ രോഗം, എന്റെ പനി വിട്ടുമാറുവാനിടയായി. അന്നപ്പോഴും കർത്താവിന്റെ ദാസൻ മമ്മിയോട് സുവിശേഷം പറയും, വീട്ടിൽ സുവിശേഷമൊക്കെ പറയുകയും ചെയ്തു. അപ്രകാരം എന്റെ മമ്മിയും എന്റെ സഹോദരനും ഞാനും കൂടെ ആരാധനാലയത്തിലേക്ക് കടന്നു പോകുവാനിടയായി. അപ്പം എന്റെ പപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ ബ്രദർ സ്നാനപ്പെടുവാൻ തീരുമാനിച്ചു, മമ്മി സ്നാനപ്പെടുവാൻ തീരുമാനിച്ചു. ഞാനന്ന് 8 വയസ്സുള്ളൂ. എനിക്ക് അങ്ങനെ വലിയ അതിനെ പറ്റിയുള്ള ഗ്രാഹ്യമായ അറിവൊന്നുമില്ല. അവര് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഞാൻ കൂടെ പോകുന്നു എന്നുള്ളതല്ല. അങ്ങനെ പപ്പ എതിരൊന്നുമില്ല. പപ്പ പറഞ്ഞു, നിങ്ങൾ ഏതായാലും പള്ളിയിൽ പോകുന്നില്ലല്ലോ, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ പൊയ്ക്കോ എന്ന് മമ്മിയോട് പറഞ്ഞു. മമ്മിയോട് തടസ്സമൊന്നും പറഞ്ഞില്ല. അങ്ങനെ മമ്മി പോയി സ്നാനപ്പെട്ടു. എന്റെ സഹോദരൻ സ്നാനപ്പെടാൻ നേരം പപ്പയുടെ അനുവാദം ചോദിച്ചപ്പം എന്റെ പപ്പ പറഞ്ഞൊരു വാക്കാണ്, കലപ്പയ്ക്ക് കൈ വെച്ച ശേഷം പുറകോട്ട് നോക്കരുത്. പപ്പ വിശ്വാസത്തിലല്ല, പപ്പ മർത്തോമയിലാണ് നിൽക്കുന്നത്. എന്റെ പപ്പ ചർച്ചിൽ പോകുന്നത്, ഇപ്പൊ എന്റെ പപ്പ പള്ളിയിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ആരുടെയും വിവാഹം ഉള്ളപ്പം
അല്ലെങ്കിൽ ആരുടെയും മാമോദിസം ഉള്ളപ്പോ, അല്ലെങ്കിൽ മരണോദം. അല്ലാതെ എന്റെ പപ്പ ഒരു ആരാധനയ്ക്കായിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. പപ്പ പള്ളിയിൽ അങ്ങനെ പോകാറില്ല. പക്ഷെ പപ്പ എന്റെ ബ്രദറിനോട് പറഞ്ഞ വാക്ക് ഇതാണ്: കലപ്പയ്ക്ക് കൈവച്ച ശേഷം നീ പുറകോട്ട് നോക്കരുതെന്ന്. അങ്ങനെ ഞങ്ങൾ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ ഞാൻ മമ്മിയുടെ കൂടെ എല്ലാ പ്രാർത്ഥനയ്ക്കും കടന്നു പോകും. അപ്പൊ പ്രാർത്ഥനയ്ക്കൊക്കെ കടന്നു പോകുമ്പോൾ എനിക്ക് സ്കൂളിൽ എക്സാം ഒക്കെ വരുന്ന സമയത്ത് എല്ലാ പിള്ളേരും വീട്ടിൽ ഇരിക്കുമ്പോൾ അമ്മ പറയും വരണ്ട, നീ വരണ്ട, ഇവിടെ ഇരുന്നോളാൻ പറയും. പക്ഷെ ഞാൻ ഒരൊറ്റ പ്രാർത്ഥന പോലും മുടക്കത്തില്ല. എനിക്ക് അമ്മയുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോകും. അപ്പൊ ഞാനപ്പം അമ്മയുടെ ചോദ്യത്തിൽ അറിയാം, അമ്മ നമ്മള് ദൈവത്തെ വിളിക്കാൻ ഇറങ്ങിയിട്ട് ദൈവമല്ലേ ബുദ്ധി തരുന്നത്? അന്ന് ഞാൻ ചോദിക്കുന്ന പറഞ്ഞു, ദൈവമല്ലേ ബുദ്ധി തരുന്നത്? ഞാൻ അത്ര നേരം പ്രാർത്ഥനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ദൈവം എനിക്ക് പഠിക്കാനുള്ള ബുദ്ധി തരുമല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അമ്മയോട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മയോട് പ്രാർത്ഥനയ്ക്ക് പോകാനുള്ള പറ്റിയത്. അപ്പം 8ാം വയസ്സില് ഞാനിങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ പോയി. ആ സമയത്ത് എനിക്ക് ചർച്ചിൽ പാസ്റ്റർമാരൊക്കെ ബൈബിള് വാക്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് എടുത്ത് വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് എന്റെ കൈ ബൈബിളില്ല, വീട്ടിൽ ഒരു ബൈബിളേ ഉള്ളൂ. അമ്മ ബൈബിളും കൊണ്ട് വരും. ചർച്ചിൽ അവിടെ പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പം പ്രസംഗത്തിന് സമയമാകുമ്പോൾ ഞാൻ അമ്മയുടെ ബൈബിൾ പിടിച്ചു വാങ്ങിക്കും. അമ്മയുടെ ബൈബിൾ വാങ്ങിച്ചിട്ട് ആണ് ഞാൻ വായിക്കുന്നത്. അപ്പം നല്ല സ്ഫുടതയോടെ വായിക്കാനും കർത്തദാസന്മാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വായിച്ചു കൊടുക്കാനും ഒക്കെ എനിക്ക് അന്ന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ തലവടി ബാബു എന്ന് പറഞ്ഞൊരു പാസ്റ്റർ എന്റെ ഈ ബൈബിൾ വായന കണ്ടിട്ട് എനിക്ക് കുഞ്ഞിലെ ഒരു ബൈബിൾ ഗിഫ്റ്റ് തരുവാനിടയായി. എന്ന് പറഞ്ഞു, നീ ഇനി അമ്മയുടെ ബൈബിൾ പിടിച്ച് വായിക്കണ്ട, നിനക്ക് സ്വന്തമായിട്ട് ഞാനൊരു ബൈബിൾ തരാമെന്ന് പറഞ്ഞാൽ കർത്താരദാസൻ എനിക്ക് തലവടി ബാബു പാസ്റ്റർ എനിക്ക് ഒരു ബൈബിൾ തന്നിരിക്കും. അങ്ങനെ ഞാൻ എവിടെ ചെന്നാലും, കൺവെൻഷൻ വേദികളിൽ ചെന്നാലും എവിടെ ചെന്നാലും ബൈബിൾ വായിക്കാൻ ഇപ്പൊ ആൾക്കാരെ എത്തിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ നോക്കത്തില്ല. എനിക്ക് എടുക്കാൻ പെട്ടെന്ന് കിട്ടിയോ ഞാൻ വായിച്ചിരിക്കും. അങ്ങനെ എന്റെ കൊച്ചിലെ ഒരു 12 വയസ്സുള്ളപ്പോഴാണ് ആശാരിപദേശിയുടെ പ്രസംഗം ഞങ്ങളുടെ അവിടെ ഒരു നാട്ടിൽ നടക്കുവാണ്. അപ്പൊ ആശാരിപദേശ പ്രസംഗത്തിന് നല്ല ആൾക്കാരൊക്കെയാണ്. അപ്പം സ്റ്റേജില് പാടുന്നവരുണ്ട്, പാസ്റ്റർ മക്കളാണ് പാടുന്നത്, അവരൊക്കെ ഉണ്ട്. പിന്നെ ബൈബിൾ വായിക്കാൻ വേണ്ടി ഒരാളെ മൈക്ക് കൊടുത്തിരിക്കുന്നു. അപ്പം പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ ബൈബിൾ വാക്യം പറഞ്ഞപ്പോഴത്തേക്ക് മൈക്ക് കൊടുത്തിരിക്കുന്ന ആളിനേക്കാൾ മുമ്പ് ഞാൻ എടുത്ത് ഭയങ്കര സൗണ്ടില് വായിക്കുകയുണ്ടായി. അപ്പം ആശാരിപദേശിയുടെ പുള്ളിയുടെ രീതി അനുസരിച്ച് പുള്ളി എന്തെടുത്തെന്ന് അറിയോ, മൈക്കിരുന്ന ആളെ വിളിച്ചോട് പറഞ്ഞു, നീ ഇവിടെ എഴുന്നേക്കെന്ന് പറഞ്ഞു പുള്ളിയെ എപ്പോഴും എഴുന്നേപ്പിച്ച് മാറ്റിയിട്ട് താഴെ വന്നിട്ട് എന്റെ കൊച്ചാരൻ എന്നെ കൊണ്ടുവരുത്തില്ല, ഇവിടെ ഇരുന്ന് വായിച്ചോണെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു ബ്ലെസ്സിങ്, അങ്ങനെ അനേക ദൈവദാസന്മാരുടെ ബ്ലെസ്സിങ്സ് എനിക്ക് അന്ന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പം എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കിട്ടിയതുകൊണ്ടും അതുകൊണ്ടായിരിക്കും എനിക്ക് ഇന്നും ആണെങ്കിലും എവിടെയെങ്കിലും പോയാലും എനിക്ക് ബൈബിൾ എടുത്ത് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് കാരണം ദൈവം തന്നൊരു താലന്താണ്. ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ദൈവം എനിക്കൊരു താലന്താണ്. പിന്നെ കൊച്ചിലെ തുടങ്ങി ചർച്ചുകളിൽ പോകുമ്പോൾ കൺവെൻഷൻ പരസ്യങ്ങളിൽ പാടാന് എല്ലാവരും ചെല്ലുന്നതിനേക്കാൾ മുമ്പ് ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് എനിക്ക് പാടാൻ അവസരം കിട്ടിയ ഞാൻ പാടും. അങ്ങനെ കർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ എനിക്ക് അന്നും മടിയില്ലായിരുന്നു, ഇപ്പോഴും മടിയില്ലായിരുന്നു. ഇങ്ങനെ എന്റെ വിദ്യാഭ്യാസമായി 10th സമയത്ത് എനിക്ക് എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് ഭയങ്കര അന്ന് ഇതുപോലെ പനി പിടിച്ചിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. പക്ഷെ അങ്ങനെ ഒരു ദിവസം എന്റെ എക്സാം എല്ലാം തീർന്നു. മാത്സിന്റെ എക്സാമിന്റെ അന്ന് ഞാൻ ആ ഹാളില് എക്സാം എഴുതുന്ന ഹാളിൽ ബോധം വീഴുവാനിടയായി. അപ്പൊ എനിക്ക് ആ സമയത്തൊന്നും സ്റ്റഡി ലീവ് തന്ന സമയത്തൊന്നും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഏകാഗ്രത കിട്ടുന്നില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ശരീരത്തിന് ബുദ്ധിമുട്ട്. അപ്പൊ അമ്മ പറഞ്ഞു, സാരല്ല, നീ പോയി പരീക്ഷ എഴുത്, നീ തോക്കുന്നെങ്കിൽ അങ്ങ് തോറ്റോട്ട്, പരീക്ഷ എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാന് പഠിക്കാതെ ഒന്നും പോയി പരീക്ഷ എഴുതി. അങ്ങനെ 10th കണക്കിന്റെ എക്സാമിന്റെ അന്ന് ഒരു 10 മിനിറ്റ് ഞാൻ എക്സാം എഴുതി കാണും. ഒരു 15 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണും. ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ ക്ലാസ്സിൽ അവിടെ എക്സാം ഹാളിൽ ബോധം വീഴുവാനിടയായി. അങ്ങനെ പിന്നെ സ്കൂളിൽ നിന്ന് എന്നെ ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് കൊണ്ടുവരുവാനിടയായി. ഞാൻ വീട്ടിൽ വന്ന് എനിക്ക് ബോധം ഞാൻ അമ്മയോട് പറഞ്ഞു, ജയിക്കാനുള്ളത് ഞാൻ എഴുതിയിട്ടുണ്ട്, ഇത്ര പറഞ്ഞു. ഞാൻ 10 മിനിറ്റ് ചെയ്തോളില്ല, ജയിക്കാനുള്ളത് ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും എന്റെ പേരൊക്കെ വന്നു, എക്സാം ജയിച്ചു എന്നുള്ളത് വന്നു. പക്ഷെ എന്റെ ഹെഡ് മാസ്റ്റർ പപ്പയെ വഴി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അയൽപക്കത്തുള്ളതാണ്. പപ്പയെ വഴി വെച്ച് കണ്ടപ്പോ പറഞ്ഞു, എന്നാലും അനിയോ മോളെ, എന്റെ പപ്പയുടെ പേര് അനിയൻ എന്നാണ്, ഒഫീഷ്യൽ നെയിം കുഞ്ഞുമാൻ വർഗീസ് എന്നാണ്, പക്ഷെ എല്ലാവരും നാട്ടിൽ അറിയപ്പെടുന്ന അനിയൻ എന്നാണ്. അപ്പൊ അനിയോ, എനിക്ക് മോളെ നല്ല പ്രതീക്ഷയായിരുന്നല്ലോ, പക്ഷെ അവള് അയ്യോ തോറ്റുപോയല്ലോ. എന്റെ പപ്പ അപ്പം ജയിച്ചെന്ന് അറിഞ്ഞതിന് കുറെ മിഠായി എല്ലാം വാങ്ങിച്ചുകൊണ്ട് സന്തോഷമായിട്ട് വീട്ടിൽ വന്ന പപ്പ ഈ മിഠായി എല്ലാവർക്കും നമ്മൾ അവിടെ അടുത്തുള്ളവർക്കെല്ലാം കൊടുത്തു. അപ്പൊ പറഞ്ഞു, ഞാൻ തോറ്റുപോയല്ലോ. പപ്പ അപ്പം പോയിട്ട് വീട്ടിൽ വന്നിട്ട് വിഷമിച്ചിരിക്കുന്നു. നീ സ്കൂളിൽ പോയി നോക്കിയോ, നീ എവിടെ നോക്കിയോ ജയിച്ചെന്നൊക്കെ ചോദിച്ചു. എന്നോട് കാരണമായിട്ട് ദേഷ്യപ്പെടുകയുണ്ട്. എന്നിട്ട് ഞാൻ എന്തെടുക്കുന്നു വിഷമിച്ച് കരഞ്ഞു. സ്കൂളിൽ ചെന്നപ്പോ സ്കൂളിൽ എന്റെ പേരുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, തിരിച്ചു വന്നു, സന്തോഷത്തോടെ ഞാൻ തിരിച്ചു വന്നു. അപ്പൊ പിന്നെ പപ്പ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ശ്രദ്ധിക്കാനിട്ടാ കുഞ്ഞിന്റെ അവിടെ പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞു. ഉടനെ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറെ ഞാൻ എത്ര നേരം ഇവിടെ വിഷമിച്ചെന്നറിയാവോ,
കാരണം എന്റെ വീട്ടില് നല്ലതായിട്ട് അവള് പഠിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവൾക്ക് കുറച്ച് പ്രശ്നങ്ങള്, ശാരീരിക അസ്വസ്ഥതകൾ വന്നുകൊണ്ട് അവള് പരീക്ഷ എഴുതി എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ക്ലാസ് ടീച്ചർ പറഞ്ഞു എനിക്ക് അത് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ എന്റെ വിദ്യാഭ്യാസം അങ്ങനെ അവിടെ ആ ഒരു കടമ്പ കഴിഞ്ഞു. പിന്നെ എന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ട് വളരെ വിഷമകരമായ അവസ്ഥകളൊക്കെ കടന്നുപോയി. അങ്ങനെ ഞാനിപ്പം ചർച്ചിലെ എല്ലാ കാര്യത്തിനും, അപ്പം ഞാൻ ചർച്ചിലെ എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ യൂത്ത് മീറ്റിംഗ്സിനായാലും പാട്ടിനായാലും യൂത്ത് പ്രോഗ്രാമിലെല്ലാം ഞാൻ മുമ്പോട്ടാണ്. അപ്പം അവിടെ ഇരുന്ന പണ്ട് എന്റെ ആ നാട്ടിൽ ആ സമയത്ത് അവിടെ ചർച്ചിക്കോട് ചർച്ചിലാണ് ഞാൻ പോകുന്നത്. അവിടെ ഇരുന്ന TK പാസ്റ്റർ മക്കളും എനിക്ക് മൂത്ത മോളും ഞാൻ സെയിം പ്രായമാണ്, ഒരേ ക്ലാസ്സിലാണ്. അപ്പം ഞാൻ ഈ ചർച്ചിൽ പോയി അവരുമായിട്ട് ഇടപെടുക. നാട്ടുകാർ മറ്റു കുട്ടികളുമായിട്ട് എനിക്ക് വലിയ ഇടപാടുകളൊന്നുമില്ല, വലിയ കുട്ടികളൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും കൊണ്ട് ചർച്ചിൽ പോവുക, പാസ്റ്റർ മക്കളുടെ കൂടെ താമസിക്കുക, അവിടെ കിടക്കുക, അവിടെ ഉറങ്ങുക, രാവിലെ വന്നിട്ട് സ്കൂളിൽ പോവുക, അങ്ങനെ ഇവിടെ. അപ്പം പാസ്റ്റർ എന്നെ കളിയാക്കും. അപ്പൊ ഞാൻ കുഞ്ഞിലെ ഒന്ന് വിശ്വാസം അറിയുമ്പോൾ തുടങ്ങി എനിക്ക് ഭയങ്കര പുൽക്കൈയുള്ള വെള്ള ഷർട്ട്, വെള്ള ചുരിദാറ്, അങ്ങനെയൊക്കെയാണ് എനിക്ക് ഇടുന്നത് ഇഷ്ടം. അപ്പം എനിക്ക് പപ്പയുടെ അനിയൻ ഗൾഫിലായിട്ട് ഒരു വെള്ള കൈയുള്ള ഡ്രസ്സൊക്കെ കൊടുക്കും. ഞാനതൊക്കെ ഡിസ്ട്രിക്ട് പാസ്റ്റർ വരുന്നുണ്ട്, നമ്മുടെ ഡിസ്ട്രിക്ട് പാസ്റ്റർ വരുന്നുണ്ടെന്ന് പറഞ്ഞു പാസ്റ്റർ എന്നെ എപ്പോഴും കളിയാക്കും, നമ്മുടെ ഡിസ്ട്രിക്ട് പാസ്റ്റർ വരുന്നു എന്ന് പറഞ്ഞ് അവരെന്നെ എപ്പോഴും ഇങ്ങനെ പറയുന്നു. അങ്ങനെ വിദ്യാഭ്യാസം കഴിഞ്ഞു. പിന്നെ ഞാൻ നഴ്സിംഗ് പഠിച്ചു. അപ്പം നഴ്സിംഗ് എല്ലാം ഞാൻ ആദ്യം പഠിച്ചു, ഞാൻ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചു. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചിട്ട് എനിക്ക് ആ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചിട്ട് ലാസ്റ്റിൽ എനിക്ക് അത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. അപ്പം അന്ന് എന്റെ പപ്പയുടെ തൊഴിലെന്ന് വെച്ച് കഴിഞ്ഞാല് മത്സ്യബന്ധനമാണ്. പപ്പ മീനെ പിടിക്കാൻ പോകും, മീനെ പിടിച്ചോണ്ട് വന്നിട്ട് ആ മീനെ കൊണ്ട് വിറ്റിട്ട് കിട്ടുന്ന ആ വരുമാനം കൊണ്ടാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ 4 മക്കളെ വളർത്തിയത്. അപ്പൊ പപ്പ ഇത് കഴിഞ്ഞ് പറഞ്ഞപ്പോൾ പപ്പയ്ക്ക് ഒരു ഇത് കഴിഞ്ഞാൽ പറഞ്ഞു ഇനി എന്നെ കൊണ്ട് മുന്നോട്ട് പഠിപ്പിക്കാൻ നിവൃത്തിയില്ല, എന്തെങ്കിലും തൊഴില് പഠിച്ചിട്ട് അതിനനുസരിച്ച് പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുള്ള ആ സമയത്ത് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളും എനിക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ തലവടി കുഞ്ഞുഞ്ഞു പാസ്റ്റർ, അറിയപ്പെടുന്ന ഒരു പ്രവാചകനാണ് CM അബ്രഹാം എന്ന് പറഞ്ഞ പാസ്റ്റർ ആന്റി. അപ്പൊ പാസ്റ്റർ അവിടെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ പാസ്റ്റർക്ക് മക്കളില്ലായിരുന്നു. 12 വർഷത്തിന് ശേഷമാണ് പാസ്റ്റർ മക്കളുണ്ടാകുന്നത്, ഒരു മോനുണ്ടായത്. അപ്പം പാസ്റ്റർ ഭാര്യയ്ക്ക് കൂട്ടുകിടക്കാൻ വേണ്ടി, എന്റെ വീട് അടുത്തായോണ്ട്, തലവടിയിൽ എന്റെ വീടും പാസ്റ്റർ വീടും അടുത്തായോണ്ട് ആന്റിക്ക് കൂട്ടുകിടക്കാൻ വേണ്ടി ഞാൻ പോകും. അപ്പൊ ഞാനിങ്ങനെ ആന്റിയോട് പറഞ്ഞു, അപ്പം നേഴ്സിംഗ് പഠിക്കുന്ന കാര്യത്തെ പറ്റി പറഞ്ഞു. ആന്റിയോട് പറഞ്ഞു എനിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോകും, നിനക്ക് വേണ്ട പൈസ ഞാൻ എത്രയാ അവിടെ ഫീസാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേഴ്സിംഗ് പഠിച്ചു. 98 ഞാൻ UP-യിൽ എന്റെ ചേച്ചി, എന്റെ മൂത്ത സഹോദരി UP-യിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ചേച്ചിയുടെ കെയർ ഓഫില് ഞാൻ UP-യിലേക്ക് വന്നു. UP-യിലേക്ക് വന്ന 1 വർഷം കഴിഞ്ഞില്ല, എനിക്ക് നാട്ടിൽ വെച്ച് യാതൊരു കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നങ്ങളോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഒരു ഹോസ്പിറ്റലിൽ പോയത് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കയ്യിലെ കുരുന്നകരി കൊണ്ട് ഞാൻ 1 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. കാരണം ഞാൻ ചെവിക്കകത്ത് കല്ലെടുത്തു. ചെവിക്കകത്ത് എന്നെ അമ്മ സോപ്പ് വാങ്ങിക്കാൻ വിട്ടതാണ്. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ചെറിയൊരു കല്ലെടുത്തിട്ട് ആ കല്ല് എന്നെ കൊണ്ട്, അത് സാധാരണ ഞാൻ അങ്ങനെ ഇട്ടിട്ട് എടുക്കാറുള്ളതാണ്, അത് എടുക്കാൻ നോക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റിയില്ല. വീട്ടിൽ വന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ കല്ല് അവിടെ അവര് കല്ലെടുത്ത് ഇടുന്ന സമയത്ത് തെറിച്ചു വന്ന് എന്റെ കാതിലാണ്. കാരണം പറയാൻ പറ്റത്തില്ല ഇട്ടത് തടിയുള്ളത്. അന്ന് പേടിച്ച് പറഞ്ഞില്ല. അമ്മയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ കല്ല് എടുക്കാൻ നോക്കിയിട്ട് ആദ്യത്തെ ദിവസം എടുക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം അവിടുത്തെ ഡോക്ടേഴ്സ് കുറച്ച് ഇതെല്ലാം കൂടെ ഇയർ ഡ്രോപ്സ് എല്ലാം കൂടെ തന്നിട്ട് പറഞ്ഞു രാത്രി ഇവിടെ കിടത്തു പോരും, വെള്ള ഷീറ്റ് വിരിപ്പിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവെല്ലാം വിരിച്ച് കിടക്കണം, തല ചരിച്ച് വെച്ച് കിടന്നിട്ട് രാത്രിയില് ഇത് പോയോന്ന് നോക്കണമെന്ന്. രാവിലെ അമ്മ എങ്ങനെയൊക്കെ കിടത്തിയിട്ടും രാവിലെ കല്ലൊന്നും പോയില്ല. പിന്നെ അമ്മ ഹോസ്പിറ്റലിൽ ചെന്ന് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അമ്മയപ്പം ഞങ്ങൾ വിശ്വാസത്തിലാണല്ലോ. ഡോക്ടർ പറഞ്ഞു ആന്റി ഒരു കാര്യം ചെയ്യാം, ആന്റി പ്രാർത്ഥിക്കും, വിശ്വാസത്തോട് പ്രാർത്ഥിക്കും, ഈ കല്ല് അവിടെ പോയി തറഞ്ഞിരിക്കുവാണ്, ഞാൻ എടുക്കാൻ നോക്കിയിട്ട് അത് പറ്റുന്നില്ല, അപ്പൊ ഡ്രോപ്പൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ചത് അവിടുന്ന് ഇളകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, എന്തായാലും നമുക്ക് 1 പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ആന്റി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ എന്നെ അകത്തോട്ട് കൊണ്ടുപോയി അകത്തോട്ട് എന്തോ പുഷ് ചെയ്തിട്ട് ആദ്യം 1-2 പ്രാവശ്യം ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ അവര് പുഷ് ചെയ്ത് ആ കല്ലെടുത്തതിന് ശേഷം അമ്മയോട് വന്ന് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു ആ കല്ലിളകി വരുന്നുണ്ട്, അതുപോലെ അത് തറഞ്ഞത്. അപ്പൊ ഞാൻ കൈയിട്ട് കുത്തി അത് അങ്ങ് അകത്ത് തറഞ്ഞു പോയി, അത് എടുക്കാൻ പറ്റുമെന്നുള്ളവരാ. അങ്ങനെ പറഞ്ഞു ആന്റിയുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കും, ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. ഞാൻ ട്രൈ ചെയ്തു, എന്തായാലും കല്ല് കിട്ടി. ഇതേ കാണിച്ചു കഴിഞ്ഞപ്പോ എനിക്കും ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് അടി കിട്ടുമെന്നുള്ള പേടിയുണ്ട്. പിന്നെ അത് തന്നെ അതിനേക്കാൾ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാല് വെച്ച് എന്തൊക്കെയാന്നുള്ള കുഞ്ഞല്ലേ പേടിയാ. അപ്പൊ ആ ഒരു ഓർമ്മയിൽ മാത്രമേ ഉള്ളൂ. എന്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയി സ്റ്റേ ചെയ്തിട്ടില്ല, അത് പോയി OPD ചെയ്തിട്ട് വരുമായിരുന്നു. പിന്നെ എന്റെ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ കിടന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ 98-ൽ ഇവിടെ വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് വയറുവേദന ഉണ്ടായി. ഹോസ്പിറ്റലിൽ എന്നെ കിടക്കുമ്പോൾ എന്റെ കിഡ്നിയിൽ സ്റ്റോണാണ്.
അപ്പം ഞാന് നമ്മുടെ ഇപ്പം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം അറിയാം. അന്നത്തെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ വളർന്നു കളിച്ചു ചർച്ചിൽ പോയി വന്നു, അങ്ങനെയുള്ള ഒരു കാര്യങ്ങള് നമുക്ക് അതിനെപ്പറ്റിയുള്ള ഒരു ഗ്രാഹ്യമില്ല. കിഡ്നി സ്റ്റോണ് ഓക്കെ ചേച്ചി ഉണ്ടായിരുന്നോണ്ട് ചേച്ചിയോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചേച്ചി ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലല്ല ചെയ്യുന്നത്, ഞാൻ വെളിയിൽ ഒരു നഴ്സിംഗ് ഹോമിലാണ് ചെയ്യുന്നത്. പക്ഷെ ചേച്ചിയുടെ കൂടെ ഞാൻ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. താമസം ചേച്ചിയുടെ കൂടെ വെളിയിൽ ആ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ ഹോസ്പിറ്റലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അങ്ങനെ അവിടുന്ന് അവരെ ഞാൻ അഡ്മിറ്റ് ആക്കി സ്റ്റോണിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. ഒന്നും അറിയാൻ വയ്യ, മൂത്രത്തിന് ട്യൂബ് ഇട്ട് നോക്കുമ്പോ മൊത്തം ബ്ലഡ് ട്യൂബ് ഇട്ടിട്ട് അവര് കുറെ ട്യൂബ് ഇട്ടിട്ട് ഇങ്ങനെ കുറെ കുപ്പി നിറയെ ബ്ലഡ് ഇങ്ങനെ വന്നു. അപ്പൊ സ്റ്റോൺ പൊട്ടിച്ച് അന്നത്തെ എനിക്ക് ആ സമയത്തൊന്നും എന്താണെന്നൊന്നും അറിയത്തില്ല. കുപ്പി ഇവര് നിറയുന്നു മാറ്റി വെക്കുന്നു. അങ്ങനെ ഒരു 3-4 ദിവസം അവിടെ കിടന്നു. പക്ഷെ ആ ഒരു പ്രോബ്ലം അടിക്കടിയായിട്ട് എനിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ഞാൻ ഡൽഹിയിൽ ജോലിക്ക് പോയി. അവിടെ ചെന്ന് കൂട്ടുകെട്ടും ഒക്കെ ആയിട്ട് അപ്പം ഈ അറിഞ്ഞ ദൈവത്തെയൊക്കെ അങ്ങ് മറന്നു. കൂട്ടുകെട്ടൊക്കെ ആയിട്ട് അന്ന് എന്റെ കൊച്ചിലെ ഒടുക്കി ഞാൻ വിശ്വാസത്തി വരുമ്പോ എനിക്ക് 8 വയസ്സ് വരെ എന്റെ കാതൊന്നും കുത്തിയിട്ടില്ല. ഇവിടെ വന്ന് ഡൽഹിയിൽ ജോലിയായി അവിടുത്തെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടിരുന്നപ്പോഴത്തേക്കും അങ്ങനെയൊക്കെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഒരു ENT ഡോക്ടർ എന്നോട് പറഞ്ഞു, എന്റെ ബർത്ത്ഡേ ഇടന്നു അപ്പൊ നിനക്ക് ഞാൻ കാത് കുത്തി തൊമ്മലിടാന്നു. അപ്പം ആ സമയത്ത് ഞാൻ ഇതൊന്നും ദൈവത്തെ വിളിക്കുന്നോ ഒന്നും ഓർത്തില്ല. ആ ലോകത്തിന്റെ ഒരു ഇതായിട്ട് ഞാൻ എന്റെ കാത് കുത്തിയിട്ട് മുടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ട് സൈഡിൽ വെട്ടിയൊക്കെ ഇട്ടു. കൂട്ടുകാരുടെ പോവുക, അവരുടെ എന്തായാലും അങ്ങനെ മോശമായിട്ടുള്ളതല്ല, ഒന്നിച്ച് എവിടെയെങ്കിലും പോവുക. അപ്പം ദരിയാഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അതിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ്, രാജീവ് ഗാന്ധിയുടെ ഇതൊക്കെ സമാധികളും അതൊക്കെ രാജ്ഘട്ടില്. അവിടെ പോവുക, ഞങ്ങളുടെ കൂട്ടുകാർ 6 മണിക്ക് കൂട്ടി കഴിഞ്ഞാൽ അവിടെ പോവുക, അല്ലെങ്കിൽ ഇന്ത്യ ഗേറ്റിൽ പോവുക, അവിടെ കൂട്ടുകാരുടെ ഷട്ടിൽ കൊണ്ടുപോയി കളിക്കുക, തിരിച്ചു വരിക. അങ്ങനെ അപ്പൊ കാതൊക്കെ കുത്തി. നാട്ടിൽ വരുമ്പോ എനിക്ക് ഭയങ്കര മടി, എന്റെ കാത് കിഴുത്താം. എനിക്ക് കിഴിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര കുറ്റബോധമായി. എന്റെ കാതിന് കിഴുത്തം വീടല്ലോ. പിന്നെ ഇത് അടയ്ക്കുന്നതിനെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്, ഇതെങ്ങനെ അടയ്ക്കുമെന്നുള്ളത്. അങ്ങനെ നാട്ടിൽ വന്നു. അങ്ങനെ പിന്നെ പല പ്രാവശ്യം അങ്ങനെ ആ കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നം അങ്ങനെ പല പ്രാവശ്യം മാറി ഒരു ഇങ്ങനെ വർഷങ്ങൾ കഴിയുമ്പോ അങ്ങനെ വന്നു. അങ്ങനെ ഓരോ സമയത്തും വന്നു. എന്റെ രണ്ടാമത്തെ ചേച്ചിയുടെ വിവാഹം ആദ്യം കഴിഞ്ഞു. അതിനുശേഷം എന്റെ ബ്രദറിന്റെ വിവാഹം കഴിഞ്ഞു. അതിനുശേഷമാണ് എന്റെ മൂത്ത സഹോദരന്റെ വിവാഹം കഴിയുന്നത്. കാരണം മൂത്ത ചേച്ചിക്ക് കുറച്ച് അതായത് കുറച്ച് നല്ല വ്യക്തിയെ വേണം, കട്ടി വീശക്കാരനെ വേണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് കുറച്ച് നിർബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ആ രീതിയിൽ മൂത്ത ചേച്ചിയുടെ കല്യാണം താമസിച്ചാണ് നടന്നത്. അപ്പം സഹോദരൻ വിവാഹം കഴിച്ചു, രണ്ടാമത്തെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു, അവർക്കൊക്കെ കുട്ടികളായതിനു ശേഷമാണ് മൂത്ത ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു. മൂത്ത ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പൊ എനിക്ക് ഇവിടെ ഡൽഹിയിൽ ഞാൻ ITC സെക്ടറിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് കല്യാണാലോചനകൾ പാസ്റ്റാൻഡിയായിട്ട് എനിക്ക് കല്യാണാലോചനകളൊക്കെ കൊണ്ടുവന്നു. അപ്പൊ നമ്മുടെ വീട്ടിൽ സാമ്പത്തികമായിട്ട് യാതൊന്നും. അപ്പൊ സാമ്പത്തികമായിട്ട് സ്ത്രീധനം എന്ന് പറയുന്നൊരു സംഭവം കൊടുക്കാറില്ല. അപ്പൊ ഞാൻ എന്റെ അമ്മയോട് ഞാൻ ഇങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പാസ്റ്റർ മക്കളോട് ഇങ്ങനെ പറയുമായിരുന്നു, എന്തോ സ്കൂളിൽ ഒന്ന് പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേർ പഠിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ദൈവം തന്നൊരു പെഗോഞ്ഞാണ് തന്നു, ഞാൻ മോൾക്ക് കൃപയെന്ന് പേരിടുമെന്ന് പറഞ്ഞു. 10ാം ക്ലാസ്സിൽ എന്താന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവം അവസാനിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവം ഒരു പൈതലെ തന്നു, ഞാൻ എനിക്ക് കൃപയെന്ന് പേരിടുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ സംസാരം അവിടെയൊക്കെ അങ്ങ് നിന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പല പ്രാവശ്യം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. 2010 എനിക്ക് 2010 ഞാൻ പോകുമ്പോഴേ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഒരു ഹമ്പ്, ഒരു 2 റോഡാണ്, അതിന്റെ ഇടയ്ക്ക് ഹമ്പുണ്ട്. അപ്പൊ അതൊന്ന് കേറിയിട്ട് താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഒന്ന് വീഴുവാനിടയായി. അപ്പം ഞാൻ സാധാരണ അധികം ഹീലോടെ ചെരുപ്പിടാറില്ല. എന്നാലും ചെരുപ്പിൽ ചെറിയൊരു ഹീലുണ്ട്. എന്റെ കാൽ ഇങ്ങനെ മടങ്ങിയിട്ട് ഞാൻ വീഴുവാനിടയായി. ഞാൻ റോഡിലേക്കാണ് വീഴുന്നത്. ആ സമയത്ത് വലിയൊരു ട്രക്ക് പോകുന്നു. ട്രക്ക് പോയി എനിക്കത് പുറകിലെ വീല മുട്ടിയില്ല എന്ന് പറഞ്ഞത് ഞാൻ അവിടെ റോഡിലേക്ക് വീണു. റോഡിലേക്ക് വീണപ്പോ എൻ്റെ കൂടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പോയപ്പോ സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരെന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കിയിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്റെ വലത് കാല് താഴ്വശത്ത് പുഴയുടെ ഭാഗത്ത് താഴ്വശത്ത് 2 ഒടിവ് പോയി. എങ്ങനെയോ നേരെ ഹോസ്റ്റലിൽ ഞങ്ങൾ കയറിപ്പോയി. തിരിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര നീരായി, തിരിച്ചിറങ്ങി വരാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ തിരിച്ച് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് വിളിച്ച് അവിടുന്ന് വീൽ ചെയറിൽ ആൾക്കാർ വന്ന് എന്നെ എടുത്തോണ്ട് വന്നു. കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഒക്കെ ഇട്ട്. ആ പ്ലാസ്റ്ററിന്റെ സമയത്താണ് കൺവെൻഷൻ. ഞങ്ങളുടെ തലവടി ചർച്ച് ബോർഡിൽ എല്ലാ വർഷവും ജനുവരി 1 മുതലാണ് കൺവെൻഷൻ നടക്കുന്നത്. അപ്പൊ എനിക്ക് കൺവെൻഷൻ കൂടാൻ പോകണം, ഞാൻ നേരത്തെ പ്ലാൻ ഒക്കെ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പൊ എന്റെ കാലെ പ്ലാസ്റ്റർ എടുത്ത് ഡോക്ടർ പറഞ്ഞു 1 മാസം കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞ് പ്ലാസ്റ്റർ കട്ട് ചെയ്യണം. എനിക്ക് കൺവെൻഷൻ കൂടണം. ഞാൻ ടിക്കറ്റ് ഒക്കെ എടുത്തതായതുകൊണ്ട് ഞാൻ ആ പ്ലാസ്റ്റർ വെച്ചിട്ട് നാട്ടിൽ വെച്ചിട്ട് പോയി ബൈബിള് വായിച്ചു കൊടുക്കാൻ വേണ്ടി ചർച്ചിൽ അവരെ നീ ബൈബിള് വായിക്കാൻ
എന്നെ അവിടെ സ്റ്റേജിൽ അവിടെ ഇരുത്തി പാട്ട് പാടാൻ വേണ്ടി കൊയറിന്റെ കൂടെ പാട്ട് പാടാൻ കയറുമ്പം ഈ കാലിൽ പ്ലാസ്റ്റർ ആർട്ടിക്കാസ്റ്റ് പ്ലാസ്റ്റർ അടിച്ചിട്ട് വെയിറ്റ് ഉണ്ട്. അപ്പൊ കയറണം, എന്നെ ആരും പിടിച്ച് കയറ്റണം. അങ്ങനെ 1-2 ദിവസം കഴിയുമ്പോൾ മൂന്നാമത്തെ ദിവസം എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിട്ട് രാത്രി വീട്ടിൽ എല്ലാവരും ഉറങ്ങിയ സമയത്ത് ഞാൻ എന്തെടുക്കും അറിയാം, വലിയ കാല് വെള്ളത്തിനകത്ത് മുക്കി വെച്ചിട്ട് ബ്ലേഡ് കൊണ്ട് പ്ലാസ്റ്റർ കണ്ടിച്ചു. കുറെ കഴിഞ്ഞപ്പോ ആ അമ്മ എന്നെ കാണാനായിട്ട് വന്നപ്പോഴത്തേക്ക് എന്തോ ഞാൻ പ്ലാസ്റ്റർ കണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു എനിക്കിത് തടസ്സം അമ്മ കയറാൻ, എനിക്ക് സ്റ്റേജിൽ കയറി പാട്ട് പാടാനൊക്കെ എനിക്കിതൊരു തടസ്സമാണ്. അപ്പൊ അമ്മ പറഞ്ഞു 1.5 മാസം. ഞാൻ പറഞ്ഞു 1 മാസമായില്ല, ബാക്കി കർത്താവ് നോക്കിക്കോളും എന്ന് പറഞ്ഞ് ഞാനതെല്ലാം കണ്ടിച്ചു കളഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ കൂളായിട്ട് പോയി പാട്ട് പാടുക, ഷൂസ് ഇടണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഡൽഹിയിൽ നിന്ന് ഞാൻ ഇവിടുത്തെ ഒരു ചെരുപ്പായാലും ഉള്ള ഒരു ഷൂസ് പോലത്തെ ഒരു സാധനമുണ്ട്, അതൊക്കെ സെറ്റ് ചെയ്തത്. ഞാൻ അതൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ അവിടെ പോയി പാടുകയും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കഴിഞ്ഞിട്ട് ലീവ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാനിരിക്കുമ്പോഴാണ് എന്റെ പപ്പ മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ച് പപ്പ എവിടെയോ കടവിൽ ഇറങ്ങിയിട്ട് തിരിച്ചിറങ്ങുമ്പോ പപ്പയുടെ കല്ലിനടിയിൽ പോകാനടിയും. അപ്പൊ കല്ലിനടിയിൽ പോയപ്പോ പപ്പ കാലോടെ കാല് വലിച്ചെടുത്തിട്ട് പപ്പയ്ക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പപ്പ അവിടെ നീരേറ്റുപുറം ചന്തയിൽ കൊണ്ടുപോയി മീൻ വിറ്റിട്ട് പൈസയുമായിട്ട് തിരിച്ചു വന്നപ്പം അവിടെ ഇരുന്നപ്പോ ആരോ പറഞ്ഞു അനീച്ചാന്റെ കാലിൽ ചോര വരുന്നു. അപ്പം പപ്പയുടെ കാലിൽ ചോര വരുന്നു. പപ്പ അത് സാരമാക്കാൻ പപ്പ വീട്ടിൽ വന്നിരുന്നിട്ട് അപ്പൊ ഞാനാണെങ്കിൽ വാഷ്റൂമിൽ അങ്ങോട്ട് പോയിട്ട് അമ്മ എന്നെ വിളിക്കുന്നുണ്ട്. വിളിച്ചപ്പോ ഞാൻ തിരിച്ചപ്പോ എന്നോട് പറഞ്ഞു പപ്പയുടെ കാല് പൊങ്ങി, നീ ഒന്ന് നോക്കിക്കേന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു നേഴ്സായോണ്ട് പപ്പയുടെ കാല് പൊങ്ങി ഞാൻ ആ മുറിവിന്റെ ഇവിടെ മാറ്റി നോക്കിയപ്പോ വൈറ്റ് കളറിൽ ഇങ്ങനെ. അപ്പൊ എനിക്ക് മനസ്സിലായി സാരമായിട്ടൊന്ന് പോകുന്നു. പപ്പയോട് പറഞ്ഞു, പപ്പേന്ന് പറഞ്ഞു ബീറ്റാഡിനൊക്കെ ഈ വീട്ടിലുള്ള ബീറ്റാഡിൻ നമ്മളൊക്കെ നേഴ്സുമാരാകുമ്പോൾ ബീറ്റാഡിനും ഡ്രസ്സിങ്ങും കാര്യങ്ങളുള്ള സാധനം നമ്മുടെ വീട്ടിൽ സെറ്റപ്പ് ഉണ്ട്. പ്രത്യേകിച്ച് എന്റെ പപ്പ മമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അയൽപക്കത്ത് ആർക്കും നല്ല മുറിവുണ്ടായാലും അവരാണ് ട്രീറ്റ്മെന്റ്. അവരുടെ വീട്ടിലെ ഡ്രസ്സിങ്ങിന് പപ്പായ മമ്മിയാണ് ഡ്രസ്സിങ് ചെയ്യുന്നതും അവരെ കെയർ ചെയ്യുന്നവർക്ക് പട്ടി കൊട്ടി കൊടുക്കുന്നതും എല്ലാം പപ്പയാണ്. പപ്പ ഒരു തിരുമുകയും ചെയ്യും, എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ പപ്പ തിരുമുകയും ചെയ്യും. അപ്പൊ നാട്ടുകാർക്ക് പപ്പായ മമ്മി എല്ലാം ട്രീറ്റ്മെന്റ് അവര് ഡോക്ടറാണ്. അപ്പൊ പപ്പ പറഞ്ഞു സാധനം ബീറ്റാൻ എടുക്കും നമുക്ക് കെട്ടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു വേണ്ട, നമുക്ക് അപ്പൊ അടുത്തൊരു ക്ലിനിക് ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു വേണ്ട, നീ അവിടോട്ട് കൊണ്ടുപോയായിരുന്നു. അപ്പൊ രാവിലെ തുറക്കത്തില്ല, രാവിലെ അതൊക്കെ തുറന്നു വരുമ്പോ ഒരു 10 മണിയാണ്. അപ്പൊ തുറക്കാതെ പപ്പയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആന്റി നോക്കിയപ്പോൾ ഞാൻ ആന്റിയോട് പറഞ്ഞു ആന്റി എനിക്ക് ഇതായിട്ട് തോന്നുന്നില്ല ആന്റി, എന്തായാലും ഹോസ്പിറ്റലിൽ വരെ സമ്മതിക്കുന്നില്ല ആന്റി എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി വീട്ടിലോട്ട് വന്നു. എനിക്ക് പറഞ്ഞു അനീച്ചായ എനിക്കിപ്പോ എന്തായാലും വരാൻ സമയം എടുക്കും, ഇത് അനീച്ചാൽ ഒരു കാര്യം ചെയ്യും, എടത്വ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ജൂബിലിയിലോട്ട് വിട്ടോളാൻ പറഞ്ഞു. വേണ്ട കൊച്ച, നീ അങ്ങ് സ്റ്റിച്ച് ഇട്ടാ മതി, നീ ഇച്ചിരി മരുന്ന് വെച്ചാൽ മതി. അപ്പ പറഞ്ഞപ്പോഴത്തേന് ഇല്ല പറയാൻ അനീച്ച അവിടെ പോകാൻ പറഞ്ഞു. ജൂബിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ട് ഡോക്ടർ എക്സ്റേ എടുത്തപ്പോൾ എക്സ്റേ പറഞ്ഞു എത്രയും വേഗം നിങ്ങൾ ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാ, അദ്ദേഹത്തിന് ഞരമ്പ് വന്നിട്ടുണ്ട്. അവിടുന്ന് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം തിരുവല്ല പുഷ്പരി ആശുപത്രി കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി പപ്പയുടെ വെയിന് കട്ടായി പോയി, കുതിഞ്ഞരമ്പ് മുറിഞ്ഞു പോയി. പപ്പയുടെ ഒരു മനുഷ്യന്റെ കുതിഞ്ഞരമ്പ് മുറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ കാലിന്റെ ബാലൻസ് നഷ്ടപ്പെടും. പക്ഷെ ഇത് വെച്ചോണ്ടാണ് എന്റെ പപ്പ നടക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യുന്നത്. അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്നു. അങ്ങനെ പപ്പ 4 മാസത്തോളം ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് എമർജൻസി ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് 4 മാസത്തോളം പപ്പ വലത് കാലിലെ പ്ലാസ്റ്റർ ഇട്ടിരുന്നു. കുറച്ച് നാൾ ഞാൻ അവിടെ പപ്പയെ ശുശ്രൂഷിച്ചതിന് ശേഷം വീണ്ടും ഞാൻ തിരിച്ച് വരുവാനിടയായി. അങ്ങനെ 2010 അങ്ങനെ എന്റെ എനിക്ക് അനർത്ഥം ഉണ്ടായി, ആ പപ്പയ്ക്കും അനർത്ഥം ഉണ്ടായി. പപ്പയുടെ എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വിവാഹാലോചനകൾ പലത് പേര് ഇങ്ങനെ പലരും ആലോചിക്കുന്നുണ്ട്, അപ്പൊ ഒന്നും നടക്കത്തില്ല. അപ്പം എന്റെ കൂടെ ഒരു വിശ്വാസി പയ്യനുണ്ട്, എന്റെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന, അവനെ നേഴ്സാണ്. അവനെ ഗുഡ് ന്യൂസ് വരുത്തുന്നുണ്ടായിരുന്നു. അപ്പം ഗുഡ് ന്യൂസ് വരുത്തും, അതിനകത്ത് മാട്രിമോണിയൽസിന്റെ പരസ്യമൊക്കെ കാണും. അപ്പൊ ഞാൻ പറഞ്ഞു ഗുഡ് ന്യൂസ് എനിക്ക് വായിക്കാൻ തന്നിട്ട്. അപ്പൊ ഞാൻ ആ മാട്രിമോണിയൽസിന്റെ പരസ്യം നോക്കിയപ്പോഴത്തേക്കും ഞാൻ പരസ്യം കണ്ടിട്ട് ഇങ്ങനെ ഒരു പരസ്യക്കാരൻ ഞാൻ വിളിച്ചു. അപ്പൊ എന്നോട് നാട്ടിലെ എന്റെ പാസ്റ്റാന്റിയും പറഞ്ഞു, ഇവിടുത്തെ പാസ്റ്റാന്റിയും പറഞ്ഞു ചിന്നുമ്പഴ ഇവിടുത്തെ വിളിക്കുമ്പോഴ് ചേച്ചി എന്നുള്ളത് ആയിട്ടൊക്കെ ഷിനു വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഷിനു എന്ന് പറയണം, ചേച്ചി വിളിക്കുന്ന പോലെ ഷിനു വിളിച്ചാൽ മതി. അപ്പൊ എന്റെ ചേച്ചി അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു ഓൾറെഡി, ഞാൻ നൈറ്റ് കഴിഞ്ഞ് പോകുമായിരുന്നു. ചേച്ചി പറഞ്ഞാ നീ കൊണ്ട് കൊടുക്കടാ, ഇപ്പൊ പോയി വിളിച്ച് എല്ലാം റെഡിയാക്കി ഇപ്പൊ സെറ്റാക്കി വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ പോയിട്ട് റൂമിൽ ചെന്നിട്ട് ഞാനൊരു പരസ്യം കണ്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സംസാരിച്ചപ്പോഴത്തേക്കും അവരോട് ഞാൻ പറഞ്ഞു പെണ്ണ് നല്ലപോലെ കറുത്തതാന്ന് പറഞ്ഞു. അപ്പൊ കറുത്തതാന്ന് പറഞ്ഞപ്പോ അവരെന്നോട് ചോദിക്കുന്നു കറുത്തതാണെങ്കിലും മറ്റേതാണെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ഇവരെന്താ ചോദിക്കുന്നത് എനിക്ക് ആദ്യം മനസ്സിലായെങ്കിലും ഞാൻ ഒന്നും മനസ്സിലാക്കുന്നത് അതെന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആണേ പറഞ്ഞു. ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്, നിങ്ങൾ ശരിക്കും യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ വന്നവരാണോ അതോ നിങ്ങൾക്ക് മറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും വിവാഹാലോചനയ്ക്ക് താല്പര്യമില്ല. ഞാൻ ഇവരോട് ഒരു പറഞ്ഞു നമ്മുടെ വിശ്വാസത്തിൽ ഇറങ്ങി വന്നാൽ നമ്മളൊരു ജാതികളായിരുന്നു. വിശ്വാസത്തിൽ ഇറങ്ങിയതിനു ശേഷം നമ്മൾ ഇതൊന്നും നോക്കാൻ പാടില്ല. അപ്പം എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഈ ഒരു വിവാഹാലോചന താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് അതിന് തൊട്ട് താഴത്തെ പരസ്യം ഞാൻ വായിച്ചു. കുടുംബത്തെ പരസ്യമാണ്
സ്വന്തമായി ബേക്കറി നടത്തുന്ന വലതുകാലിനും വലതുകൈക്കും സ്വാധീനക്കുറവുള്ള യുവാവ്. 32 വയസ്സ്. അന്ന് എനിക്ക് 33 വയസ്സും അദ്ദേഹത്തിന് 32 വയസ്സ്. 33 വയസ്സ് ബേക്കറി നടത്തുന്ന, സ്വന്തമായി ബേക്കറി നടത്തുന്ന വലതുകാലും വലതുകൈക്കും സ്വാധീനക്കുറവുള്ള യുവാവിന് അതുവിനെ ആവശ്യമുള്ളത്. ഞാൻ അങ്ങനെ വിളിച്ചു. അങ്ങനെ വിളിച്ചപ്പം അവിടെ വടശ്ശേരിക്കലെ പപ്പയാണ്, പാസ്റ്ററാണ്, PMC പാസ്റ്ററാണ് പപ്പയാണ് എടുത്തത് ഫോണ്. അന്ന് ഞാൻ സംസാരിച്ചു. എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകുന്നു പറഞ്ഞു. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഞാനപ്പം ഫോട്ടോ അയച്ചു തന്നു. അവരിങ്ങോട്ട് എനിക്ക് ഇമെയിൽ വഴി ഫോട്ടോ അയച്ചു തന്നു. ഫോട്ടോ അയച്ചത് ഞാൻ എന്റെ ചേച്ചിയെ കൊണ്ട് ഫോട്ടോ കാണിച്ചാൽ പറഞ്ഞു, ഇപ്പൊ എന്റെ ചേച്ചി കളിയാക്കണം, ഇപ്പൊ ഈ കരിങ്കാളി ഇഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ, ചെറുക്കൻ നല്ലപോലെ വെളുത്തതാണ്, ഈ ചെറുക്കൻ ഇപ്പൊ നിന്നെ ഇഷ്ടപ്പെട്ടിട്ടേ ഉള്ളത് പറഞ്ഞ് എന്നെ കളിയാക്കി. ഞാൻ പറഞ്ഞു എന്തായാലും സാരമില്ല നോക്കാന്ന് പറഞ്ഞ് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു. എന്റെ ബ്രദർ ദുബൈയിലാണ്. ഞാൻ ബ്രദറിന് ദുബൈയിലോട്ട് ഇമെയിൽ വഴി ഞാൻ ബ്രദറിന് ഫോട്ടോ അയച്ചു കൊടുത്തു. എന്റെ വീട്ടില് ഇവര് ചെന്നു. ഞാൻ പറഞ്ഞൊരു പിറ്റേ ദിവസം തന്നെ ഇവര് വീട്ടിൽ ചെന്നു. പപ്പയുടെ അനിയനും, അവിടുത്തെ പപ്പയുടെ അനിയനും, അതായത് ഉപ്പാപ്പനും, എന്റെ ഹസ്ബൻഡ് ബിജു ദാനിയലാണ്, അദ്ദേഹത്തിന്റെ പേര് ബിജു ദാനിയലാണെന്നും, അദ്ദേഹം കൂടെ വീട്ടിൽ പോയി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ പപ്പ പറഞ്ഞു ഇതുപോലെ പെണ്ണ് ഫോട്ടോ കാണിച്ചു പപ്പ പറഞ്ഞു, ഇവിടെ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ അത്രയും നിറമൊന്നുമില്ല, അവിടെ എന്നെ പോലെ നല്ല കറുത്തതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവര് ഫോട്ടോയും കൊണ്ട് തിരിച്ചു വീട്ടിൽ വന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ പെട്ടെന്ന് നാട്ടിലോട്ട് വിളിക്കാനുള്ള ഒരു സാഹചര്യം. അപ്പൊ ഞാൻ നാട്ടിൽ ഏകദേശം പോകണമെന്നും പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ എന്റെ ചേച്ചി കൂടി വന്നു. ആ സമയത്തൊന്നും ജോലി ചെയ്യുന്നു, നമുക്ക് ചെലവിനുള്ള പൈസ കിട്ടുന്നു എന്നല്ലാതെ നല്ല നല്ല നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയത് കിട്ടുന്നെങ്കിൽ നമ്മുടെ ചെലവ് കഴിഞ്ഞു, വീട്ടിലോട്ടുള്ളത് അയച്ചു കൊടുക്കുക, അങ്ങനെയാണ്. നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു രീതിയൊന്നുമില്ല. അപ്പൊ പപ്പയുടെ കയ്യിൽ ഒരു സേവിങ്ങും ഇല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞ് ചേച്ചി എന്നോട് പറഞ്ഞു, നീ എനിക്ക് കല്യാണത്തിന് എന്തായാലും ഗിഫ്റ്റ് തന്നല്ലേ, ഞാനൊരു കാര്യം ചെയ്യാം, നീ ഏതായാലും നാട്ടിൽ പോകുമല്ലേ, ഞാനൊരു 10,000 രൂപ തരാം, നീ എന്ത് വലിയ എന്റെ ഗിഫ്റ്റായിട്ട് കരുതിക്കോ, കല്യാണം നടക്കുവാണെങ്കിൽ കൈവച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ 10,000 രൂപയിൽ ഞാൻ ടിക്കറ്റ് എടുത്തു, ട്രെയിൻ ടിക്കറ്റ് എടുത്തു. ബാക്കി അത്യാവശ്യം ഒരു 3-4 ചുരിദാറിന്റെ തുണികളും കാര്യങ്ങളും ഒക്കെ എടുത്തു. അതുമായ കല്യാണം ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇടണമല്ലോ എന്ന് വിചാരിച്ചു, പുതിയത് ഇടണമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെ എടുത്തിട്ട് ബാക്കി 5,000 രൂപ പേഴ്സ് വെച്ചോണ്ട് നാട്ടിൽ ചെന്നു. നാട്ടിൽ ചെന്നപ്പം ഞാനൊരു വെള്ളിയാഴ്ചയാണ് ചെന്നത്. ശനിയാഴ്ച വരെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ശനിയാഴ്ച നിങ്ങൾ വരണ്ട, ഒരു ദിവസം കഴിഞ്ഞ് വരുവാണ്. ഞായറാഴ്ച വീട്ടിലേക്ക് സാധാരണ. അപ്പൊ ഞാൻ എന്തെടുത്തു, ഈ കല്യാണാലോചന വന്ന എനിക്ക് കല്യാണാലോചന ഇവർക്ക് താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്റെ ആത്മീയ മാതാപിതാക്കൾ എന്ന് പറയുന്നത് തലവടി കുഞ്ഞുഞ്ഞു പാസ്റ്റർ, അതായത് CM അബ്രഹാം എന്ന് അറിയപ്പെടുന്ന കർത്താവിന്റെ ദാസനും ഭാര്യയുമാണ്. അവരാണ് എന്റെ ആത്മീയ മാതാപിതാക്കൾ. എന്റെ ഏത് പ്രതിസന്ധിയിൽ ഏത് വിഷമമുണ്ടെങ്കിലും ഞാൻ അവരുടെ അടുത്താണ് പോകുന്നത്. ഇപ്പോഴും അവരുടെ അടുത്താണ് പോകുന്നത്. ഞാൻ അവിടെ ചെന്ന് അവരോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഒരു ആലോചന വന്നിട്ടുണ്ട്, കർത്താവിന്റെ ദാസനും പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പം മമ്മി ഇങ്ങനെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, മൂത്ത ചേച്ചിയുടെ കല്യാണാലോചന വന്നപ്പോൾ ഞാൻ ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. അന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിന് അങ്ങനെ വരത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ചേച്ചിയുടെ മൂത്ത ചേച്ചിയുടെ കല്യാണത്തിന് പ്രശ്നങ്ങളൊക്കെ കല്യാണശേഷം ഉണ്ടായി. അപ്പം അമ്മ എപ്പോഴും പറഞ്ഞേക്കാം. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ കർത്താവിന്റെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഒരു കല്യാണാലോചന വരുന്നത് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ്, ഒരു പാസ്റ്റർ മകനാണ്, കുടിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കുറച്ചു ചോദിച്ചിട്ടാ, മോളെ നീ യാതൊന്നും വിഷമിക്കണ്ട, നീ ഈ കല്യാണാലോചനയായിട്ട് മുൻപോട്ട് കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു, കുഞ്ച കല്യാണമൊക്കെ ആലോചനയായിട്ട് മുൻപോട്ട് കൊണ്ടുപോയി നമ്മൾ എങ്ങനെ കല്യാണം നടത്തും, എന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ. അപ്പൊ പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് പറയത്തക്ക വിധം നിന്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനെ ഞാൻ വിശ്വാസത്തോടെ നാട്ടിൽ പോയി. ഇവര് വന്നു, കണ്ടു. ഇവരെ 8 പേര് ഒരു വണ്ടിയിൽ വന്നു. അന്ന് തന്നെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാരെയും വിളിച്ചു. ഏകദേശം ഞങ്ങളുടെ ഒരു കസിന്റെ കുഞ്ഞിന്റെ മാമോദിസയായിരുന്നു. അന്ന് അവിടെ വന്നവരെ എല്ലാവരും കൂടെ വിളിച്ചു. അപ്പൊ എല്ലാവർക്കും ഇൻട്രസ്റ്റ്, അദ്ദേഹത്തിന് വലത് വശത്ത് കായ്ക്കും സ്വാധീനക്കുറവായെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ വന്നു. കാരണം കാണാനുള്ള ഇൻട്രസ്റ്റ്, എങ്ങനെയായിരിക്കുമെന്നുള്ളൊരു കാണാനുള്ള ഇൻട്രസ്റ്റ് വന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ നല്ല ആളായിട്ട് ആളായി. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, തറയൊന്നും ഇട്ടിട്ടില്ല. ഞങ്ങൾ വാടക വീട്ടിൽ താമസിച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു. അപ്പൊ തറയൊന്നും ഇട്ടിട്ടില്ല, സിമെന്റ് ഒന്നും തേച്ചിട്ടില്ല, വീടിന്റെ പണിയൊന്നും തീർന്നിട്ടില്ല, പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ വീട്ടിൽ പ്രതിസന്ധികൾ വന്ന് എടുത്തിട്ട് ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വീട് തകർന്നു പോകുന്നൊരു അവസ്ഥ വന്നു. എന്റെ ആങ്ങള പിന്മാറിപ്പോയ ആങ്ങളെ മരുഭൂമിയിൽ കൊണ്ട് വിസിറ്റിംഗ് വിസയിൽ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് 9 മാസത്തോളം, ഏകദേശം എനിക്ക് 9 മാസത്തോളം ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് കിട്ടാതെ ആ മരുഭൂമിയില് അവർ പറയുന്നത് കേൾക്കണം, ആരാന്ന് അറിയത്തില്ല, അവർക്ക് ലോൺ അടയ്ക്കാനുള്ള പൈസ അവിടെ ദൈവം ക്രമീകരിച്ചു. അപ്പൊ അങ്ങനെ എന്റെ ആങ്ങള പിന്മാറിപ്പോയ ആങ്ങള
തിരിച്ച് വീണ്ടും വിശ്വാസത്തിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ വൈഫ് വന്നു. അവരിപ്പോ കുടുംബമായിട്ട് വിശ്വാസത്തിലായിരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുവാനിടയായി. പിന്നെ എന്റെ രണ്ടാമത്തെ ചേച്ചിയുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം 3 മക്കളുണ്ടായി. ആദ്യത്തെ 2 ഇരട്ട കുഞ്ഞുങ്ങള്, പിന്നെ ഒരു മോനും ഉണ്ടായതിനു ശേഷം ചേച്ചിയെ ഉപേക്ഷിച്ച് ഭർത്താവ് വേറെ വണ്ടി ഓടിക്കാനുള്ളതിൽ പോയി. അവിടെ പോയി എന്തൊക്കെയോ പ്രത്യേകമായ സാഹചര്യങ്ങളായിട്ട് അവസാനം നമ്മൾക്ക് കരിഞ്ഞൊരു ഡെഡ് ബോഡിയാണ് കിട്ടുന്നത്. എന്റെ രണ്ടാമത്തെ ചേച്ചിയുടെ ഹസ്ബൻഡ്. മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് പുള്ളിക്ക് കുറച്ച് സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവരുടെ ജീവിതം. അപ്പൊ മൂത്ത ചേച്ചിയുടെ വിവാഹം ഇങ്ങനെ ഒരു സാഹചര്യത്തില് രണ്ടാമത്തെ ചേച്ചിയുടെ ഹസ്ബൻഡ് പോയിട്ട്, എന്റെ കല്യാണം നടക്കുമ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇല്ല. ആ സമയത്ത് മരിച്ചിട്ടില്ല. പുള്ളി മരിക്കുന്നത് 2015 എന്റെ കല്യാണം നടക്കുന്നത് 2012. ആ ഒരു സാഹചര്യം ഇവരുടെ ചേട്ടത്തിമാര് രണ്ടുപേരെ സാഹചര്യങ്ങൾ ഞാൻ നോക്കിയപ്പം എന്റെ മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് യാതൊരു കുഴപ്പമില്ല, കാണാൻ സൗന്ദര്യത്തിന് കുഴപ്പമില്ല, എല്ലാ യോഗ്യനാണ്, ഒരു കുഴപ്പമില്ല. രണ്ടാമത്തെ ചേച്ചിയുടെ ഹസ്ബൻഡിന് യാതൊരു കുഴപ്പമില്ല, ചരിത്രത്തിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇവരുടെ രണ്ടിന്റെ അവസ്ഥകൾ കണ്ടപ്പോ ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ തന്നെ സ്വയമായിട്ട് എന്റെ കല്യാണാലോചനയ്ക്ക് ഞാന് പത്രത്തിലോ എവിടെയെങ്കിലും നോക്കും, പക്ഷെ സ്ത്രീധനം ചോദിക്കാത്ത ഒരു വ്യക്തിയെ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ 2 ചേച്ചിമാരുടെ അവസ്ഥ ഇതല്ലെന്ന് ചോദിച്ചു. ആരോഗ്യമുള്ളവരെ കൊണ്ടിട്ട് അവരുടെ ജീവിതം ഇതല്ലെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ആ കല്യാണാലോചന അവർ 8 പേര് വീട്ടിൽ വന്നു. അങ്ങനെ പെട്ടെന്ന് കർണാടകദാസൻ പറഞ്ഞ പോലെ ആ 8 പേര് വീട്ടിൽ വന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോകുക ഇങ്ങോട്ട് പോകുക ഒന്നുമില്ല. അവരവിടെ തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്ത് എല്ലാം ചെയ്തു. ഡേറ്റ് ഫിക്സ് ചെയ്ത് അവരെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു കാര്യം മാത്രം ആവശ്യപ്പെട്ടു. എന്റെ കല്യാണം നടക്കണമെങ്കിൽ ഞാൻ ഒരു ഏറ്റവും ഇളയതാണ്. എന്റെ കല്യാണം നടക്കുന്ന എനിക്ക് ആകെ ഒരാങ്ങളെ ഉണ്ട്. എന്റെ ആങ്ങളെ എന്റെ കല്യാണത്തിന് വേണം. എനിക്ക് ആങ്ങളെ വരാതെ ഇവര് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു, പക്ഷെ ആങ്ങളെ വരാതെ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. അങ്ങനെ ആങ്ങളെ വിളിച്ചവൻ പറഞ്ഞു ഞാൻ വരാൻ നോക്കാന്ന് പറഞ്ഞു. അപ്പോഴത്തെ മമ്മി അടുക്കളയിൽ, ഇവരെല്ലാം പോയി കഴിഞ്ഞ മമ്മി അടുക്കളയിൽ വലിയതായിട്ട് കരയുക, കർത്താവ് എന്റെ കുഞ്ഞിന്റെ കല്യാണം എല്ലാം ഉറപ്പിച്ചു, ഞങ്ങളുടെ കയ്യിൽ 5 പൈസ ഇല്ല, കർത്താവ് എന്റെ കുഞ്ഞിന്റെ കല്യാണം എങ്ങനെ നടക്കുമെന്ന് ചോദിച്ച അടുക്കളയിൽ നിലവിളിക്ക് നമ്മളോട് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അമ്മേ എന്നോട് ഈ കല്യാണാലോചനയ്ക്ക് ഇറങ്ങിയപ്പം ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ദൈവത്തിന്റെ വചനമുണ്ട്. അമ്മ വിഷമിക്കണ്ട, എന്റെ കല്യാണം എല്ലാം ഭംഗിയായിട്ട് നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ കല്യാണം എല്ലാം ഭംഗിയായിട്ട് നടന്നു. 5000 രൂപ എന്റെ പേഴ്സിലുണ്ടായിരുന്നത് എന്റെ കല്യാണം കഴിഞ്ഞു. അവിടെ അടുക്കള കാഴ്ച കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷം 25,000 രൂപ വീതി വന്നു. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയതിനു ശേഷം 25,000 രൂപ എന്റെ ഞങ്ങളുടെ കയ്യിൽ വീതി വരുവാനിടയായി. ആങ്ങളെ വന്നു പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചത്തേക്ക് കടന്നു വന്നു പോയി. അപ്പം കല്യാണം ഉറപ്പും കൂടെ ഒന്നിച്ച് നടത്തിയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉറപ്പും കൂടെ ഒരു ദിവസം അങ്ങ് നടത്തി. അപ്പം അങ്ങനെ നടത്തിയപ്പം അവിടെ ബേക്കറി ഉണ്ടായിരുന്നു. ബേക്കറി അപ്പം സ്വന്തമായി ബേക്കറി നടത്തുന്ന പറയുമ്പോൾ ഞാൻ സ്വന്തമായി ബേക്കറി. പിന്നെ അവർ ആങ്ങളയോടൊക്കെ സംസാരിച്ചപ്പോ പറഞ്ഞായിരുന്നു ബേക്കറി സ്വന്തമായിട്ട് നടത്തുന്നതേ ഉള്ളൂ, കട വാടകയാണ്. 2 മാസത്തിന് ശേഷം കടയാണ് നമുക്ക് നഷ്ടപ്പെടുവാനിടയായി. കല്യാണം കഴിഞ്ഞ് 2 മാസത്തിന് ശേഷം കട നഷ്ടപ്പെടുവാനിടയായി. അപ്പം ഞാൻ ആലോചിച്ച് അവർ പറഞ്ഞായിരുന്നു ജോലി റിസൈൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു 6 മാസത്തേക്കുള്ള എന്നെ വിടണം, കാരണം എനിക്ക് ചെന്നിട്ട് ഗ്രാറ്റുവിറ്റി കാര്യങ്ങളുണ്ട്, PF കാര്യങ്ങളുണ്ട്, അത് പിന്നെ എനിക്ക് ഇച്ചിരി ചെറിയ കടങ്ങളൊക്കെ ഉണ്ട്, അത് വിൽക്കണം പറഞ്ഞു. അപ്പൊ ഓക്കെ പറഞ്ഞു, നീ ഓക്കെ 6 മാസത്തേക്ക് കല്യാണം കഴിഞ്ഞിട്ട് 6 മാസത്തേക്ക് പോയിക്കോ, 6 മാസം കഴിഞ്ഞ് വരണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് 2 മാസമായപ്പം ആ കട പോയി കഴിഞ്ഞ് പറഞ്ഞ് നമുക്ക് വടശ്ശേരിയിൽ എവിടെയെങ്കിലും കട എടുക്കാം, അങ്ങനെ നമുക്ക് കട നടത്താവുന്ന ലൈസൻസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള രീതിയിൽ മുമ്പോട്ട് പോയി. പക്ഷെ അതൊന്നും സാഹചര്യങ്ങളൊന്നും ഒത്തില്ല. അപ്പൊ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് എന്റെ ഹോസ്പിറ്റലുകാരെ എന്നോട് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, നിനക്ക് ഏത് സമയം ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ ജോലിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് തിരിച്ചു വരാം. നിനക്ക് വേണ്ടി ഈ ഹോസ്പിറ്റലിന്റെ കവാടം ഇങ്ങനെ ഞങ്ങൾ തുറന്നിട്ടേക്കോട്ടെ, നിനക്ക് ഒരു കുഴപ്പം ഒരു ടെൻഷൻ ഇല്ലാതെ നിനക്ക് എന്ന് വേണേലും തിരിച്ചു വന്ന് ജോലിക്ക് കയറാം എന്ന് പറഞ്ഞു. അന്നപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ മാലിക് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, നീ റിസൈൻ ചെയ്യണ്ട, നീ റിസൈൻ ചെയ്യാതൊരു കാര്യം ചെയ്യും, കല്യാണം ആണെന്ന് പറഞ്ഞ് റിസൈൻ ചെയ്യാതൊരു കാര്യം ചെയ്യും, നീ 1-2 വർഷം കഴിഞ്ഞ് വന്നാൽ മതി, 2-3 വർഷം കഴിഞ്ഞ് വന്നാൽ മതി, ഇത് റിസൈൻ ചെയ്യണ്ട എന്നോട് ആവുന്നത്. പക്ഷെ അന്നപ്പോഴത്തേക്ക് എന്റെ പൈസയുടെ ആവശ്യങ്ങളും കൊണ്ടും ഞാൻ ഓർത്ത് എവിടെയെങ്കിലും കട കിട്ടുമെന്നുള്ള പ്രതീക്ഷയും കൊണ്ട് കല്യാണം കഴിഞ്ഞാൽ നാട്ടിൽ നിൽക്കാം, പ്രത്യേകിച്ച് ഒരു കർത്താവിന്റെ ദാസന്റെ കുടുംബമാണ്. അപ്പൊ എനിക്ക് എനിക്ക് നേരത്തെ ഉള്ള ആഗ്രഹമാണ് പാസ്റ്റർമാരെ കേൾക്കണം. അപ്പം എന്റെ ഹസ്ബൻഡ് 2 വർഷം PMG ചർച്ചിനോട് ബന്ധത്തിലാണ് അവർ നിൽക്കുന്നത്. തിരുവനന്തപുരം പാളയത്ത് അദ്ദേഹം BTH പഠിച്ചാണ്. അപ്പൊ ഞാൻ അങ്ങനെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാലും അങ്ങനെ സുവിശേഷകരുടെ ബന്ധത്തിൽ അങ്ങനെയൊക്കെ ആ ഒരു പ്ലാനിങ് ആയിരുന്നു എന്റെ മനസ്സിൽ. പക്ഷെ നമ്മുടെ ചില പ്ലാനിങ്ങുകളൊന്നുമല്ല, നമ്മുടെ ഇഷ്ടം പോലെ ഒന്നുമല്ല ദൈവം കാര്യങ്ങൾ. കാരണം ദൈവം നമ്മളെ പറ്റി ഒരു കാര്യം ആഗ്രഹിക്കുന്ന ആരും കൂടെ ഒക്കെ കടത്തിവിടാതെ ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു ദൈവം ഉദ്ദേശിക്കുന്ന ആ പ്രകാരം നമ്മൾ നിന്ന് കഴിയുമ്പോൾ
അപ്പൊ എന്റെ ഉദ്ദേശം എന്താ, നാട്ടിൽ വന്നു കഴിഞ്ഞു പ്രാർത്ഥനയ്ക്ക് പോവുക, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ കുടുംബമായിട്ട് എവിടെയെങ്കിലും പോവുക, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമാണ്. പക്ഷെ പുള്ളിക്ക് അംഗവൈകല്യം ഉള്ളതുകൊണ്ടുള്ള പ്രശ്നമാണെന്ന് അറിയത്തില്ല. അങ്ങനെയാണ് പുള്ളി മറ്റുള്ളവർ മുമ്പിലേക്ക് പുള്ളി നന്നായിട്ട് ഉപവസിക്കും. എനിക്ക് എന്റെ ഹസ്ബൻഡ് പറയുന്നത് ഒരുപാട് അഭിമാനമുണ്ട്. നന്നായിട്ട് ഉപവസിക്കും. ഞാൻ ഉപവസിക്കുകയല്ല, നന്നായിട്ട് ഉപവസിക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കും, അനേകർക്ക് വേണ്ടി രാത്രിയിലൊക്കെ ഉണർന്നിട്ട് പ്രാർത്ഥിക്കും. ഞാന് നമ്മുടെ ഇത് പറഞ്ഞ പോലെ രാത്രിയിൽ സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കുന്നത് നമ്മളൊരു കിടപ്പാണ്. പക്ഷെ രാത്രിയിൽ അദ്ദേഹം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അദ്ദേഹം ഇടിവരുന്നത് പ്രാർത്ഥിക്കുന്ന കാണാറ്, അദ്ദേഹത്തിന് വെളിപ്പാടുകൾ പ്രാപിച്ചത് മമ്മിയുമായിട്ട് ഷെയർ ചെയ്തിട്ട് കാണാറുണ്ട്. പക്ഷെ മറ്റുള്ളവർ ചർച്ചിൽ വന്ന ആ ഒരു രീതിയിൽ അത് എന്തുകൊണ്ടെന്ന് കരുതലാണ് ദൈവം അദ്ദേഹത്തെ ഒരു നാടുകൾ ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥന കുറവായിരിക്കും, ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കും. അപ്പൊ അങ്ങനെ ഞാന് കല്യാണം കഴിഞ്ഞു. 6 മാസത്തേക്ക് എന്നെ വീട്ടിൽ നിന്ന് തിരിച്ച് ഞാൻ ജൂൺ 13-ാം തീയതി വിവാഹം കഴിയുന്നു. ഞാൻ അതിനുശേഷം ഞാൻ തിരിച്ച് 6 മാസത്തേക്ക് ഓഗസ്റ്റിൽ ഇവിടെ വന്നു. സെപ്റ്റംബർ 9-ാം തീയതി ആ കട അടയുന്നു. ഓഗസ്റ്റിൽ വന്നു, സെപ്റ്റംബർ 9-ാം തീയതി കട അടയുന്നു. പിന്നെ എന്നോട് പറഞ്ഞ് തിരിച്ച് റിസൈൻ ചെയ്ത് പോരെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ റിസൈൻ ഒക്കെ കൊടുത്തു. അപ്പം ഞാൻ വന്നു കഴിഞ്ഞ 2-3 മാസമായപ്പോഴത്തേക്ക് എനിക്ക് അടിവയറ്റിൽ ഭയങ്കര വേദന. അടിവയറ്റിൽ വേദന ആയപ്പോഴത്തേക്ക് സ്റ്റോണിന്റെ പ്രശ്നം എപ്പോഴും കൂടെ ഉള്ളത് കൊണ്ട് 3 പ്രാവശ്യത്തോടൊപ്പം നേരത്തെ ഓപ്പറേഷൻ കഴിഞ്ഞാണ്. 3 പ്രാവശ്യം നേരത്തെ ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് സ്റ്റോണിന് പ്രശ്നമാണെന്ന് ഡോക്ടറെ കാണിച്ചു. അപ്പൊ സ്റ്റോണും ഉണ്ട്. അങ്ങനെ സ്കാനിങ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് PCOD-യുടെ പ്രശ്നം. അപ്പൊ എനിക്ക് നേരത്തെയും ബുദ്ധിമുട്ടുകൾ, വയറുവേദനകളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മള് സാധാരണ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളതായ മരുന്നുകൾ കഴിച്ച്, നമ്മളൊരു നേഴ്സാകുമ്പോൾ നമുക്കറിയാമല്ലോ കുറച്ച് മരുന്നുകളൊക്കെ, അത് കഴിച്ച് നമ്മൾ നീക്കി കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് സ്റ്റോണും ഉണ്ട്, PCOD-യുടെ പ്രശ്നം. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ ഓവറിൽ ഒരു സിസ്റ്റം, വലിയ വലിപ്പമുള്ള ഒരു സിസ്റ്റ്, അത് കാരണം അത് റപ്ചർ ആകാനായിട്ടുള്ള രീതിയിൽ, അതായത് സിസ്റ്റുകൾ വരുന്നു, റപ്ചർ ആവുന്ന അങ്ങനെ ഒരു പ്രശ്നം. അപ്പം എന്നോട് പറഞ്ഞു, അവിടെ വടശ്ശേരിക്ക് കല്യാണം കഴിച്ച് ചെന്നപ്പോൾ മമ്മി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഏകദേശം 33 വയസ്സുണ്ട്, ഹസ്ബൻഡ് 32 വയസ്സുണ്ട്. നമുക്ക് എന്തായാലും അധികം ഒന്നും വെയിറ്റ് ചെയ്യണ്ട, ഒരു കുഞ്ഞ് വേണം ഉള്ളൊരു ആഗ്രഹം മമ്മി പ്രകടിപ്പിക്കുവാനിടയായി. അപ്പം അതിനുശേഷം ഞാൻ ഇവിടെ ഒന്ന് സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് PCOD പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഡോക്ടർ സ്കാനിങ് റിപ്പോർട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചു. ഞാൻ സ്കാനിങ് ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞിട്ടാ PCOD ഉള്ളവർക്ക് തലമുറകൾ ഉണ്ടാകാൻ പ്രശ്നമാണ്. തലമുറകൾ ഉണ്ടായാൽ തന്നെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് അബോർഷൻ ആയി പോകും, അങ്ങനെയാണ് പ്രശ്നം പറഞ്ഞത്. അപ്പം ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള സിസ്റ്ററെ ഡോക്ടർ കാണിച്ചു പറഞ്ഞത് ഗൈനക്കോളജിസ്റ്റിനെ ആരെങ്കിലും കാണിക്കുന്നത്, ഓപ്പറേഷൻ ചെയ്ത് കളയേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഒരു തിങ്കളാഴ്ചയാണ് ഈ പ്രശ്നം. ഞാൻ എന്തെടുത്ത് പറയാ, എനിക്കപ്പം ഭയങ്കര മാനസികമായിട്ട് കല്യാണം കഴിഞ്ഞു 2-3 മാസം ആയതേ ഉള്ളൂ, തലമുറകൾ ഉണ്ടാകത്തില്ല, ഉണ്ടായാൽ തന്നെ അബോർഷൻ ആയി പോകുമെന്ന് പറയുമ്പോൾ നമ്മൾ മാനുഷികമായ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. അപ്പം എന്നോട് ഞങ്ങളുടെ ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു, പ്രഗ്നൻസി ഒക്കെ വരും, പക്ഷെ അത് നിലനിൽക്കത്തില്ല. 2-3 മാസം ഇങ്ങനെയുള്ളവർക്ക് അബോർഷൻ ആയി പോകും, വീണ്ടും പ്രഗ്നൻസി ആവും, വീണ്ടും അബോർഷൻ ആയി പോകും, അങ്ങനെയാന്ന് പറഞ്ഞു. ഞാൻ ആരോടും ഒന്നും ഷെയർ ചെയ്തിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ചൊവ്വാഴ്ച, ഹസ്ബൻഡ് ഇന്ന് ചൊവ്വാഴ്ച മാസമാണ്. അപ്പൊ ഹസ്ബൻഡിനെ വിളിച്ച് തിങ്കളാഴ്ച സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞില്ല, ഞാൻ തിങ്കളാഴ്ച ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയമുണ്ട്. എന്നോട് പറഞ്ഞു, ഞാൻ ഭാരപ്പെട്ട, നാളെ നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കും, നീ കൂടെ ഫാസ്റ്റിംഗ് എടുക്കാൻ പറഞ്ഞു. നീ ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കുന്നതിന് മുമ്പ് നീ ഒരു പ്രാവശ്യം കൂടെ സ്കാനിങ് ചെയ്യണം. ഞങ്ങൾ വിശ്വാസത്തോടെ ചൊവ്വാഴ്ച അദ്ദേഹം നാട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, ഞാൻ ഇവിടെ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച ശേഷം ഞങ്ങൾ ദൈവത്തോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു, ഇവൻ എന്റെ ഹസ്ബൻഡിന്റെ ജീവിതത്തിൽ ഞാൻ പറയാം, എല്ലാരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇവൻ എന്ത് ഭവിക്കും, ഇവൻ എന്തായി തീരും, ഇവൻ ഇങ്ങനെ ആയിട്ട് ഇവനൊരു വിവാഹം നടക്കുന്നു. അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞപ്പോൾ ഹോളിനോട് ഇറങ്ങുമ്പോഴത്തേക്കും പലരും വിചാരണോട് പറയുന്നു, ഉജ്ജുവെ ഗോൾ അടിച്ചത്, അങ്ങനെ പലരും ഓരോരുത്തർ അഭിപ്രായം പറയുന്നൊക്കെ കേട്ടിരുന്നു. അപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു കല്യാണം നടക്കുന്നതൊക്കെ മാനുഷികമായ രീതിയിൽ എല്ലാവരുടെ ചിന്തയുണ്ട്. പക്ഷെ ദൈവം ഓരോരുത്തരെ പറ്റി ഓരോന്ന് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്, അതിപ്രകാരം കളിക്കുന്നത്. എനിക്ക് ഇന്നും അങ്ങനെ ഒരു ഇതില്ല. എന്റെ ചേച്ചി എന്റെ കല്യാണത്തിന് ഭയങ്കര കരച്ചില്. അപ്പം ഞങ്ങളുടെ ഒരു കസിൻ ചോദിച്ചു, നീ എന്തിനാ കാര്യം? നമ്മൾ പറഞ്ഞു, അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല, അവൾക്ക് കാലിനും കൈക്കും കുഴപ്പമില്ല, പക്ഷെ അവൾ എന്തുകൊണ്ട് ഒരു തീരുമാനം ഇങ്ങനെ എടുത്തു, ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു. അപ്പം ഈ കല്യാണാലോചന വന്നപ്പോ എന്റെ തലവടിയിലെ ESTON പാസ്റ്റർ ആണ് വന്നിരുന്നത്. ESTON പാസ്റ്റർ ഗൾഫിൽ വിസിറ്റിങ്ങിന് പോയപ്പോൾ അപ്പൊ ഇങ്ങനെ പാസ്റ്ററുടെ അമ്മ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പം പാസ്റ്റർ പറഞ്ഞു, അമ്മാമ അവളോട് ഒരു കാര്യം ചോദിക്കുക, അവള് നാളെ ഒരു അവസരത്തിൽ പറയാനിട വരുന്നത്, വികലാംഗനെയാണല്ലോ എന്നെ കൊണ്ട് കെട്ടിച്ചത്, അങ്ങനെ അവള് നാളെ ഒരു അവസരത്തിൽ പറയാനിട വരുന്നത്. അമ്മാമ അവളൊന്ന് നല്ലതായിട്ട് ചോദിക്കുക, അവള് ശരിക്കും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വിവാഹത്തിൽ പോയിരുന്നത്. ഞാൻ പറഞ്ഞു, എന്റെ അമ്മേനോട് ചോദിച്ചു,
പാസ്റ്റർ ഇങ്ങനെ പറയുന്നു, നിനക്ക് എന്താ അഭിപ്രായം, നീ നിന്റെ മനസ്സുകൊണ്ട് തന്നെയാണെങ്കിൽ തീരുമാനം. ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ അന്നും പറയുന്നത് എന്റെ 2 സഹോദരിമാരുടെ അവസ്ഥ ഞാൻ കണ്ടില്ലേ, ആരോഗ്യം ഉണ്ട്, എല്ലാം ഉണ്ട്, എന്തിയെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കല്യാണത്തിനൊക്കെ ഞാൻ തന്നെ ആലോചിച്ച കല്യാണം. എനിക്ക് യാതൊരു പ്രശ്നമില്ല. എന്നോട് ആങ്ങളെ ചോദിച്ചു, പിന്നെ പപ്പയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം, പപ്പ മക്കളുടെ കല്യാണം നടത്തുവോ, എങ്ങനെ നടത്തുവോ എന്തായാലും പപ്പയ്ക്ക്, കാരണം പപ്പ അന്നു കൊണ്ടുവന്ന് കഴിയോ, പപ്പയുടെ ഉള്ളത് പോലെ പപ്പ മക്കളെ വളർത്തുക, അങ്ങനെയുള്ളൂ. മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കുക, അങ്ങനെ ഒന്നും എന്റെ പപ്പയ്ക്കില്ല. പപ്പയ്ക്ക് ഇന്ന് 1000 രൂപയുടെ മീൻ കിട്ടിയാൽ പപ്പ 999 രൂപയും ചെലവാക്കി അന്നത്തെ കാര്യങ്ങളെല്ലാം നടത്തും. അന്ന് പപ്പ എന്തെല്ലാം വാങ്ങിച്ചോണ്ട് വരുക, പപ്പ സേവ് ചെയ്യത്തില്ല. ആ 1000 രൂപയും മടക്കി മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ട്, അങ്ങനെ ഞങ്ങളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നാണ്. ഞങ്ങൾ ഒരു ഇടത്തും ആരുടെ മുന്നിൽ കൈ നീട്ടാൻ എന്റെ പപ്പ അനുവദിച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല ഇന്ന് വരെ. അപ്പൊ ആ രീതിയിലാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് പോകുന്നത്. പുള്ളിക്ക് അദ്ദേഹത്തിന് ഒന്നും ശേഖരിച്ചു വെക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് മക്കളെ കെട്ടിച്ചു വിടാനോ അല്ലെ മക്കളെ വിദ്യാഭ്യാസത്തിനോ അങ്ങനെ ഒന്നും ശേഖരിച്ചിട്ടില്ലെങ്കിലും നല്ല രീതിയിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് കൊണ്ട് അത് ഞങ്ങളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരികയാണ്. അപ്പം അങ്ങനെ എന്നോട് എല്ലാവരും ചോദിച്ചു, എനിക്ക് അതൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് അങ്ങനെ പോയി. പിന്നെ എനിക്ക് ആ സിസ്റ്റിന്റെ പ്രശ്നം വന്നപ്പോഴത്തേക്കും ഞങ്ങൾ പ്രാർത്ഥിച്ച ശേഷം ഞാൻ വീണ്ടും ഡോക്ടറോട് പറഞ്ഞു, എന്റെ ഒന്നുകൂടെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ നെല്ലിക്ക വലിപ്പത്തിലുള്ള സിസ്റ്റ് കാണാനുണ്ട്. അപ്പൊ ഡോക്ടർ പിന്നെ ചെയ്ത ഡോക്ടർ തന്നെ വീണ്ടും പ്രോബ് ഇട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. ആ സിസ്റ്റ് കാണുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ, അപ്പൊ എന്നോട് ചോദിച്ചു, എന്തുവാ എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ തന്നെയാണല്ലോ സിസ്റ്റ് കണ്ടത്. ഞാൻ പറഞ്ഞു, ഡോക്ടറെ കയ്യിൽ റിപ്പോർട്ട് ഉണ്ടല്ലോ, ഡോക്ടറുടെ സിസ്റ്റർ കുറെ നോക്കിയിട്ട് പറഞ്ഞു, സിസ്റ്റർ ആ സിസ്റ്റർ കാണും. ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ ഹിന്ദിയിൽ പറഞ്ഞു, എന്റെ പരമേശ്വരെ അത്ഭുതം പ്രവർത്തിച്ചാന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. ഞങ്ങൾ വിശ്വാസത്തോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചു ദൈവത്തോട് അവരൊരു ഓപ്പറേഷൻ ഇടയാക്കല്ലെന്ന്. കാരണം കഴിഞ്ഞ 3 ഓപ്പറേഷൻ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു. ഇനി ഈ ഒരു ഓപ്പറേഷൻ, കാരണം പിന്നെ അങ്ങനെ ഓരോ ഓപ്പറേഷനുകൾ കൂടി കടന്നു പോകുമ്പോൾ അത് ദൈവം തമ്മിൽ എനിക്ക് വിടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ചു. അത് കഴിഞ്ഞിട്ട് ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചത് എന്നോട്. അപ്പൊ 6 മാസത്തെ ഗ്യാരണ്ടിയിലാണല്ലോ നാട്ടിലേക്ക് അവിടുന്ന് വന്നത്. അപ്പൊ 4 മാസത്തില് ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, എനിക്ക് ഫോളിക് ആസിഡ് അയണിന്റെ ഗുളിക എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ പോവുക. റിസൈൻ ഞാൻ ചെയ്തു. ഞാൻ റിസൈൻ ചെയ്ത് 2012 ഡിസംബർ റിസൈൻ ചെയ്തു. 1 മന്ത് റിസൈൻ കൊടുത്തു. ജനുവരിയിൽ ഞാൻ നാട്ടിൽ വരുന്നു. ജനുവരി നാട്ടിൽ വന്ന 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ഞങ്ങളുടെ വീട്ടിൽ വെച്ചു. അപ്പൊ എനിക്ക് മെഡിസിൻ ഒക്കെ തന്നു വിട്ടിട്ട് പറഞ്ഞു, 3 മാസത്തെ ഫാസ്റ്റിംഗ് പ്രയർ വെച്ച്. ഫാസ്റ്റിംഗ് പ്രയറിന്റെ രാത്രിയില് സന്തോഷത്തോടെ എല്ലാം പ്രാർത്ഥിച്ച് ഞങ്ങളെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു. ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞു. അപ്പൊ ഞാനും 3 ദിവസം ഫാസ്റ്റിംഗ് ചെയ്തു. അങ്ങനെ അപ്പം വീട്ടിൽ ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞ വീട്ടിൽ ഇരിക്കുന്ന എന്റെ മൊബൈലിലേക്ക് ഫോൺ വരുന്നു, എന്റെ മമ്മിയുടെ ചേട്ടത്തി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഒരു ഷുഗർ ഉണ്ട്, അങ്ങനെ പ്രശ്നമുണ്ട്, എല്ലാവർക്കും വലിയ ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം വയ്യാതൊന്നും കിടന്നില്ല, പെട്ടെന്ന് വന്നു. പക്ഷെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് അങ്ങോട്ട് സന്തോഷമായിട്ട് ഫുഡെല്ലാം കഴിച്ചിരുന്ന കഴിഞ്ഞ് വീട്ടിൽ നിന്ന് നിലവിളിയാണ് വരുന്നത്. കാരണം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല, ഞാൻ വലിയ വയൽ കരയുക. അപ്പൊ മമ്മി എല്ലാം ഓടി വന്നു. എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ വലിയ വയൽ കരഞ്ഞു പറഞ്ഞു. എന്റെ മമ്മിയുടെ അമ്മയ്ക്ക് ആകെ ഒരു ചേട്ടത്തി ഉള്ളൂ, എനിക്കൊരു പേരനെ ഉള്ളൂ. അവര് മമ്മിയുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല്, മമ്മിയുടെ അമ്മ 6 മാസം കുഞ്ഞുങ്ങളെ പ്രസവിക്കും, ചത്ത കുഞ്ഞുങ്ങളെ. അങ്ങനെ 10ഓ 18ഓ പ്രസവത്തിൽ കിട്ടിയ 2 മക്കളാണ് എന്റെ അമ്മയും അമ്മയുടെ ചേട്ടത്തി. അങ്ങനെ 6 മാസത്തെ പ്രസവിച്ച പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ 10-18ഓളം പ്രസവങ്ങൾ നടന്നു. അതിലെ പ്രാർത്ഥിച്ച് കിട്ടിയ 2 മക്കളാണ് എന്റെ അമ്മയും അമ്മയുടെ ചേട്ടത്തി. അപ്പൊ എന്റെ അമ്മയ്ക്ക് ചേട്ടത്തി അനിയത്തി തമ്മില് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായിരുന്നു, ഭയങ്കര സ്നേഹമാണ്. അപ്പൊ എന്റെ അമ്മയ്ക്ക് ആകെ ഒരു സഹോദരിയോട് ഇല്ലാതായി പോയല്ലോ. അങ്ങനെ ഞാൻ വലിയ വയല് കഴിഞ്ഞപ്പോ മമ്മി എന്നാന്ന് പറഞ്ഞു, മോളെ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മുടെ വീട് ഇവിടുത്തെ കരച്ചിലൊക്കെ കേൾക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മമ്മിയുടെ പിറ്റേ ദിവസം തന്നെ ഞാൻ മമ്മിയുടെ ചേട്ടത്തിന്റെ വീട്ടില് വന്നു. എല്ലാവരും മക്കളുടെ ഗൾഫിലൊക്കെ ഉള്ളവർ അവരൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ ഡോക്ടർമാരുടെ മുമ്പില് ഞാൻ വന്ന് ഏകദേശം 1 മാസം കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞ ശേഷം ഞാൻ പ്രഗ്നൻസി ആയി. അതിനുശേഷം 2ാമത്തെ മാസത്തിൽ ഞങ്ങളുടെ വീട്ടില് കല്ലിന്റെ കെട്ടിലെന്തോ ഈ കല്ലുകെട്ട് പരിപാടിയുണ്ട്. അപ്പൊ കല്ല് കെട്ടുന്നവർക്ക് ഞാൻ കുറെ തണ്ണിമത്തനെല്ലാം കൂടെ, അപ്പൊ എനിക്കും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിരിക്കും, തണ്ണിമത്തനെല്ലാം കൂടെ ഞാൻ കണ്ടിച്ച് അപ്പച്ചന് നല്ല വെയിലല്ലേ കൊടുക്കാന്ന് പറഞ്ഞ ഫ്രിഡ്ജിൽ നിന്നെല്ലാം എടുത്ത് ഞാൻ കട്ട് ചെയ്തിട്ട് വെളിയിൽ കൊണ്ട് കൊടുത്ത് ഞാൻ തിരിച്ച് ശേഷം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേ എനിക്ക് ബ്ലീഡിങ് 2ാം മാസം 2.5 മാസം ഒക്കെ ആയപ്പോൾ എനിക്ക് ബ്ലീഡിങ് ആയി. അങ്ങനെ എന്നെ റാന്നി മേനാന്തോട്ട ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ദിവസം കിടത്തിയിട്ട്
കുറച്ച് ഹോർമോൺസിന്റെ ഇഞ്ചക്ഷനും പിന്നെ ഹോർമോണിന്റെ ഗുളികയും ഒക്കെ തന്നിട്ട് അങ്ങനെ എന്നെ വിട്ടു. അങ്ങനെ വിട്ടിട്ട് ഒരു ദിവസം അവിടെ കിടന്നു. പിന്നെ ഞാൻ വന്നിട്ട് ആദ്യം ജോലിയൊന്നും ചെയ്യാതെ 4-ാം മാസം ആയപ്പോഴത്തേക്ക് എന്റെ കാല് മുഴുവൻ സ്വെല്ലിങ്. സാധാരണ എല്ലാവരും പ്രഗ്നൻസിയുടെ ലാസ്റ്റ് സ്റ്റേജിലാണ് എല്ലാവരുടെയും കാല് നീരുന്നത്. പക്ഷെ ഇന്ന് 4-ാം മാസം ആയപ്പോഴേ എന്റെ കാലിൽ ഫുള്ള് നീരായി. പിന്നെ വോമിറ്റിംഗ് ആയി, ഫുഡ് കഴിക്കാൻ വയ്യ, ഛർദിൽ ഭയങ്കരം, അങ്ങനെ പ്രശ്നമായി. 4-ാം മാസത്തിൽ എന്റെ മമ്മി എന്നെ കാണാൻ വന്ന്, എന്റെ വീട്ടിൽ നിന്ന് എന്റെ മമ്മിയും പപ്പയും കൂടെ കാണാൻ വന്നിട്ട് എനിക്ക് സ്റ്റെപ്പ് ഒന്നും കയറാൻ വയ്യ, എന്നെ പിടിച്ച കെട്ടുന്നു. പക്ഷെ ഒരു 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അവിടെ വടശ്ശേരിക്കര അടുത്ത് നദിയുണ്ട്. അപ്പൊ ഞങ്ങളുടെ വീട് മേളിലായിട്ട് കുറച്ച് താഴോട്ട് ഇറങ്ങണം. എനിക്കപ്പം ഞങ്ങളുടെ വീട് ആറ്റിത്തറമ്പിലാണ്. അപ്പൊ എനിക്ക് അവിടെ ചെന്നാലും തുണി കഴുകാനും പാത്രം കഴുകാനും ഒക്കെ എനിക്ക് ആറ്റി പോകുന്നത് ഇഷ്ടം. എനിക്ക് ഈ തൊട്ട് വരട്ടിയുള്ള വെള്ളം, പൈപ്പ് വെള്ളത്തിൽ അങ്ങനെ കഴുകിയുള്ള ശീലമില്ല. വിശാലമായ വെള്ളം ഉപയോഗിച്ചുള്ള ശീലം കൊണ്ട്. അപ്പൊ 4-ാം മാസമൊക്കെ കഴിഞ്ഞപ്പോൾ 5-ാം മാസം ആയപ്പോഴത്തേക്കും ഞാൻ മമ്മിയും പപ്പായും ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് പോയപ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചോണ്ട് പതിയെ ഇറങ്ങി ആറ്റിൽ പോയി കുളിക്കുകയും നനയ്ക്കുകയും പിന്നെ അങ്ങനെ പതിയെ ഇറങ്ങി എല്ലാം പോയി കുളിക്കുകയും ചെയ്യും. 7-ാം മാസം ആയപ്പോഴത്തേക്കും എല്ലാം സാധാരണ പെൺപിള്ളേരെ വീട്ടിൽ പ്രസവം നടക്കുമ്പോൾ വിളിച്ചോണ്ട് പോകേണ്ട അവസ്ഥയാണ്. അപ്പൊ ഭയങ്കര വെള്ളപ്പൊക്കം ആയപ്പോഴത്തേക്ക് എന്നെ വിളിച്ചോണ്ട് പോകാൻ പറ്റുന്ന അവസ്ഥ. മമ്മി വിളിച്ചു പറഞ്ഞു, ഇവിടോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീട്ടിൽ മുഴുവൻ ഈർപ്പമാണ്, തറയിടാത്തോണ്ട് ഈർപ്പമാണ്, അവിടെ കാലിലുള്ള നീരുണ്ട്, അതുകൊണ്ട് ഒരു ഇച്ചിരി നിൽക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ 7-ാം മാസമായപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ശരീരത്തിന് ഭയങ്കര അസ്വസ്ഥകളാണ്. എനിക്ക് ഛർദിയില, ഒന്നും കഴിക്കാൻ വയ്യ, ഫുഡ് എനിക്ക് എന്താ എന്റെ ദേഹം ആരോട് പിടിച്ച് അമുക്കുന്ന പോലെ എനിക്ക് എന്നും അങ്ങ് വോമിറ്റിംഗ്, എന്ത് കഴിച്ചാലും വോമിറ്റിംഗ്. പക്ഷെ ഞാൻ ഛർദിക്കുമ്പം സാധാരണ വോമിറ്റിങ്ങിന്റെ സൗണ്ടല്ല കേൾക്കുന്നത്, നമ്മളെ ഈ ഒരു അലറുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. എന്റെ വോമിറ്റിങ്ങിന്റെ സൗണ്ട് വരുമ്പോൾ നമ്മുടെ അലറുന്ന പോലത്തെ സൗണ്ട്. അങ്ങനെ 7-ാം മാസം ആയപ്പോഴത്തേക്കും സന്ധ്യക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും കൂടി പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും ഞാൻ നല്ല ശക്തമായിട്ട് മമ്മി പറഞ്ഞു നീ മേളിൽ ഇരുന്നോളാം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ താഴെ ഇരുന്നോളാം. നല്ല ശക്തമായി ആരാധിച്ചപ്പോഴത്തേക്ക് എന്നെ എന്തോ പിടിച്ചു മുറുക്കുന്ന പോലെ, എന്നെ ഭയങ്കര എന്റെ ശരീരത്തിൽ എന്തോ ഒരു സാധനം എന്നെ മുറുക്കുന്ന പോലെ എനിക്കൊന്ന് ഭയങ്കരമായിട്ട്. അപ്പൊ ഞാൻ ശക്തമായിട്ട് ആരാധിച്ചു. ആരാധിച്ച് നല്ല ശക്തമായിട്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചപ്പോൾ എന്റെ ശരീരത്തിൽ എന്തോ വിട്ടുമാറുന്ന പോലെ ഞാനൊരു സ്വതന്ത്രം നല്ല ശക്തമായി ആരാധിച്ച് ഞാൻ തന്നെ പ്രാർത്ഥിച്ച് എന്റെ ശരീരത്തിൽ എന്തോ ബന്ധനം ഉണ്ടായിരുന്നു. ഞാൻ തന്നെ ശാസിച്ച് ഞാൻ തന്നെ അഴിക്കുവാനിടയാ. അപ്പൊ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. 12-ാമത്തെ വയസ്സിൽ ഞാൻ പ്രവചന ശക്തി പ്രാപിച്ചായിരുന്നു. 12-ാം വയസ്സിൽ എനിക്കൊരു പ്രവചനത്തിന്റെ ദൈവം എന്റെ ആത്മാവിനെ തന്നായിരുന്നു. ഞാൻ കൊച്ചിലെ സഭയിൽ ഞാൻ പ്രവചിച്ചിട്ടുണ്ട്. അങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ പ്രവചിച്ചു. സഭയോടുള്ള ദൂതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊക്കെ നമ്മുടെ ചർച്ചിലെ വലിയ ആന്റിമാരൊക്കെ പ്രവചിക്കുമ്പോൾ നമ്മൾ കൊച്ചുപിള്ളേരൊക്കെ പ്രവചിക്കാതെ ഒരു ഒതുക്കി വെച്ച അവസ്ഥയുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് ഞാൻ അങ്ങനെ ഉപവാസ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ അനിയനോടൊക്കെ ആണെങ്കിൽ ഞാൻ ദൈവം തരുന്ന ആലോചനകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അന്ധകാര ശക്തി അത് ആരാധിച്ചത് വിടുതലേറ്റെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും 9-ാം മാസം എന്റെ വീട്ടുകാരെന്നെ വിളിച്ചോണ്ട് പോയി. 9-ാം മാസമായപ്പോ വിളിച്ചോണ്ട് പോയി. ആ സമയത്ത് ഇവിടെ ഹസ്ബൻഡിന്റെ പെങ്ങടെ കല്യാണാലോചന നടന്നല്ല, കല്യാണാലോചനയായി സെറ്റിലായി. എനിക്കപ്പം ഒക്ടോബർ 17-ാം തീയതി എനിക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്. അവിടെ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലാണ് എന്നെ കാണിച്ചോണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ഡേറ്റ് തരുന്നത് ഒക്ടോബർ 17-ാം തീയതി 2013 ഒക്ടോബർ 17-ാം തീയതി എനിക്ക് അഡ്മിറ്റ് ആകണമെന്നുള്ള ഡേറ്റ് വന്നു. പക്ഷെ അന്ന് ഒക്ടോബർ 17-ാം തീയതി അഡ്മിറ്റ് ആകേണ്ട ദിവസമാണ് എന്റെ നാത്തൂന്റെ കല്യാണം, എന്റെ ഹസ്ബൻഡ് പെങ്ങളുടെ കല്യാണം. അവിടെ എന്റെ ഹസ്ബൻഡും ഒരനിയനും പെങ്ങളുമാണ്, അവർ 3 പേരാണ്. പെങ്ങളുടെ കല്യാണം. അപ്പം വീട്ടിൽ നിന്ന് എല്ലാവർക്കും കല്യാണത്തിന് പോകണം. എന്റെ ആങ്ങളയ്ക്ക് പോകണം, ആങ്ങളുടെ ഭാര്യയ്ക്ക് പോകണം, 2ാമത്തെ ചേച്ചിക്ക് പോകണം. അപ്പൊ എന്റെ മൂത്ത ചേച്ചിയുടെ ഒരു മോനുണ്ട്, ഭയങ്കര വികൃതിയാണ്. അവൻ ഡൽഹിയിലായിരുന്നു കുറച്ചു നാള്. ഡൽഹിയിൽ നിന്നപ്പം തന്നെ അവൻ വികൃതിയായിരുന്നു. കൊച്ചു വികൃതിയായിട്ട് ഒരു ദിവസം ചർച്ചിൽ പോയിട്ട് ചർച്ചിലായിരുന്നു പറഞ്ഞ കൂട്ടത്തിൽ ചർച്ചിന്റെ കിച്ചണിൽ പോയി പിച്ചാത്തി എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ ഒരു കൊത്ത് തന്നു. ഇവിടെ അത്രയ്ക്ക് അവനൊരു വികൃതിയാണ്, ഒരു കുസൃതിയാണ്. അപ്പം അവനൊരു കുസൃതി ആയതുകൊണ്ട് എല്ലാവർക്കും അവനെ കൊണ്ടുപോകാൻ മടി. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ പോകുന്നില്ലെന്ന് പറഞ്ഞു. അമ്മ പോകാത്തതുകൊണ്ട് അമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇവനെ നിർത്തിയിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് നിങ്ങളെല്ലാം കല്യാണത്തിന് പോകും. ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു 17-ാം തീയതിയുള്ള ഡേറ്റ് ഞാൻ പറഞ്ഞു എനിക്ക് 17-ാം തീയതി അഡ്മിറ്റ് ആകാൻ പറ്റത്തില്ല, ഇതുപോലെ സാഹചര്യമാണ്, ഞാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വന്നോളാം, ഞാൻ 19-ാം തീയതി വന്ന് അഡ്മിറ്റ് ആയിക്കോളാം എന്നുള്ളത് എന്റെ അഡ്മിഷൻ ഡേറ്റ് ഞാൻ മാറ്റിയെടുത്തു. എടുത്തിട്ട് എല്ലാവരും 17-ാം തീയതി കല്യാണത്തിന് പോയി. 17-ാം തീയതി കല്യാണത്തിന് പോയിട്ട് അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പം ഇവനെ കുളിപ്പിക്കാൻ വേണ്ടി, ഇവനെന്ന് ഏകദേശം 5 വയസ്സ് കാണും. പക്ഷെ 5 വയസ്സുണ്ടല്ലോ ഇവൻ നല്ല തക്കടിമുണ്ടനാണ്, നല്ല വണ്ണം, നല്ല മിടുക്ക കുട്ടനാണ്. അപ്പൊ ഇവനൊരു 5-6 വയസ്സുണ്ട്. ഇവനെ കുളിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആറ്ററമ്പാണ്. അപ്പൊ എന്റെ പപ്പയുടെ വള്ളം, അപ്പൊ ചെറിയ വള്ളമുണ്ട്, പപ്പ തൊഴിഞ്ഞു പോകുന്ന വള്ളമുണ്ട്. ആ വള്ളത്തിന്റെ കൊമ്പ് നമ്മൾ ആറ്റിന്റെ സൈഡിൽ കുത്തി ഇട്ടിട്ട് വെള്ളം കെട്ടിയിടും.
ഇപ്പം വള്ളത്തിന്റെ കൊമ്പ് നമ്മൾ കടവിൽ ഇറങ്ങുന്നത്, ആ കൊമ്പ് കടവിലായിട്ട് ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുമ്പോൾ കൊമ്പ് അങ്ങോട്ട് മാറ്റിയിട്ടാണ് നമ്മൾ ഇറങ്ങി കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പം അമ്മ വെള്ളം ചൂടാക്കി തന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞപ്പോ ഇവനെ ഞാൻ ഡൽഹിയിൽ നോക്കിയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു അവനെ ഞാൻ കുളിപ്പിക്കാന്ന് പറഞ്ഞ് ഞാൻ കടവിലിറങ്ങി. ഇവനെ കുളിപ്പിക്കാൻ വേണ്ടി ഞാൻ ദേഹത്ത് വെള്ളമൊക്കെ ഒഴിച്ച് സോപ്പൊക്കെ തേച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇവനെ ലാസ്റ്റ് തോർത്താൻ നേരം ഇവന്റെ ഷഡ്ഡി ഒന്ന് ഊരാന്ന് കണ്ട്, കുഞ്ഞല്ലേ അവന്റെ ഷഡ്ഡി ഒന്ന് ഊരാന്ന് കണ്ട് ഇവൻ അവന്റെ ഇതിൽ വെച്ച് ഒറ്റ തള്ളു തന്നു. തള്ളു തള്ളിയപ്പോ വള്ളത്തിന്റെ കൊമ്പ് പുറകോട്ടെ പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന ഞാന് എനിക്ക് അന്നപ്പോഴത്തെ ആ അവസ്ഥ പറയാൻ പറ്റുന്നത്. കാരണം ഞാൻ പൂർണ്ണ ഗർഭിണിയാണ്. എനിക്ക് അഡ്മിറ്റ് ആകേണ്ട ദിവസം അന്നാണ്. ഇവൻ ആ തെള്ളി ആയപ്പോ ഞാൻ പുറകോട്ട് വള്ളത്തിന്റെ കൊമ്പേ പോയി വീഴത്തുക്കല്ല. എനിക്കറിയത്തില്ല, എന്നെ ആരോ താങ്ങി എന്ന് പറഞ്ഞാൽ എന്റെ ദൈവമേ എന്നൊന്ന് വിളിച്ചുള്ള അടുത്തിരിക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള ആന്റിമാർ എന്റെ ദൈവത്തിന്റെ വിളിയുടെ ശബ്ദം കേട്ടായിരിക്കും. അവരൊക്കെ എന്താണെന്ന് ചോദിച്ചു ഓടി വരുമ്പോഴത്തേക്കും എനിക്ക് ഞങ്ങളുടെ അലക്കാൻ മേളിൽ കല്ലിട്ടിട്ടുണ്ടായിരുന്നു. കല്ലേൽ എവിടെയോ പിടുത്തം കിട്ടി എന്റെ ബാലൻസ്. അവിടെ ആരോ പിടിച്ചു നിർത്തുന്ന പോലെ ഞാൻ ഓർത്തു, ഞാൻ ആ സാഹചര്യത്തിൽ ഞാൻ വീണിരുന്നെങ്കിൽ ആ വള്ളത്തിന്റെ കൊമ്പയിലോട്ട് എന്റെ പുറകിൽ ചെന്ന് അടിക്കപ്പെട്ടു. ഇങ്ങനെ തള്ളിയപ്പം പുറകിൽ ചെന്ന് അടിക്കത്തുള്ളൂ. ഞാനും എന്റെ കുഞ്ഞും നഷ്ടപ്പെട്ടു പോകും. ആ വീഴ്ചയില് എന്റെ കുഞ്ഞിന് അപകടം പറ്റാൻ, കാരണം ആറ്റിലാണ്, അതിന്റെ താഴെ കല്ലാണ്. വള്ളത്തിന്റെ കൊമ്പിൽ വീണില് താഴെ കല്ലുകളാണ് കിടക്കുന്നത്, വലിയ കല്ലുകളാണ് കിടക്കുന്നത്. അവിടെ വീണ് എനിക്ക് എന്തെങ്കിലും സംഭവിക്കും, അല്ലെ ഒന്ന് എന്റെ കുഞ്ഞ് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെടാം, എന്തെങ്കിലും ഒക്കെ ഒന്ന് സംഭവിക്കാം. പക്ഷെ ദൈവത്തിന്റെ കാര്യം പിടിച്ചു നിർത്തിയ പോലെ, ആരെന്നെ പിടിച്ചു നിർത്തിയ പോലെ ഞാൻ ദൈവമേന്ന് വിളിച്ചോളൂ. ദൈവമേന്ന് വിളിച്ചിട്ട് ഞാൻ ആ കടവിൽ പിടിച്ച് കയറി കുറച്ചു നേരം അവിടെ നിന്നിട്ട് കയറിയിട്ട് ഞാൻ 2-3 അതിന്റെ ആ വിഷമത്തിന് മുന്നേ അടിച്ചു. അടിച്ചപ്പോഴേക്കുകയാണ് അപ്പുറത്ത് കൊടുക്കുന്ന ആൾക്കാരെ ചോദിച്ചിട്ട് അമ്മ വഴക്ക് പറയുന്നു, അമ്മയുടെ പേര് ഏലിയാമെന്നോ. ഏലിമ അല്ലാതെ ഈ കൊച്ചിനെ ഇവനെ കുളിപ്പിക്കാൻ വിടുവോ, ഇവനോട് അവള് പറഞ്ഞു അവള് കുളിപ്പിച്ചോളെന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. ഈ സമയത്ത് ഷിനുവിന് ഇറങ്ങാമോ അങ്ങനെ. അപ്പൊ ഞാൻ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ അന്ന് ആ സമയത്തൊന്ന് പോകും. അപ്പൊ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടക്കാണ്. ഞാൻ ഈ വയറ് വെച്ചോണ്ട് ഞാൻ പോകുമ്പം അടുത്തുള്ള ആന്റിമാരെ ഒക്കെ പറയും, കൊച്ചെ ഈ സമയത്ത് സന്ധ്യക്ക് ഇറങ്ങി നടക്കല്ലേ, തിരിച്ച് 9 മണിയാകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ കൊച്ചിങ്ങനെ ഇറങ്ങി നടക്കല്ലേ, അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഞായറാഴ്ച ദിവസം ഞാൻ ആരാധനയ്ക്ക് പോയിട്ട് പോയി കഴിഞ്ഞ് ഞാൻ കടയിൽ മുട്ടായി കഴിഞ്ഞു അവിടെ വല്ലാതെ ബോധാവസ്ഥ വന്നു. ചർച്ചിൽ നിന്ന് ആൾക്കാർ വന്നാണ് എന്റെ ചർച്ചിന്റെ അടുത്തോട്ട് പോയി കിടക്കുന്നത്. അങ്ങനെ അപ്പൊ ആ ഒരു സംഭവമൊക്കെ അറിഞ്ഞോണ്ട് എല്ലാരും പറഞ്ഞു എല്ലാം സൂക്ഷിക്കണ്ട, എന്തിനാ വിഷയം പോയി. പക്ഷെ ദൈവം ആ സമയത്ത് എന്റെ തലമുറയെ തരത്തില്ലെന്ന് 4 മാസം കൊണ്ട് ആന്റി പ്രവചിച്ചു പറഞ്ഞു, എനിക്ക് ഈ തലമുറയെ തരത്തില്ലെന്ന് ശത്രുവായവൻ വാദിക്കുന്നുണ്ട്. പക്ഷെ അന്ന് മുതൽ ഞങ്ങൾ വയറെ കൈവച്ച്, ഞങ്ങൾ ഈ കുഞ്ഞു ഉദരത്തിന് ഉരുവായ നിമിഷത്തിൽ ഈ വയറെ കൈവച്ച് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പ്രാർത്ഥിക്കും, കർത്താവേ നീ തന്ന തലമുറയാണെങ്കിൽ ഇതിനെ ഞങ്ങൾക്ക് തരണം, ഇത് ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ഉള്ളതാണെന്ന് പറഞ്ഞു. ഞങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട എനിക്ക് പൈതൃക തിരുവനന്തപുരം, ഒരു പെൺപൈതൃക തിരുവനന്തപുരം. ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ 3 പ്രാവശ്യം ഞാൻ ഹോസ്പിറ്റലിൽ പോയി പെയിനായിട്ട്. 3 ഹോസ്പിറ്റലിൽ പെയിനായിട്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ അവര് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ പോകും. പിന്നെ പോകും, വണ്ടി പിടിച്ച് വീട്ടിൽ നിന്ന് വണ്ടി പിടിച്ച് കൊണ്ടുപോകും, പിന്നെ പോകും. 3ാമത്തെ പ്രാവശ്യം പോയപ്പോൾ ആങ്ങളെ എന്നോട് പറഞ്ഞു, ഇനി നീ പ്രസവിക്കാതെ വീട്ടിൽ കയറിയേക്കുന്നു, ഇനി നീ പ്രസവിച്ചാൽ ഇല്ലെങ്കിൽ നിന്നെ ഹോസ്പിറ്റലിൽ നിന്നോട് കൊണ്ടുവരത്തില്ല, നിന്നെ ഇനിയിപ്പോ ഡെലിവറി കഴിഞ്ഞ് കൊണ്ടുവരുന്നു. അങ്ങനെ ഇപ്പം ആ സമയത്ത് ഡെലിവറിയുടെ സമയത്ത് ബ്ലഡിന് വേണ്ടിയുള്ള ആൾക്കാരെ ഏർപ്പാടാക്കി നിർത്തി, അങ്ങനെയെല്ലാം നിർത്തി. അന്ന് 10 പേരുണ്ട് ഹോസ്പിറ്റൽ ഡെലിവറിക്ക് വേണ്ടിയുള്ള പേഷ്യൻസ്. 10 പേഷ്യൻസില് 6 പേഷ്യന്റ് ഡെലിവറി കഴിഞ്ഞു. 6 പേഷ്യന്റ് ഡെലിവറി കഴിഞ്ഞു. 3 പേഷ്യന്റിനെ സിസേറിയന് കൊണ്ടുപോയി, പ്രോഗ്രസ് ഒന്നും ഇല്ലാഞ്ഞിട്ട്. 10ാമത്തെ ഒരു വ്യക്തി ഞാൻ മാത്രമുണ്ട്. അന്ന് സാഹിബിന്റെ ആശുപത്രി ഇരിക്കുന്ന ഡോക്ടർ നല്ല വണ്ണമുള്ളതാണ്. പുള്ളിക്കാരി നീളം കുറഞ്ഞ നല്ല വണ്ണമാണ്, പുള്ളിയുടെ കൈയൊക്കെ ഇത്രയാണ്. അപ്പൊ പുള്ളിക്കാരി ഒരു പ്രാവശ്യം നമ്മളെ ചെക്ക് ചെയ്യപ്പെടുന്ന നമുക്ക് ഭയങ്കരമായിട്ടുള്ള വേദന പ്രശ്നങ്ങളുമാണ്. അങ്ങനെ 4 മണിയായപ്പോഴത്തേക്ക് എന്റെ ഹസ്ബൻഡ് വടശ്ശേരിക്കരയിൽ വന്നിരിപ്പുണ്ട്. അപ്പൊ അവിടെ നമ്മള് എടുത്തേക്കുന്ന വാർഡില് ജെൻസിനെ നിർത്തത്തില്ല, എടുത്തേക്കുന്ന ആ റൂമിൽ സെമി പ്രൈവറ്റ് പോലെ റൂമാണ്, അവിടെ ജെൻസിന് അലൗഡ് അല്ല. അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്റെ വീട്ടിൽ പോകത്തുമില്ല. അവർ ഹസ്ബൻഡ് തിരിച്ച് വടശ്ശേരിക്കര പോകും. അപ്പൊ 4 മണി നിന്നിട്ട് 4:30 ആയപ്പോഴത്തേക്ക് ഡോക്ടർ വന്ന് പറഞ്ഞു, പ്രോഗ്രസ് ഒന്നും കാണുന്നില്ല, ഇതുപോലെ 3 പേര് സിസേറിയൻ കഴിഞ്ഞ് ഈ പുള്ളിക്കാരി മാത്രമേ ഉള്ളൂ അകത്ത്, പ്രോഗ്രസ് ഒന്നും കാണുന്നില്ല, എന്തായാലും കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ സിസേറിയൻ ചെയ്യുള്ളൂ പറഞ്ഞു. അപ്പൊ മമ്മി പറഞ്ഞു, മോനെ നീ അത്രയും ദൂരം പോകണ്ട, തിരുവല്ലാന്ന് വടശ്ശേരിക്കര വരെ പോകണ്ടല്ലേ, നീ അങ്ങ് പൊക്കോ, എന്തേലും ഉണ്ടെങ്കിൽ ഇവിടെ ആങ്ങളയുണ്ട്, പിന്നെ ബ്ലഡിന് ഡൊണേറ്റ് ചെയ്യുന്ന ആളുണ്ട്, മമ്മിയുണ്ട്, എന്റെ ചേട്ടത്തിയുണ്ട്, എല്ലാവരും ഉണ്ട്, നീ അങ്ങ് പൊക്കാൻ പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് അങ്ങ് പോയി. ഹസ്ബൻഡ് ചെന്ന് വീട്ടിലൊരു 6:30 ആയപ്പം കേറി ഡോക്ടർ. ഞാനപ്പോ അവിടെ കിടന്നിട്ട് എല്ലാരും കരയുകയും ബഹളമൊക്കെ വെക്കുന്ന വെളിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്റെ ഒരു സൗണ്ടും വെളിയിലോട്ട് കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ എന്താ സൗണ്ട് വെക്കുന്നില്ല, ഞാൻ ദൈവമേ ദൈവമേ എന്നുള്ള വിളി മാത്രമേ ഉള്ളൂ. അപ്പം ഒരു 4:30 കഴിഞ്ഞ് ചെക്ക് ചെയ്തു, ഒരു 6 മണിയായപ്പോ എന്നെ ഡോക്ടർ വീണ്ടും ചെക്ക് ചെയ്തു കേട്ട് പറഞ്ഞിട്ട് പ്രോഗ്രസ് ഒന്നും ഇല്ല. അപ്പൊ ഒരു 6 മണി കഴിഞ്ഞ് ചെക്ക് ചെയ്ത ശേഷം എനിക്ക് പെട്ടെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഇനി എനിക്ക് വേദന സഹിക്കാൻ വയ്യ, കാരണം ഞാൻ രാവിലെ തുടങ്ങി വേദന സഹിച്ചു കിടക്കുമോ,
കർത്താവ് ഇനി എനിക്ക് വേദന സഹിക്കാൻ വയ്യ, ഒന്നിൽ നീ എന്നെ അങ്ങ് വിളിക്കണം. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഒന്നിൽ നീ എന്നെ അങ്ങ് വിളിക്കണം, അല്ലെങ്കിൽ ഞങ്ങളെ രണ്ടുപേരും രണ്ടാക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് അത്ഭുതം എന്ന് പറയട്ടെ, ആ 6:40 ആയപ്പോഴേ ഒരു സുഖകരമായ ഒരു നോർമൽ ഡെലിവറി നടന്നു. അപ്പം ഞങ്ങൾ അന്ന് തുടങ്ങി ആഗ്രഹിക്കുന്നത്, എന്റെ ഹസ്ബൻഡിന് ഈ പ്രശ്നമൊക്കെ ഉള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ഒരു ആൺതലമുറയെ ആഗ്രഹിക്കുന്നത്. ഹസ്ബൻഡ് പക്ഷെ അതിന് മുമ്പ് ദർശനം കണ്ടു, ഒരു ഫ്രോക്ക് ഇട്ട് ഒരു മോളെ ഹസ്ബൻഡ് ദർശനം കണ്ടു, ഷൂസ് ഒക്കെ ഇട്ട് ആറ്റുകടവിൽ ഇങ്ങനെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു, ഷൂസ് ഒക്കെ ഇട്ട് കുഞ്ഞിനെ പെൺകുഞ്ഞിനെ കാര്യം ഹസ്ബൻഡ്. അപ്പൊ ഇവർ ഡോക്ടർ എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിനെ ഇവരും കൂടെ എടുത്തപ്പോഴത്തേക്കും ഈ നേഴ്സ് പറയുന്ന കാര്യങ്ങളാണ്. നേഴ്സ് പറയുന്ന ഒരു കാര്യങ്ങളാണ്, അയ്യോ ഡോക്ടറെ ഇവിടെ ഐബ്രോ കണ്ടു. അപ്പൊ മോളുടെ ഐബ്രോ ഇങ്ങനെ നല്ല എഴുതി വരച്ചോ, നല്ല കട്ടി മുടിയൊക്കെ ഇവിടെ നല്ല ഇങ്ങനെ തൂങ്ങിക്കിടക്കണം. അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് നോർമൽ ഡെലിവറി കഴിഞ്ഞ് ഞാൻ ആഹാ അവരോട് ചോദിച്ചു എന്താന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു ആഹാ പപ്പയുടെ ആഗ്രഹം പോലെ ഇനി വന്നല്ലോ. ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു, പപ്പന്റെ ആഗ്രഹം സാധിച്ചല്ലോ. അതപ്പോ ഡോക്ടറെ വിളിച്ചു, എന്താ അങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞു എന്റെ ഹസ്ബൻഡിന് മോളെയായിരുന്നു ഇഷ്ടം എനിക്ക്. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് ആണായിരുന്നു. ഞാൻ പറഞ്ഞു ആണായാലും പെണ്ണായാലും ഇപ്പം ദൈവം തന്ന തലമുറ, എനിക്ക് ദൈവം തന്നല്ലോ, എനിക്ക് എന്റെ ആഗ്രഹമാണ് ആണ് വേണമെന്നുള്ളത്. പക്ഷെ പെങ്കൊച്ചിനെ തന്നതിലും ദൈവം ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട തലമുറയിലെ തന്നു. അപ്പം എനിക്ക് വെയിൻസ് കിട്ടത്തില്ല. എനിക്ക് വെയിന് നേരത്തെ ഓപ്പറേഷന്റെ സമയത്ത് എനിക്ക് വെയിൻ കിട്ടത്തില്ല. എനിക്ക് വെയിൻ എന്തോ പ്രശ്നമുണ്ട്, ത്രോംബോസിസ് ആകും, എനിക്ക് വെയിൻ കിട്ടത്തില്ല. അപ്പൊ എനിക്ക് ഡെലിവറി കഴിഞ്ഞ സമയത്തേക്ക് എന്റെ വെയിൻ ഒക്കെ സ്വെല്ലിങ് ആയി. അപ്പം അവർക്ക് ആ ഡെലിവറി കഴിയുന്ന സമയത്തുള്ള ഇഞ്ചക്ഷൻ സിന്തോയോ മെദർജിനോ ഒന്നും തരാൻ എനിക്ക് IV കിട്ടുന്നില്ല. അപ്പം അവരെന്നോട് ഫ്ലൂയിഡ് ഇടാൻ പറ്റുന്നില്ല എനിക്ക്. അപ്പം പറഞ്ഞു, എന്നെ ഷിഫ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു യൂറിൻ പാസ് ചെയ്യണം, ഒരു കാര്യം ചെയ്യും കുറെ വെള്ളം കുടിക്കുക, യൂറിൻ പാസ് ചെയ്താലും ഞങ്ങൾക്ക് വാർഡിലേക്ക് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുഞ്ഞു വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഡെലിവറി കഴിഞ്ഞ സന്തോഷം, ആ ഒരു സന്തോഷമാണ് പെട്ടെന്ന് വെള്ളം കുടിക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് എനിക്ക് 103 ടെമ്പറേച്ചർ എനിക്കുണ്ട്. കുഞ്ഞിനെ ആദ്യത്തെ ഫീഡ് കൊടുത്തിട്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പം എന്നെ കേൾക്കുന്നവരോട് പറയാൻ എനിക്കൊരു കാര്യമുണ്ട്. നമ്മുടെ ലോക വൈദ്യന്മാർ പറയും അസാധ്യമാണ്, ഉണ്ടാകത്തില്ല, തലമുറകളെ തരത്തില്ല, തന്നാലും അബോർഷനായി പോകുമെന്ന് പറഞ്ഞ കാര്യമുണ്ട്. കാരണം നമ്മുടെ നിർജീവത്വത്തിന് പ്രവർത്തിച്ച ദൈവത്തിന് പരിശുദ്ധാത്മാവ്, സാറയുടെ നിർജീവത്തിൽ പ്രവർത്തിച്ച ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കാൻ ശക്തമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങൾ തലമുറ ഇല്ലാത്തവരായിരിക്കും, തലമുറ ഉണ്ടാകത്തില്ല എന്ന് നിങ്ങളോട് ഒരുപക്ഷെ ഡോക്ടർമാർ വിധി എഴുതിയേക്കാം. പക്ഷെ നമ്മൾക്കൊരു തലമുറയെ തരുവാൻ ദൈവ വിശ്വസമാണ്. എന്റെ ജീവിതത്തിലെ അനുഭവമാണ് ഞാൻ പറയുന്നത്. കാരണം ഉണ്ടായാലും അബോർഷനായി പോകും, തലമുറ ലഭിക്കത്തില്ല. 4-ാം മാസം പ്രശ്നം, 2-ാം മാസം ബ്ലീഡിങ് ആയി, 4-ാം മാസം പ്രശ്നമായി, ലാസ്റ്റില് ഫുൾ പ്രഗ്നന്റ് ആയ സമയത്ത് നദിയിലേക്ക് വീഴുവാനിടയിൽ. എന്നാൽ അതുകൂടെ ഒക്കെയും ദൈവം താന്നു, നമ്മൾക്ക് ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. കാരണം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 36-37 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു, മച്ചി എന്ന് പറഞ്ഞവർക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. നമ്മുടെ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ദൈവത്തിന് വിശ്വസിക്കുന്നവർക്ക്, കാരണം ഞാൻ ദൈവത്തിന് വിശ്വസിക്കും. കാരണം എന്റെ കുഞ്ഞ് ആദ്യം പറഞ്ഞു തലമുറ ഉണ്ടാകത്തില്ല, ഉണ്ടായി തന്നെ അബോർഷനായി പോകും, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ദൈവം എനിക്കൊരു തലമുറ തന്നു. ഞാൻ എന്റെ കുഞ്ഞിനെ ദൈവം തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ദൈവത്തിന് വേണ്ടിയുള്ള പൈതലാണ്. അങ്ങനെ ഞാൻ 10-ാം ക്ലാസ്സിൽ വെച്ച് പറഞ്ഞ പോലെ എന്റെ കുഞ്ഞിന് കൃപയുടെ പേരിട്ടു. 10-ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ തീരുമാനിച്ച പേരാണ്. കൃപയെന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം തന്ന ദാനം. അന്നേ ദൈവം ഉദ്ദേശിച്ചതാണ്, അർഹതയില്ലാതെ ലഭിച്ച ദാനമായോണ്ടായിരിക്കും അന്നേ ദൈവം അവർക്ക് കൃപ എന്നുള്ള പേരിടണമെന്ന് ദൈവത്തിന് മുന്നേ പ്ലാന് പദ്ധതിയുണ്ട്. നമ്മുടെ ഒരു പക്ഷെ അറിയാതെ പറഞ്ഞു പോയായിരിക്കും. ഞാൻ അന്നത്തെ എന്റെ ആ ഒരു ത്രില്ലിൽ പറഞ്ഞു പോയതായിരിക്കും കൃപയെന്ന് പേരിടണം. പക്ഷെ ദൈവത്തിന് ഒരു പ്ലാന് പദ്ധതി. ഞാൻ ഒന്ന് ഓർത്തു, ഞാൻ 10-ാം ക്ലാസ്സിൽ വെച്ച് അപ്പൊ എന്റെ ഹസ്ബൻഡ് അനിയൻ പറഞ്ഞു നമുക്ക് ഗ്രേസ് എന്ന് പേരിടാം. അത് ചേട്ടത്തിന്റെ ഗ്രേസ് എന്ന് വെച്ചാലും കൃപയെന്ന് തന്നെയാണല്ലോ. ഞാൻ പറഞ്ഞു വേണ്ട, കൃപയെന്ന് തന്നെ പേരിടണമെന്ന് പറഞ്ഞു. കൃപ സി ബിജു, സി എന്നുള്ള ചുവന്നവളാക്കാൻ കൊടുത്തു, ബിജു ഹസ്ബൻഡ് പേര്, കൃപ സി ബിജു. ഞാൻ പറഞ്ഞു ഗ്രേസ് സി ബിജു എന്ന് വെച്ചാൽ ഗ്രേസി എന്നായിപ്പോ, അത് ഗ്രേസി ആയിപ്പോ അവസാനം വിളിക്കുമ്പം. അവിടെ ഗ്രേസ് വേണ്ട, കൃപ എന്നുള്ള പേര് തന്നെ വന്നു പറഞ്ഞു. അപ്പം ദൈവത്തിന്റെ പ്ലാനും പദ്ധതികളും നമ്മുടെ ജീവിതത്തില് നടക്കും. അപ്പം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ, ലോകവൈദ്യന്മാർ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് എഴുതും. നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ തലമുറ ഉണ്ടാകത്തില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, പല കാര്യങ്ങളും നമ്മൾ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടി മാറ്റി വെച്ച് വിശ്വാസത്തോട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. കാരണം സാറയുടെ നൃത്തത്തിന്മേൽ പ്രവർത്തിച്ച് പരിശുദ്ധമാണെന്ന് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ എലിസബത്തിന് മച്ചിയായവൾക്ക് ഇത് 6-ാം മാസം. അപ്പം ഹന്ന ഇവരെയൊക്കെ നോക്കിയാൽ ഹന്നയ്ക്കൊക്കെ എത്ര സമയത്താണ്? കാരണം ഹന്ന മനോവസരത്തോടെ ആലയത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ പറയുന്നു വീഞ്ഞും മദ്യം കുടിച്ചിരിക്കുവാന്ന് പറഞ്ഞു.
പക്ഷെ അവള് മനോവസനത്തോട് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവർക്കൊരു ശമൂവേൽ ബാലൻ ദൈവം നൽകി. അതുപോലെ എനിക്കൊരു കൃപയെ നൽകി. എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ദൈവം തന്നതുപോലെ നിങ്ങൾക്കും ഒരു ദൈവം തലമുറയെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. എന്റെ ദൈവത്തിന് വിശ്വസിക്കുക. കാരണം ഈ ചിലർ ദൈവത്തെ വിശ്വസിക്കാറുണ്ടല്ലോ, ഈ ദൈവത്തിന്റെ മഹാത്മ്യം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം ഒന്ന് നമ്മുടെ ഉള്ളിൽ വ്യാപരിച്ചാൽ അത് വളരെ ഫലിക്കുമെന്നുള്ളത് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞതല്ല. അങ്ങനെ എന്റെ കുഞ്ഞിന് 1 വയസ്സായപ്പോഴത്തേക്കും എല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കും, വീട്ടിൽ കേക്ക് മുറിച്ചും പ്രാർത്ഥന നടത്തിയൊക്കെയാണ് നമ്മളെ ബിക്കോസാര് തുടങ്ങുന്നത്. അപ്പൊ ഞാൻ ഈ ബർത്ത്ഡേയുടെ മുമ്പ് ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് എനിക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്. ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, 1 വയസ്സിനുള്ള ബർത്ത്ഡേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും. വീട്ടിൽ എന്തായാലും പപ്പായും മമ്മി പ്രാർത്ഥന നടത്തും, അതെനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും 1 വയസ്സായതുകൊണ്ട് കേക്ക് വാങ്ങിക്കും. അവര് വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ ആരും വാങ്ങിക്കും. പ്രാർത്ഥനക്കാരുടെ മുമ്പിൽ കേക്ക് മുറിച്ചില്ലെങ്കിൽ നമ്മൾ എന്തായാലും ഒന്നൊരു കേക്ക് നമ്മുടെ സന്തോഷത്തിന് മുറിക്കും. പ്രാർത്ഥനക്കാർക്ക് നമ്മൾ ആഹാരമൊക്കെ കൊടുക്കും. പക്ഷെ അവളെ കൊണ്ട്, എനിക്ക് ദൈവം അർഹതയില്ലാതെ തന്ന ദൈവത്തിന് ദാനമാണ്. അവളെ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു. ഞാനിങ്ങനെ കുറച്ച് ദിവസം ഇവിടെ ബർത്ത്ഡേ ആകുന്നതിന് മുമ്പ് എനിക്ക് ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം എന്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്തയാണ് റാന്നി ബസ് സ്റ്റാൻഡ്. റാന്നി ബസ് സ്റ്റാൻഡില് വീട്ടിൽ കുറെ ട്രാക്ട് ഇരിക്കുന്നു. റാന്നി ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഈ കുഞ്ഞിന്റെ കൈകളിൽ കൂടെ ട്രാക്ട് കൊടുക്കും. അങ്ങനെ ഞങ്ങളുടെ വാതിക്കലിൽ കൂടെ, വടശ്ശേരിക്കരയിൽ റാന്നിയിലേക്ക് 8 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പൊ വാതിക്കലിൽ കൂടെ ഒരു ബസ്സുണ്ട്. 8:10 ആകുമ്പോഴത്തേക്കും 8:05 ഒരു കോട്ടയം തിരുവല്ല കോട്ടയം ഒരു ബസ്സുണ്ട് ഞങ്ങളുടെ വീടിന്റെ ഭാഗത്ത്. ഞാൻ ഹസ്ബൻഡ് ഉപവാസത്തോടെ ഞങ്ങൾ രാവിലെ ബസ്സിന് കയറി. 8 മണിയായപ്പോ ആ ബസ്സിന് കയറി 8:20 ആയപ്പോഴത്തേക്കും ഞങ്ങൾ റാന്നി ബസ് സ്റ്റാൻഡിൽ ചെന്നു. ഞങ്ങളൊരു 10:30 വരെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ട്രാക്റ്റുകൾ എന്റെ കുഞ്ഞിന്റെ കയ്യിൽ കൂടെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്ന് ട്രാക്ട് കൊടുക്കുമ്പോൾ ഞങ്ങളല്ല കൊടുക്കുന്നത്, കുഞ്ഞാണ് കൊടുക്കുന്നത്, കുഞ്ഞിനെ കൊണ്ടാണ് കൊടുപ്പിക്കുന്നത്. അങ്ങനെ ഏകദേശം 100-300 പേർക്ക് ആ ബസ് സ്റ്റാൻഡിൽ ആ രാവിലെ സമയത്ത് സ്കൂളിൽ പോകുന്നവര്, വരുന്നവരെ, ജോലിക്ക് പോകുന്നവര്, പിന്നെ അവിടെ ഉള്ള കടകളൊക്കെ അപ്പൊ 8:30 ആകുമ്പോൾ 9 മണിയാകുമ്പോൾ കടകളൊക്കെ തുറന്നു വരുന്നു. അവിടെ എല്ലാവർക്കെല്ലാം ട്രാക്ട് കൊടുത്തു. പക്ഷെ അങ്ങനെ ട്രാക്ട് കൊടുത്ത് വന്നപ്പോഴത്തേക്ക് ഒരാളെന്റെ കൈ കൊണ്ട് 10 രൂപ. അപ്പൊ അവരോർത്ത് ഉപജീവന മാർഗത്തിന് വേണ്ടി കുഞ്ഞിനെയും കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ 10 രൂപ ഞാൻ പൈസയ്ക്ക് വേണ്ടിയല്ല, എനിക്ക് ദൈവം ഇത് അർഹതയില്ലാതെ തന്നൊരു ദൈവത്തിന്. ആ പുള്ളിയോട് ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു. ചോദിച്ചവരോട് ആ സമയത്ത് ഞങ്ങൾ ട്രാക്ട് കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് ചോദിച്ചവരോടല്ല ഞങ്ങൾക്ക് ദൈവത്തെ പറ്റി ഒരു സാക്ഷ്യം പറയുവാനുണ്ടായിരുന്നു. ആ സാക്ഷ്യം ഞാൻ പറഞ്ഞു. അങ്ങനെ കുറെ ട്രാക്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു പ്രായമുള്ളവരായിരിക്കും. ഏകദേശം ഞങ്ങളുടെ മമ്മിക്ക് ഒരു 50 വയസ്സിനോ 55 വയസ്സിന് മുകളിലുണ്ട്. മമ്മിയുടെ പ്രായമുള്ള ഒരു ആന്റിയെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആന്റിയോട്, കുഞ്ഞിനോട് പറഞ്ഞു, മോളെ ഈ ആന്റിക്ക് ട്രാക്ട് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇവര് ഇങ്ങനൊരു വെപ്പ് വെച്ചിട്ട് പറഞ്ഞു, ആന്റിയോ, നിന്റെ ആന്റി നിന്റെ വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഈ പൊടിക്കുഞ്ഞിനോട് പറയുവാണ്, നിന്റെ ആന്റി നിന്റെ വീട്ടിലാണ്. പക്ഷെ പറയുന്നത് എന്നോടാണ്. അങ്ങനെ ഒരു അനുഭവം എന്റെ 1 വയസ്സിലേക്ക്. കാരണം അവർക്ക് ആന്റി എന്ന് വിളിച്ച് ഇഷ്ടപ്പെട്ടില്ല. ക്രിസ്ത്യാനി ഒരു പുള്ളിക്കാരിയാണ്. ഹിന്ദുക്കൾ എല്ലാവരും അത് സ്വീകരിക്കുകയും ചെയ്യും. പക്ഷെ ക്രിസ്ത്യാനിയെ അവരാണ് പറഞ്ഞത് ആന്റി എന്ന് വിളിച്ചാൽ ഇഷ്ടപ്പെട്ടു. കാരണം അവരെ എന്തോ എനിക്ക് ആന്റി എന്ന് വിളിക്കുമ്പോൾ പ്രായത്തിന് മൂത്തതായോണ്ടാണ് എന്തോ അങ്ങനെ ഒരു ദുരനുഭവം ആ 1 വയസ്സിലെ ബർത്ത്ഡേക്ക് എനിക്ക് അന്ന് ആ ഒരു വിഷമം ഉണ്ടായി. കാരണം കുഞ്ഞിന്റെ കയ്യിൽ കൂടെ അവരെ ട്രാക്ട് വാങ്ങിച്ചില്ല. ആ ഒരു സ്ത്രീ മാത്രം ട്രാക്ട് വാങ്ങിക്കാതെ ഏകദേശം 350 പേർക്കോളം ഞങ്ങൾ ട്രാക്ട് കൊടുത്ത് 10:30 ആയപ്പോഴത്തേക്കും ആ കുഞ്ഞിന് ഞങ്ങൾ അവിടെ കയറി. ഞങ്ങൾ 2 നാരങ്ങ അവിടെ കുറിച്ച് കുഞ്ഞിന് ഉഴുന്നുവടയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു ഞങ്ങൾ ഫാസ്റ്റിംഗ് ആയിരുന്നു. ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് വൈകിട്ട് വീട്ടിൽ പ്രാർത്ഥന ചോദിച്ചു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടോടെ ഇറങ്ങി. പിന്നെ ആ 2 വയസ്സാകുന്ന 1.25 വയസ്സായപ്പോഴത്തേക്ക് എനിക്ക് ജോലി, വീട്ടിലെ കടകളില്ല, വീട്ടിലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകള്. കാരണം ഞാൻ അതുവരെ ജോലി ചെയ്തിരുന്ന എന്റെ കയ്യിൽ പൈസ എടുക്കാനില്ല. ഹസ്ബൻഡ് ജോലി ഇല്ലാത്തതുകൊണ്ട് ഹസ്ബൻഡ് കട നഷ്ടപ്പെടുന്ന ഹസ്ബൻഡ് കയ്യിൽ എനിക്ക് തരാനൊന്നുമില്ല. അപ്പൊ നമ്മൾ കളറുന്നാള് ജോലി ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ കയ്യിലെടുത്ത് പൈസ ചെലവഴിച്ചതുപോലെ നമ്മുടെ കയ്യിൽ എടുക്കാനില്ലായിരുന്നപ്പോഴത്തേക്കും ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിച്ചു. അങ്ങനെ ഞാൻ 2015 മോൾക്ക് ഒരു 1.25 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീണ്ടും ജോലിയോടുള്ള ബന്ധത്തിൽ 2015 യുപിയിലേക്ക് കടന്നു വരികയായി. വീണ്ടും ഇവിടെ വന്നതിന് ശേഷം എന്റെ കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നം, നാട്ടിൽ നിൽക്കുമ്പോൾ കിഡ്നി സ്റ്റോൺ ഇല്ല, ഇവിടെ വരും എനിക്ക് കിഡ്നി സ്റ്റോൺ. അങ്ങനെ കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നമായി ഓപ്പറേഷൻ എന്റെ ജീവിതത്തില് 2022 ഗോൾഡ് ബ്ലാഡർ സ്റ്റോൺ ആയിട്ട് എനിക്ക് ഗോൾഡ് ബ്ലാഡർ. അപ്പം 2018 ഞാൻ നാട്ടിൽ ലീവിന് ചെന്നപ്പോഴത്തേക്ക് എന്റെ ഫാദറിലോ, അപ്പൊ പപ്പയ്ക്ക് എപ്പോഴും BP കുറയാണ്. പപ്പ PMGയിലെ പാസ്റ്റ് ആണ്. പപ്പയുടെ പേര് CD മത്തായി, എന്റെ മമ്മയുടെ പേര് ഏരിയാവ മത്തായി. PMGയിലെ പാസ്റ്റ് ആണ് പപ്പ, ഇപ്പോഴും പാസ്റ്റ് ആണ്. പക്ഷെ പപ്പയ്ക്ക് സഭാചാർജ് ഇല്ല.
കാരണം 2018 ഞാൻ നാട്ടിൽ ലീവിൽ കടന്നു പോയപ്പോഴത്തേക്ക് പപ്പയ്ക്ക് എപ്പോഴും തലകറക്കം. അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ ബാത്റൂം പറഞ്ഞാൽ ഞങ്ങൾ ഔട്ട്സൈഡിൽ ഒരു ബാത്റൂം പണിയുമാണ്. അതിന്റെ പണിയിലെല്ലാം ഞങ്ങള് സിമെന്റ് കഷ്ട കഴുകിയ പണിയെല്ലാം നടക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പപ്പയ്ക്ക് തലകറക്കമായിട്ട് പപ്പയുടെ വീട്ടിൽ നോക്കുമ്പോൾ എപ്പോഴും പപ്പയ്ക്ക് വീട്ടിൽ പോകും. അങ്ങനെ പപ്പയെ കൊണ്ട് അപ്പം പപ്പയുടെ ചേട്ടൻ എന്നെ ഞാൻ അവിടെ ചെന്നപ്പം പപ്പയുടെ ചേട്ടൻ പറഞ്ഞു അവനെ നീ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ പപ്പ ഞാൻ പല പ്രാവശ്യം പപ്പയോട് പറഞ്ഞു എടുക്കുന്ന കാര്യത്തെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ കൊണ്ടുവന്ന് പറഞ്ഞു. ഞാൻ പപ്പയെ പറഞ്ഞു. പപ്പ വരാൻ താല്പര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ പപ്പയെ റാന്നി മർത്തോമ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം അവിടെ തിരുവല്ല ഇരിക്കുന്ന ഡോക്ടർ റെഡ്ഡി കാർഡിയോളജിസ്റ്റ് ആണ് അവിടെ ഇരിക്കുന്നത്. ആ പപ്പായ ECG ചെയ്തു. ECG ചെയ്തതിനു ശേഷം പപ്പായ ഈക്കോ ചെയ്യണമെന്ന് പറഞ്ഞു. ഈക്കോ ചെയ്തപ്പോഴത്തേക്ക് പപ്പയുടെ എറോട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ് ചെയ്യണം. പപ്പയുടെ എറോട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പപ്പയുടെ കാൽസ്യം വന്ന് അടിഞ്ഞിട്ട് പപ്പയുടെ വാൽവ് ബ്ലോക്കാണ്. വാൽവ് ബ്ലോക്ക് ആയതുകൊണ്ടാണ് പപ്പയ്ക്ക് BP ലോ ആകുന്നത്, തലകറക്കവും പ്രശ്നവും ഒക്കെ വരുന്നത്. അങ്ങനെ പപ്പയ്ക്ക് എറോട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ് ചെയ്യാതെ യാതൊരു രക്ഷയില്ല. അപ്പം ഏകദേശം അത് ഫുൾ അടങ്ങിയ കാൽസ്യം വന്ന് അടിഞ്ഞിട്ട് അത് ഫുള്ള് മൊത്തം അടയാറായി. അപ്പൊ എത്രയും വേഗം നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പൊ പുള്ളി ഡോക്ടർ റെഡ്ഡി പറഞ്ഞു നമ്മൾ തിരുവല്ല മെഡിക്കൽ മിഷനിൽ കൊണ്ടുപോകും എന്ന് പുള്ളി പറഞ്ഞു. അപ്പം പിന്നെ അങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മളെ തിരുവല്ല മെഡിക്കൽ മിഷൻ അപ്പൊ അദ്ദേഹം അവിടെ അടിക്കുന്നത് അദ്ദേഹം അതുകൊണ്ടായിരുന്നു പുള്ളി അത് റെക്കമെൻഡ് ചെയ്തത്. പിന്നെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നു ഇതിനെ പറ്റിയുള്ള സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാരും പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാം. കാരണം എറോട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ കുറഞ്ഞൊരു 4 ലക്ഷം രൂപയാവും പ്രൈവറ്റിൽ കൊണ്ടുപോയാലും. അങ്ങനെ ഞങ്ങള് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി നമ്മുടെ പാർട്ടിപരമായിട്ടും അങ്ങനെയൊക്കെ പിടിപാടുണ്ടേലും ഏകദേശം ഒരു 6 മാസത്തോളം ഇതിന്റെ ചെക്കപ്പും കാര്യങ്ങളും പോക്കും വരവും എല്ലാം കഴിഞ്ഞു. അങ്ങനെ ആ ഒരു ദിവസം നമ്മുടെ PMGയിലെ പാസ്റ്റർമാരുടെ കെയർ ഓഫിൽ അവിടെ പോയി കാണുവാനൊക്കെ ഇടയായി. പക്ഷെ അന്നത്തെ ഒരു പോക്ക് പപ്പയുടെ അനിയനാണ് കൊണ്ടുപോയത്. പോക്കും വരവും ഒക്കെ ബുദ്ധിമുട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങൾ വീട്ടിൽ ആലോചിച്ചിട്ട് ഞങ്ങളെ പുഷ്പഗിരിയിൽ കൊണ്ടുപോയി. പുഷ്പഗിരി കൊണ്ടുപോയിട്ട് പുഷ്പഗിരി കൊണ്ട് ഡോക്ടർ അരുണിനെ കാണിച്ചു. എല്ലാം സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അവര് ആ ഹോസ്പിറ്റലിന്റെ ചെലവും കാര്യങ്ങളെല്ലാം വന്നപ്പോൾ നമുക്കൊരു പ്രശ്നം. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അവിടെ ആലോചിച്ചു. പിന്നെ അവര് ഹോസ്പിറ്റലിൽ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു അവിടെ എന്തോ ഒരു എന്താ ചാരിറ്റി പോലെ എന്തോ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് നമുക്ക് പൈസ കുറച്ച് കൊടുത്താൽ മതി, എന്തോ സ്കീമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ വീണ്ടും പോയി എല്ലാം പപ്പയുടെ എല്ലാം ചെക്കപ്പ് കഴിഞ്ഞിട്ട് 2018 പപ്പയുടെ തിരുവല്ല പുഷ്പഗിരി ആശുപത്രി വെച്ച് എറോട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ് ചെയ്യാനായിട്ട്. അപ്പൊ എറോട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ് ചെയ്തു. ഹസ്ബൻഡ് അനിയൻ വിദേശത്താണ്. അദ്ദേഹം നാട്ടിൽ വന്നു. ഞാനും അദ്ദേഹം കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പം എന്റെ കുഞ്ഞിന് യാതൊരു അസുഖം ഇല്ലായിരുന്നിരുന്നു. എന്റെ കുഞ്ഞ് കൊച്ചുമോളെ ഹോസ്പിറ്റലിൽ നിന്ന് എറോട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ് ചെയ്യാൻ വേണ്ടി പപ്പയെ ഹോസ്പിറ്റലിലേക്ക് ഈ OT ഡ്രസ് എല്ലാം കൊണ്ടുപോകുമ്പോഴത്തേക്ക് കുഞ്ഞിനെ കാണണം. അപ്പൊ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി പെർമിഷൻ ചോദിച്ചപ്പോണ്ടോ കാർഡിയക് വാർഡിൽ അവര് 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കയറ്റത്തില്ല. പക്ഷെ കുഞ്ഞിന് കാണാൻ ഭയങ്കര ആഗ്രഹം, പപ്പയ്ക്കും അവിടെ കാണാൻ ഭയങ്കര ആഗ്രഹം. അപ്പം ഞാൻ ഡോക്ടറോടൊക്കെ പെർമിഷൻ ചോദിച്ച് അപ്പൊ നമ്മൾ സ്റ്റാഫ് ആകുമ്പോൾ നമുക്ക് സ്റ്റാഫിൻ്റെതായിട്ടുള്ള പരിഗണനയും ഒക്കെ ഹോസ്പിറ്റലുകാർ തരും. ഞാൻ സംസാരിച്ചപ്പം പറഞ്ഞു അങ്ങനെ PR-ഓടൊക്കെ സംസാരിച്ച് മോളെ കൊണ്ട് കയറാനുള്ള പെർമിഷൻ ഒക്കെ തന്നു. അങ്ങനെ മോളെ കൊണ്ട് കാണിക്കുമ്പോഴത്തേക്കും പപ്പയെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ലിഫ്റ്റിൽ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ മോളെ കൊണ്ട് ലിഫ്റ്റിൽ മേളിൽ കയറി ചെല്ലുക, പെർമിഷൻ ഒക്കെ എടുത്ത് കയറി ചെല്ലുമ്പോ പപ്പ ലിഫ്റ്റിനകത്ത് കൊണ്ടുവന്നു. പപ്പ ലിഫ്റ്റിൽ വെച്ചാണ് കുഞ്ഞ് പപ്പയെ കാണുന്നത്. അവിടെ അപ്പച്ചന് അവിടെ സത്യത്തിൽ അവൾക്ക് ഞങ്ങളൊന്നും ഒന്നുമല്ല, അവിടെ അപ്പച്ചനാണ് അവൾക്ക്. അപ്പച്ചന് അവിടെ പൊതിഞ്ഞ വേഷത്തിലെല്ലാം കവർ ചെയ്ത് തലയെല്ലാം കവർ ചെയ്തെല്ലാം ചെയ്ത് പച്ച ഡ്രസ്സും എല്ലാം ഇട്ട് ഇങ്ങനെ പൊതിഞ്ഞ് സ്ട്രക്ചർ കണ്ടപ്പോഴത്തേക്ക് എന്തോ കുഞ്ഞിന് ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ. ഞാൻ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചെടുത്തു. ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന എന്നെ പപ്പ ICU കിടന്നപ്പോ ഞാൻ സത്യത്തിൽ പറയാം നമ്മുടെ ഹോസ്പിറ്റലുകളിലൊന്നും വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ ഫോട്ടോ എടുക്കാനോ അകത്ത് ഒരു ഫോട്ടോ എടുക്കാനോ ഒന്നുമുള്ള പെർമിഷൻ ഒന്നും ഇല്ല. പക്ഷെ ഞാനൊരു സ്റ്റാഫ് ആയാണ് ഞാൻ പതിയെ പോയിട്ട് പപ്പയുടെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ അനിയന്റെ വൈഫ് എടുത്തിട്ടുണ്ട്, പുള്ളിക്കാരിക്ക് അയച്ചു കൊടുത്തു, കുഞ്ഞിനും അയച്ചു കൊടുത്തു, വീട്ടിലോട്ട് അയച്ചു കൊടുത്തു. പപ്പയെ വെന്റിലേറ്റർ കിടക്കും. അപ്പൊ ഇഷ്ടംപോലെ ട്യൂബുകളാണ് എറോട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ് ചെയ്യുമ്പോഴത്തേക്കും ഇൻഫ്യൂഷൻ പമ്പുകള്, വെന്റിലേറ്ററിന്റെ ട്യൂബുകള്, ECG മോണിറ്ററിന്റെ ട്യൂബുകളെല്ലാം അങ്ങനെ 4 വശം മൊത്തം ട്യൂബുകളായിട്ട് പപ്പ അവിടെ ഇങ്ങനെ കിടക്കുന്ന ഒരു ഫോട്ടോ ഞാൻ വീട്ടിലോട്ട് അയച്ചു കൊടുത്തു. എന്തോ കുഞ്ഞിനെ കണ്ടിട്ടാണ് അവർക്ക് മാനസികമായിട്ട് പെട്ടെന്ന് പനി കൂടി. പിന്നെ ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് തിരുവല്ലയിൽ മോളെ കൊണ്ട് കാണിച്ച് മോളെ ടെസ്റ്റ് എല്ലാം ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പപ്പയെ എല്ലാം കഴിഞ്ഞിട്ട് പപ്പയെ ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോഴാണ് 2018 ഭയങ്കര വെള്ളം. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജോലിക്ക് തിരിച്ചു പോകുന്നു. 2018 വെള്ളപ്പൊക്കം. പപ്പ ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ പപ്പയ്ക്ക് റെസ്റ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വേണം. 3 മാസം ഞങ്ങൾ വീട്ടിൽ
വീട്ടിനകത്തിട്ട് ആരും വെളിനാരും വരാതൊക്കെ ചെയ്തു. പക്ഷെ ഈ വെള്ളപ്പൊക്കത്തിന് വെള്ളം പൊങ്ങി വരുമ്പോഴത്തേക്കും വീട്ടില് വെള്ളം കയറിയ അവസ്ഥ നമ്മുടെ PMG സർക്കാർ അവിടെ ശരിക്കും PMG ചർച്ച് ലോട്ട് ഷിഫ്റ്റ് ആയി. അവർ വീട്ടിൽ ഷിഫ്റ്റ് സാധനങ്ങളെല്ലാം എടുത്ത് ഷിഫ്റ്റ് ആയി. എന്തായാലും ദൈവകുറവെന്ന് പറയട്ടെ, പപ്പാടെ അനിയന്റെ വീട്ടിൽ കയറി വെള്ളം കയറി, ചേട്ടന്റെ വീട്ടിൽ വെള്ളം കയറി, ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറി, വെള്ളം ഒന്നും കയറിയില്ല. പക്ഷെ അവിടെ എല്ലാവരും കൂടെ ചർച്ചില് താമസിച്ച് അങ്ങനെ സന്തോഷമായിട്ട്. അതിനുശേഷം ആ പപ്പയുടെ കാര്യം കഴിഞ്ഞ് 2019 ഞാൻ വീണ്ടും നാട്ടിൽ കടന്നിരുന്നു. മമ്മിക്ക് ഗോഡ് ബ്ലാഡർ സ്റ്റോൺ ആയിട്ട് മമ്മിക്ക് സ്റ്റോൺ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ നാട്ടിൽ കടന്നു. മമ്മിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലോട്ട് ഡിസ്ചാർജ് ആക്കി മമ്മിയെയും കൊണ്ട് വീട്ടിൽ വരുമ്പം തിരുവല്ല പുഷ്പഗിരിയിൽ മമ്മിയുടെ സർജറി കഴിഞ്ഞ് മമ്മിയെ ഡിസ്ചാർജ് ആക്കി വീട്ടിലോട്ട് കൊണ്ടുവന്ന് കയറി ഹസ്ബൻഡും മോൾക്കും രാത്രിയായിട്ടും ഭയങ്കരമായിട്ട് പനി. അപ്പൊ അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയി അവർക്ക് രാവിലെ വൈകിട്ട് ഇഞ്ചക്ഷൻ കൊണ്ട് കൊണ്ടുപോയി. പക്ഷെ പനി കുറയുന്നില്ല. ഞാൻ ഒരു ദിവസം കൊണ്ടോ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവസാനം രാത്രിയായപ്പോ എന്റെ കുഞ്ഞിന് 105 ടെമ്പറേച്ചർ 104 ടെമ്പറേച്ചർ, മോളെ ഞാൻ സ്പഞ്ച് ചെയ്തിട്ടില്ല. അവസാനം ഞാൻ മമ്മിയോട് പറഞ്ഞു, എന്റെ കുഞ്ഞിന് ഇവിടെ ഇവരുടെ ഇഞ്ചക്ഷൻ കൊണ്ടൊന്നും ട്രീറ്റ് ആകത്തില്ല, ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഞാൻ രാവിലെ ഓട്ടോ വിളിച്ചിട്ട് ഹസ്ബൻഡിന്റെ മോളെ കൊണ്ട് ഞാൻ റാന്നിയിലെ മർത്തോമ ഹോസ്പിറ്റലിൽ പോയി. മർത്തോമ ഹോസ്പിറ്റലിൽ പോയിട്ട് രണ്ടുപേരും അവിടെ അഡ്മിറ്റ് ആയി. അന്ന് ഒരു ജൂൺ സമയമാണ്, ജൂണാണ്. മോൾക്ക് എല്ലാ വർഷവും സ്കൂൾ തുറക്കാറാകുമ്പോൾ ഞാൻ മാർച്ച് ഏപ്രിൽ മെയ് ആ സമയത്ത് ഞാൻ ഏപ്രിൽ മെയ് ആകുമ്പോൾ ഞാൻ നാട്ടിൽ പോകും. മോൾക്ക് സ്കൂൾ തുറന്നു. മോള് സ്കൂൾ തുറന്നിട്ട് അവിടെ ഒരു 10 ദിവസം സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. അപ്പൊ അങ്ങനെ മമ്മി ആ സമയത്ത് അവധി സമയം നോക്കി പോയതാണ് മമ്മിയുടെ സർജറി. അപ്പൊ ജൂണിൽ സ്കൂൾ തുറക്കുന്ന സമയം സ്കൂൾ തുറന്ന് അങ്ങനെ ജൂൺ 13-ാം തീയതിയാണ് 2019 ജൂൺ 13. 2019 ജൂൺ 13 ഇവരെ രണ്ടുപേരെ അഡ്മിറ്റ് ആക്കി. രണ്ടുപേരെ അഡ്മിറ്റ് ആക്കിയിട്ട് ഞാൻ ഇവർക്ക് രാത്രി ടെമ്പറേച്ചർ രണ്ടുപേർക്ക് ടെമ്പറേച്ചറാണ്. ഞാൻ ശരിക്കും ഉറങ്ങി. ഹോസ്പിറ്റലിൽ പോയി രണ്ടുപേർക്കും കൂടെ അവരോട് പറഞ്ഞ് സംസാരിച്ച് രണ്ടുപേരും കൂടെ ഒരു റൂമിലാക്കി. പീഡിയാട്രിക് വാർഡിൽ ഹസ്ബൻഡിനെ കൂടെ കിടത്തി ഒരു റൂമിലാക്കി. കാരണം വീട്ടിൽ ഞാൻ പറഞ്ഞു മമ്മി ഇതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുവാണ്, പപ്പയുടെ റോട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ് കഴിഞ്ഞ ആളാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് ഒരു റൂം തരാൻ, വീട്ടിൽ ആരും വരാനോ പോകാനോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അവിടുന്ന് ക്യാൻറ്റീനിൽ നിന്ന് കഞ്ഞിയൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ ഞാൻ എന്തൊക്കെ ഹസ്ബൻഡിന് വന്ന ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു, എന്തോ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. മോൾക്ക് പനിയായിട്ട് ഞാൻ മോളെ സ്പഞ്ച് ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത ബെഡിൽ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ ഹസ്ബൻഡിന് വന്ന ഈ കാലിന് ഭയങ്കര പെയിൻ ആയതുകൊണ്ട് ഒരു ഇഞ്ചക്ഷൻ ഡോക്ടർ അഡ്വൈസ് ചെയ്തു. അത് വന്ന് ടെസ്റ്റ് ഡോസ് അവർ കൊടുക്കുന്നത് ഞാൻ കണ്ടു. ടെസ്റ്റ് ഡോസ് കൊടുക്കുന്നത് കണ്ടിട്ടാണ് ഞാനൊന്ന് മയക്കത്തിലേക്ക് പോയത്. അപ്പൊ ഓരോ മെഡിസിനെ പറ്റിയും ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത് എനിക്ക് ഓരോ മെഡിസിനെ പറ്റി അറിയാവുന്നതുകൊണ്ട് ഞാനത് അവരോട് ചോദിച്ചു, നേഴ്സിനോട് ചോദിച്ചു എന്താന്ന് ചോദിച്ചിട്ട് ഞാൻ ആ 2013 ആ സമയത്ത് ഞാനൊന്നും മയക്കത്തിലോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഹസ്ബൻഡ് ചുമയ്ക്കുകയോ എന്തോ ഒരു ശബ്ദം വൊമിറ്റ് ചെയ്യാൻ വെക്കുന്ന എന്തോ ശബ്ദം കേട്ടോ ഞാൻ ഉണരുന്നത്. ഉണർന്നപ്പോ എന്നെ പുള്ളി ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്, ഛർദ്ദിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പോയി പുള്ളിയുടെ ട്രിപ്പ് അവരെ വിളിക്കാൻ നിന്നില്ല. ഞാൻ പെട്ടെന്ന് ട്രിപ്പ് ഡിസ്കണക്ട് ചെയ്തിട്ട് പുള്ളി എഴുന്നേറ്റ് കിടക്കുമ്പോൾ പുള്ളി വേച്ചു പോവാണ്. പുള്ളി സംസാരിക്കാൻ പറയുമ്പോൾ പുള്ളിക്ക് നാക്ക് തിരിയുന്നില്ല, നാക്ക് കുഴയുവാണ്. എന്തോന്ന് അറിയത്തില്ല. പുള്ളിക്ക് മരണവെപ്രാളം പോലെ ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, ഛർദ്ദിക്കുന്നില്ല. ഒരു വശത്ത് മോള് ടെമ്പറേച്ചർ സ്പഞ്ച് ചെയ്ത് കുഞ്ഞു മയങ്ങുന്നു. ഇവിടെ അദ്ദേഹത്തിന് മരണവെപ്രാളം എന്താന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പെട്ടെന്ന് സിസ്റ്ററെ വിളിച്ചിട്ട് അവര് വന്ന് നോക്കിയിട്ട് ഒരു ബന്ധു വെട്ടി പിടിച്ചു കടത്തി. പക്ഷെ പുള്ളിക്കാരൻ നാക്ക് കുഴയുന്നു, പുള്ളിക്ക് നാക്കെടുക്കാൻ പറ്റത്തില്ല, എന്തോന്ന് അറിയത്തില്ല. അന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, ജൂൺ 13 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. എന്റെ ഹസ്ബൻഡ് അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ അദ്ദേഹത്തോട് ആക്ച്വലി ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഇഞ്ചക്ഷൻ തന്നോന്ന് ചോദിച്ചു. പുറകില് അത് ഇൻട്രാമസ്കുലർ എടുക്കേണ്ട ഇഞ്ചക്ഷൻ ആണ്, ഒരിക്കലും ഇൻട്രാവീനസ് എടുക്കാൻ പറ്റാത്ത ഇഞ്ചക്ഷൻ ആണ്. ഇൻട്രാമസ്കുലർ എടുക്കേണ്ട ഇഞ്ചക്ഷൻ ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട് ചോദിച്ചപ്പോ എന്നോട് കൈ കൊണ്ട് കാണിച്ച് ഇവിടെ കുത്തിയിട്ട് പോയത് പെയിനകത്താണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് സിസ്റ്ററെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെയാ എന്റെ ഹസ്ബൻഡ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നു ചോദിച്ചാൽ അപ്പൊ പറഞ്ഞു അത്. അപ്പൊ അവർക്ക് ആകെ പ്രശ്നം. സീനിയർ നേഴ്സ് വന്നു, എല്ലാവരും വന്നു. പെട്ടെന്ന് ഹസ്ബൻഡ് ECG എടുക്കുന്നു, ഹസ്ബൻഡ് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അവർ ക്രമീകരിക്കുന്നു. എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിലെ റൂമിലെ മാനേജ്മെന്റിൽ നിന്ന് ആൾക്കാർ വരുന്നു, എല്ലാവരും വരുന്നു, ഡോക്ടേഴ്സ് വരുന്നു, എല്ലാവരും വരുന്നു. അവിടെ കുറെ ആൾക്കൂട്ടം. എല്ലാം കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഇവരെന്തോ ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുത്തു. ഹസ്ബൻഡ് ECG എടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, ECGയിൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് കാര്യം അറിയാം ഇഞ്ചക്ഷൻ ഹസ്ബൻഡ് ഇഞ്ചക്ഷൻ മാറിപ്പോകും. അപ്പൊ ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അവര് എന്നോട് ഒരു കാര്യം പറയാതെ അവരെല്ലാ കാര്യങ്ങളും വേണ്ട ഇഞ്ചക്ഷൻ ആയാലും എന്തായാലും അവർ തന്നെത്താൻ ചെയ്യുക. ഒന്നും വാങ്ങിക്കാനോ എടുത്തോണ്ട് വരാനോ എന്നോട് അഡ്വൈസ് ചെയ്യുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്റെ ഹസ്ബൻഡ് ഇഞ്ചക്ഷൻ മാറി കൊടുക്കാന്നുള്ളത്. അപ്പം എന്റെ ഹസ്ബൻഡിന് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് വീട്ടിൽ വിളിച്ചു പറയാൻ പറ്റില്ല. കാരണം മമ്മിയുടെ ഹോസ്പിറ്റലിൽ നിന്ന് മമ്മിയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നത് പിറ്റേ ദിവസമാണ് ഈ സംഭവം. അപ്പൊ എനിക്ക് വീട്ടിലും ഒന്നും വിളിച്ചു പറയാൻ പറ്റത്തില്ല, എന്റെ പപ്പയോടൊന്നും വിളിച്ചു പറയാൻ പറ്റത്തില്ല. പപ്പയുടെ എറോട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ് കഴിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് ആരോടൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരാളുണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് നിലവിളിച്ച് കർത്താവേ
ഞാനാണ് വീട്ടിൽ നിന്ന് ഇവരെ കൊണ്ട് ഇറങ്ങിയത്. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാണ് ഇവരെ രണ്ടുപേരെ എടുത്തോണ്ട് ഞാൻ എന്റെ ഇതിലാണ് ഇവർക്ക് പനിയാന്ന് പറഞ്ഞ് ഞാനാണ് വീട്ടിൽ ഇവരെ ഇറക്കിക്കൊണ്ട് വന്നത്. ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നീ കൊണ്ടുപോയിട്ടല്ലേടി എന്ന് എന്നോട് നാളെ ഒരു ചോദ്യം വരുമല്ലോ എന്ന് കണ്ടാൽ ഞാൻ നിലവിളിക്കുവരുടെ. ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഇവര് എന്തോ ചെയ്യുന്നു എനിക്ക് ഞാനൊന്നും നോക്കുന്നില്ല. ഞാൻ കുഞ്ഞിനെ ബെഡ് എന്നോട് ഞാൻ ദൈവത്തോട് നിലവിളിച്ച്, കർത്താവേ നിന്റെ നാമം കൃഷിക്ക് വരടിയാകല്, നിന്റെ നാമം ലക്ഷിക്ക് വരടിയാകല്, നിന്റെ ഹസ്ബൻഡിനെ വിടുവിച്ച് മതി. അവന് ധന്യമായിട്ട് പ്രാർത്ഥിച്ചു. കുറെ കഴിഞ്ഞപ്പോ എന്തോ ഹസ്ബൻഡ് മയങ്ങി. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് അദ്ദേഹം കുറെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റപ്പോഴത്തേക്ക് നോർമലായിട്ട് സംസാരിക്കാനും എല്ലാം നോർമലായിട്ടുള്ളവര്. പക്ഷെ അന്നപ്പോഴത്തേക്ക് സിസ്റ്റർമാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുമ്പോൾ അതിനും. അപ്പൊ ഞാൻ ചോദിച്ചു, ആ ഇഞ്ചക്ഷൻ എടുത്ത സിസ്റ്റർ എന്ത് ചെയ്യും? എനിക്ക് ആ സിസ്റ്റർ ഒന്ന് കാണണം. പക്ഷെ ആ സമയത്ത് ആ സിസ്റ്റർ അവിടെ നിന്ന് എസ്കേപ്പ് ആയി. ആ ഹോസ്പിറ്റലുകാർ പറഞ്ഞു വിട്ടതായിരിക്കും. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് വീട്ടിൽ നിന്ന് ആള് വന്നു കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആ സിസ്റ്റർ അവരെ അവിടുന്ന് രക്ഷപ്പെടുത്തും. അത് ഏത് ഹോസ്പിറ്റലാണെങ്കിലും ഒരു കാര്യമുണ്ട്. എന്തേലും പ്രശ്നം ഉണ്ടായാൽ, ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത സ്റ്റാഫാണ്, എന്തേലും ഒരു ഇഷ്യൂസ് ഉണ്ടായാൽ അവർ ആ നടന്ന സിസ്റ്റർ ആ സമയത്ത് അവരെ അവിടുന്ന് എന്തെങ്കിലും അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ കയ്യേറ്റം നടന്നാലും അവരെ ഒന്നും ചെയ്യരുത്, അവർക്കൊന്നും പറ്റരുത്. അങ്ങനെ ഹോസ്പിറ്റലിൽ ഇഷ്യൂസ് നടന്നു ഞാൻ ചോദിക്കുന്നത് എന്ത് ചോദിക്കുന്നത് പിറ്റേ ദിവസം കണ്ടില്ല ഞാൻ. പക്ഷെ അന്ന് ഞാൻ അവിടുത്തെ സീനിയർ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ നിങ്ങൾക്ക് അറിയാമോ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വിവാഹ വാർഷികമാണെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, നോർമൽ ആയില്ലേ, അദ്ദേഹത്തിന് ദൈവം സൗഖ്യം തന്നില്ല, നീ ഒരു കാര്യം ചെയ്യുമ്പോൾ കേക്ക് വാങ്ങിച്ചു വരാൻ പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു എന്നെ റൂമിൽ നിന്ന് പറഞ്ഞു വിട്ട് ഞാൻ വെളിയിൽ പോയിട്ട് അവിടുന്ന് പോയി കേക്കുമായിട്ട് ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് അവര് വന്ന് ഞങ്ങളെ കൊണ്ട് കേക്ക് മുറിപ്പിച്ചു. അത് കഴിഞ്ഞാൽ എല്ലാ ശേഷം കഴിഞ്ഞാണ് ഞാൻ വീട്ടിൽ വിളിച്ചു പറയുന്നത്. അങ്ങനെ എന്റെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളും ഞാൻ ഇപ്പോഴും എന്റെ വെഡിങ് ആനിവേഴ്സറി എന്റെ ഹസ്ബൻഡ് കാര്യം പറയുന്നത് അന്ന് ആ ഇഞ്ചക്ഷൻ എടുത്ത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗൂഗിളിനകത്ത് നോക്കി എല്ലാം കഴിഞ്ഞു. കാരണം ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് മാറി എടുത്തു കഴിഞ്ഞാൽ ലോകത്ത് മാറ്റപ്പെടേണ്ട അവസ്ഥയാണ്. ആ ഇഞ്ചക്ഷൻ മാറി എടുത്ത് എന്റെ ഹസ്ബൻഡ് ലോകത്ത് മാറ്റപ്പെടണം. പക്ഷെ പ്രാർത്ഥനയൊന്നും ഫലമാണ്. ദൈവത്തെ വിളിക്കുന്നവർക്ക് ദൈവം ഒരിക്കലും കൈവിടില്ല എന്നുള്ളത് എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കൂടെ ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു. അതിനുശേഷം ഞാൻ ഇവരെല്ലാം നോർമലായി ഇവർക്കെല്ലാം ഓക്കെ ആയിട്ട് ഞാൻ ഡൽഹിയിലേക്ക് ജോലിക്ക് വന്നു. അങ്ങനെയാണ് സെപ്റ്റംബർ 7-ാം തീയതി. അപ്പം അതിനു മുമ്പ് എന്റെ മമ്മിക്ക് ഇതുപോലെ തലയ്ക്ക് പെരുപ്പ് പ്രശ്നങ്ങള്, മമ്മിക്ക് BP, പപ്പയും മമ്മിയും വീട്ടിലുള്ളൂ. പിന്നെ ആങ്ങളുടെ 2 മക്കളും. അപ്പൊ ആങ്ങളുടെ ഇളയ മോനാണ് ഭയങ്കര പുരുന്നകരിയാണ്, ഭയങ്കര നിർബന്ധമാണ്. അപ്പൊ അമ്മ വീട്ടിലെ ജോലി, അമ്മയ്ക്ക് പ്രായമുണ്ട്, എന്നാലും വീട്ടിലെ ജോലികൾ മൊത്തം ചെയ്യുന്ന അമ്മയാണ്. അമ്മ വീട്ടിലെ ജോലി, അമ്മയ്ക്ക് ഭയങ്കര ജോലിക്ക് താമസമാണ് അമ്മയ്ക്ക് ചെയ്യാൻ. അമ്മ എല്ലാം ചെയ്യൂല, ഭയങ്കര താമസമാണ്. അതുപോലെ വീട്ടിൽ ആരെങ്കിലും വിരുദ്ധക്കാർ വരുന്ന പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര വെപ്രാളമാണ്. അമ്മ എല്ലാം ചെയ്തു കൊടുക്കുമ്പോഴേ അമ്മയ്ക്ക് ഇടിപ്പ് കൂടുകയും അമ്മയ്ക്ക് അങ്ങനെ ആയിരിക്കും, അങ്ങനെ അവരെ നല്ല രീതിയിൽ സൽക്കരിക്കാൻ പറ്റൂ. പക്ഷെ എന്റെ അമ്മ ഒരു മനുഷ്യരെ വെറും കൈയോട് തിരിച്ചിട്ടിട്ടില്ല. എന്റെ അമ്മയുടെ ചെറുപ്പകാലത്തിലൊക്കെ അവിടെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അമ്മ അവർക്ക് മില്ലുണ്ടായിരുന്നു. എന്റെ അമ്മ കുടം നിറയാണ് അരി വാരി കൊടുക്കും. അമ്മയ്ക്ക് ഒരു കാര്യത്തിൽ കണക്കില്ലായിരുന്നു. അന്ന് അവർക്ക് പണ്ട് കാലത്ത് അവർക്ക് മില്ലുണ്ടായിരുന്നോണ്ട് അരി ആട്ടാൻ വീട്ടിലെ ആൾക്കാർ അരി ആട്ടാൻ വരുമ്പോഴും അരി കൊടുക്കുമ്പോഴും എല്ലാം ഞങ്ങളുടെ വീട്ടില് ചുറ്റുപാടെന്നുള്ളവര് പലഹാരങ്ങളായാലും എന്തായാലും അരി വന്നാട്ടിയിട്ട് പോകുമ്പം അവരുടെ വീട്ടിലുണ്ടാക്കുന്നതല്ല ഞങ്ങളുടെ വീട്ടിൽ കൊടുക്കും. അതുപോലെ എന്റെ അമ്മ ഒരു കഷ്ടത അനുഭവിച്ച് ഞാൻ കണ്ടില്ല. കാരണം കൊച്ചിലെ മില്ലുണ്ടായിരുന്നത് അരിക്കും ഒന്നിനും ഒരു ക്ഷാമമില്ല. അങ്ങനെ അമ്മ എല്ലാവർക്കും കൊടുക്കുന്നവളായിരുന്നു, പ്രാർത്ഥിക്കുന്നവളായിരുന്നു. എന്റെ അമ്മയുടെ പ്രാർത്ഥന രാവിലെ എഴുന്നേറ്റ് എന്റെ അമ്മ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ടാണ് പല വീടുകളിൽ ഉണരുന്നത്. അല്ല ഒരു ദിവസം പ്രാർത്ഥന കേട്ടില്ല, ചോദിക്കുന്ന അമ്മമാരുടെ പ്രാർത്ഥന കേട്ടില്ല എന്തായിരുന്നു, അമ്മയ്ക്ക് വയ്യാതാണ്. എന്റെ അമ്മ നല്ല പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. 2019 അപ്പം ഇങ്ങനെ ഇത് ഒരു പെരുപ്പൊക്കെ വന്നപ്പോൾ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ സ്കാൻ ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു ഇതുപോലെ ഇനിയും ഇതിനകത്ത് ചെറിയ ഞരമ്പിൽ പ്രശ്നം കാണുന്നുണ്ട്, ഇനിയും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാല് തളർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പം എന്റെ ഒപ്പം വിശ്വാസത്തിലല്ല, ഞാന് തലയുടെ കുഞ്ഞുവാസത്തിൽ അവിടെ വീട്ടിൽ വിളിച്ചു. വീട്ടിൽ എന്റെ പപ്പായെ വിളിച്ചിട്ട് അവിടെ വെച്ച് ഞാൻ അവരുടെ കൂടെ അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് ഞാൻ പറഞ്ഞു, അമ്മയോട് അകാരണമായിട്ട് ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യില്ലേ, അമ്മയ്ക്ക് BP കൂടി അമ്മ ഏത് നിമിഷത്തിലും തടന്നു പോകാം, അമ്മ അങ്ങനെ ഒരു അവസ്ഥയിലാക്കരുതെന്നൊക്കെ എന്റെ പപ്പയോട് ഞാൻ പറഞ്ഞു. പപ്പയോട് വിളിച്ചു പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. അതുപോലെ അമ്മയെ ശ്രദ്ധിക്കണം, BP-യുടെ മരുന്നൊക്കെ കഴിക്കാൻ ഓർപ്പിക്കണം. അപ്പൊ അമ്മയ്ക്ക് എപ്പോഴും BP-യുടെ മരുന്നൊക്കെ, അപ്പം അവര് ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് തന്നു. അമ്മ മരുന്നൊക്കെ കഴിക്കാൻ പറഞ്ഞു. അമ്മ രാവിലെ വലിയൊരു കാലം നിറയെ കാട്ടം തിളപ്പിച്ചിടും, ഭക്ഷണം കഴിക്കത്തില്ല, ഒന്നും വൈകുന്നേരം വരെ ഈ ഗ്ലാസിനകത്ത് കട്ടൻ ഒഴിച്ച് കുടിച്ചോണ്ട് വയറ്റിലെ പണികളെല്ലാം ചെയ്യും. അങ്ങനെ സെപ്റ്റംബർ 7-ാം തീയതി ആങ്ങളുടെ ഫോൺ വന്നു, അമ്മ തളർന്നു വീണു, അമ്മ തളർന്നു പോയി, ഇതുപോലെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഫോൺ വന്നു. അപ്പൊ അമ്മ തളർന്നു. സെപ്റ്റംബർ 7-ാം തീയതി അമ്മ ഫുൾ തളർന്നു. പിന്നെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു അമ്മ വെന്റിലേറ്റർ ഇടണമെന്ന് ഡോക്ടർ പറയുന്നു. ഞാൻ പറഞ്ഞു വെന്റിലേറ്റർ ഇടാൻ. ഇപ്പൊ സെപ്റ്റംബർ 7-ാം തീയതി ഇവരെ അറിഞ്ഞ് ഞങ്ങളെ 8-ാം തീയതി തന്നെ ഞങ്ങളെ നാട്ടിലേക്ക് കടന്നുപോയി.
അപ്പൊ നടന്നു പോയി കടന്നു ചെന്നപ്പം അമ്മയ്ക്ക് ഒന്നുമില്ല, അമ്മ കോമയിലാണ്. ജസ്റ്റ് ഐസ് ഓപ്പൺ ചെയ്യും. അമ്മകൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിയത്തില്ല, സംസാരശേഷി നഷ്ടപ്പെട്ടു, വെന്റിലേറ്റർ കിടന്നു. നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റിന് നാട്ടിൽ ചെന്നു, ഞാൻ എന്റെ ചേച്ചിയോട് ഫ്ലൈറ്റിന് നാട്ടിൽ ചെന്നു. അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ ദൈവത്തോട് ഒരു കാര്യം പ്രാർത്ഥിച്ചുള്ളൂ. ഞാൻ എന്റെ അമ്മ ഐസി കയറി വെന്റിലേറ്റർ കിടക്കുന്ന എന്റെ അമ്മയുടെ അടുത്ത് ഞാൻ അമ്മ ആദ്യം വിളിച്ചു, അമ്മ ഷിനു വന്നു, ഷിനു വന്നു. അപ്പം അമ്മ ഷിനു എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ പറയാം, അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊച്ചിലെ തുടങ്ങി അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് പോവുകയും വരികയും പ്രാർത്ഥിക്കുകയും അമ്മ ആഗ്രഹിക്കുന്ന ആത്മീയതത്തിൽ അമ്മയുടെ കൂടെ കാര്യത്തിലില്ല, അമ്മയുടെ ഇഷ്ടമനുസരിച്ച് ഞാൻ നിന്നിട്ടുള്ളൂ. അപ്പൊ അമ്മ നാട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ഒരു സഭായോഗത്തിനും തലവടി ചെല്ലുമ്പോൾ പാസ്റ്റർ വലിയ ചർച്ചാണ്. അപ്പൊ പാസ്റ്റർ പറയും ആരും പാട്ടുകൾ പാടല്ലെന്ന് പറയുമ്പോഴും അമ്മ പറഞ്ഞു, പാസ്റ്റർ അങ്ങനെയാണ്, എല്ലാ ഞായറാഴ്ചയും പാസ്റ്റർ അത് പറയും, പാട്ട് പാടല്ലേ, സാക്ഷ്യം പറയുമ്പോൾ സമയം ചുരുക്കണം, പക്ഷെ നിങ്ങൾ വെളിയിൽ നിന്ന് വരുന്നവർക്ക് പാടാം, അപ്പൊ പാസ്റ്റർ ഒന്നും പറയത്തില്ല പറഞ്ഞു. അപ്പൊ 1-2 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരിക്കലും പാടാൻ പഠിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, മോളെന്തോ സാക്ഷ്യത്തിൽ ഒരു പാട്ട് പാടാതെ, നീ ഒരു പാട്ട് പാടി സാക്ഷ്യം പറയുന്നൊക്കെ, നിന്റെ ഒരു പാട്ട് കേൾക്കാനല്ല ഞാൻ അവിടെ. അങ്ങനെ പല പ്രാവശ്യം ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ പറയുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ ചെയ്യും. എന്റെ ചേച്ചി മുത്തേച്ചി ആ ചർച്ചിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ എന്റെ ചേച്ചി ഹസ്ബൻഡ് കത്തിക്കരിഞ്ഞ് ശവം കിട്ടിയെന്ന് പറഞ്ഞ ആ ചേച്ചി ആ സമയത്ത് വിശ്വാസത്തില് ഒരു ആത്മഹത്യയുടെ വക്കീൽ അവള് നിൽക്കുമ്പം അവള് 2-3 കുഞ്ഞുങ്ങളുണ്ട്. അവൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴാണ് അവളോട് പറയുന്നത്, യഹോവ ഇന്ത്യയുടെ അത് ഷീബ ഉമ്മെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നാണ്, യഹോവ ഇന്ത്യയുടെ എനിക്കൊരു കുറ്റും കാര്യമില്ലെന്ന് പറഞ്ഞ അവളെ ആത്മഹത്യയുടെ വക്കീൽ നിന്ന് തിരിഞ്ഞിട്ട് അവള് വിശ്വാസത്തിൽ വന്നോളൂ. അപ്പം അവള് എന്നോട് പറഞ്ഞു, പാസ്റ്റ് അങ്ങനെ പറഞ്ഞു, നീ പാടിക്കോളൂ പറഞ്ഞു. അങ്ങനെ ഞാന് പാട്ടൊക്കെ പാടി സാക്ഷ്യം പറഞ്ഞു ഇരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മയെ ഞാൻ വെന്റിലേറ്റർ കിടക്കുന്ന അമ്മയെ വിളിച്ചു, അമ്മയെ ഷിനു എന്ന് പറഞ്ഞപ്പോ ഒന്നും ബോധമില്ല, അവർ എന്തൊരു സടേഷൻ കൊടുക്കും, വെന്റിലേറ്റർ കിടക്കുന്ന ഒരു വ്യക്തിക്ക് സടേഷൻ കൊടുക്കും. എന്നാലും കണ്ണു തുറന്നൊന്ന് നോക്കി, കണ്ണിൽ നിന്ന് കണ്ണുനീര്, നമ്മുടെ കണ്ണ് നിറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ അമ്മയുടെ കയ്യെ പിടിച്ചോണ്ട് ഞാൻ അവിടെ വിട്ടു തിരിഞ്ഞ ദൈവത്തോട് നിലവിളിച്ച്, കർത്താവേ എന്റെ മാതാവിനെ നീ കഷ്ടത്തിന് ഏൽപ്പിക്കരുത്. ഇങ്ങനെ തളർന്നു കിടക്കുന്ന ഒരു വെന്റിലേറ്റർ ഇട്ടാലും വെന്റിലേറ്റർ മാറ്റിയിട്ട് വീട്ടുകളിൽ കൊണ്ടുപോയി വർഷങ്ങള് അവരിങ്ങനെ കോമയിൽ കിടക്കുന്ന ഒരു സ്റ്റേജിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ അമ്മ കഷ്ടത്തിന് ഏൽപ്പിക്കരുത് പറഞ്ഞു. അങ്ങനെ അവിടെ കണ്ടു കഴിഞ്ഞിട്ട് വെന്റിലേറ്റർ കിടന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ അവിടുന്ന് ഡോക്ടർമാരോട് സംസാരിച്ചിട്ട് അവിടുത്തെ ഡോക്ടർമാരുടെ റിപ്പോർട്ട്സ് ഒക്കെ വാങ്ങിച്ച് ഞാൻ ഇവിടെ ഡൽഹിയിലുള്ള എന്റെ ഡോക്ടർമാരൊക്കെ അയച്ചപ്പോ എന്നോട് പറഞ്ഞു, വെന്റിലേറ്റർ ഇടുന്നോട് യാതൊരു അർത്ഥമില്ല. വെന്റിലേറ്റർ ഇടുന്നുണ്ട്, അവർ എത്ര നാൾ വേണമെങ്കിലും വെന്റിലേറ്റർ ഇങ്ങനെ കിടക്കും. നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഐസി വർക്ക് ചെയ്യുന്ന സ്റ്റാഫായിട്ട് എനിക്കറിയാം കിടക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ആങ്ങളോട് പറഞ്ഞു, നമുക്ക് വെന്റിലേറ്റർ നോട്ട് ചെയ്യാമേ. അങ്ങനെ അമ്മ വെന്റിലേറ്ററിൽ എത്ര നാൾ കിടക്കും, നമ്മൾ എഴുതി കൊടുക്കണം. അപ്പൊ എന്റെ അവസാനം വെന്റിലേറ്റർ ഔട്ട് ചെയ്തതിന് മുമ്പ് വീട്ടിൽ നിന്ന് ആൾക്കാരെല്ലാം വന്നു, വേണ്ടപ്പെട്ട ഒരു ചർച്ചയിൽ നിന്നാണ് എല്ലാ ആൾക്കാരും വന്നു പോയി കണ്ടുപിടിക്കും. അപ്പൊ എന്റെ പപ്പ എന്നോട് വന്നിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞു, ഈ സമയത്ത് പപ്പയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. മോളൊരു മെഡിക്കലിലും മോൾ ഐസിയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. പപ്പ എടുക്കേണ്ട തീരുമാനം മോൻ അങ്ങ് എടുത്തോണം. പപ്പയുടെ സ്ഥാനത്ത് നിന്ന് മോൻ എടുക്കുന്ന തീരുമാനത്തിനോടാണ് പപ്പയ്ക്ക് എല്ലാത്തിനും യോജിപ്പ്. അവിടെ എന്തോ അതിന്റെ തീരുമാനം എടുത്തോണം. അപ്പൊ എന്റെ പപ്പ വിശ്വാസത്തിൽ വന്നിട്ടില്ല. അപ്പൊ എന്റെ പപ്പ വിശ്വാസത്തിൽ വരാതിരിക്കാനുള്ള കാരണം, എന്റെ പപ്പയ്ക്ക് ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ പപ്പയ്ക്ക് മഞ്ഞപ്പിത്തം വന്നു. പപ്പയ്ക്ക് മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞ് കൂടി പപ്പ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്ന ഒരു അവസ്ഥ വന്ന്, അങ്ങനെ പപ്പയുടെ അനിയൻ ഞങ്ങളെ കുടുംബമായിട്ട് പപ്പയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പപ്പയുടെ അനിയന്റെ വീട്ടിൽ വെച്ച് ഞങ്ങളെ കുറെ നാൾ അവിടെ താമസിപ്പിച്ച് വേണ്ട ശുശ്രൂഷ എല്ലാം ചെയ്ത് ഹോസ്പിറ്റൽ എല്ലാം ചെയ്ത് അത് കഴിഞ്ഞിട്ട് പപ്പ വിശ്വാസത്തിലോട്ട് വരാൻ വേണ്ടി പപ്പ ചർച്ച വരികയും പപ്പ യൂത്ത് മീറ്റിംഗ്, എന്റെ പപ്പ നല്ലതായിട്ട് പാടും, അമ്മയും നല്ലതായിട്ട് പാടുമായിരുന്നു. പപ്പ നല്ലതായിട്ട് പാടും. പപ്പ ചർച്ചയിൽ വന്ന് യൂത്ത് മീറ്റിംഗിൽ പാട്ടൊക്കെ പാടിട്ട് പപ്പ സ്നാനപ്പെടാൻ വേണ്ടി തീരുമാനം എടുത്തതിന് ശേഷം പപ്പ സ്നാനപ്പെടുന്നതിന് തലേ ദിവസം ചർച്ചയിൽ പാസ്റ്റർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അനീച്ച കുറച്ചുകൂടെ നിൽക്കാൻ ഇപ്പൊ സ്നാനപ്പെടാണെന്ന് ചോദിച്ചു. കാരണം എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും കാരണം എന്ന് പറഞ്ഞില്ല, കുറച്ചുകൂടെ വചനമൊക്കെ പഠിച്ചിട്ട് സ്നാനപ്പെട്ടാൽ മതി. പിന്നാണ് കാരണം ആരോ പറഞ്ഞാൽ പറയുന്നത്, റോഡിൽ നിന്ന് പപ്പയുടെ തീരുമാനം എടുത്ത ഒരു വ്യക്തി റോഡിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നത് കണ്ടു. അപ്പം ആ വ്യക്തി പപ്പയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് പാസ്റ്റർ വന്ന് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് എടുത്ത തീരുമാനത്തിൽ നിന്ന് പപ്പ സ്നാനപ്പെടുത്താത്തോണ്ട് പപ്പയുടെ ഹൃദയത്തിൽ അത് ഭയങ്കര കഠിനമായിട്ട് ഇതായി. ആ പപ്പ എപ്പോഴും സ്നാനത്തെ പറ്റി പറയുമ്പോൾ പപ്പ അതിന് ഇന്നും, ഞാൻ അന്ന് തീരുമാനം എടുത്തിട്ട് എന്നെ സ്നാനപ്പെടുത്തിയില്ലല്ലോ, സിഗരറ്റ് വലിച്ച വ്യക്തിയെ സ്നാനപ്പെടുത്തിയില്ല, സിഗരറ്റ് വലിച്ച വ്യക്തിയെ സ്നാനപ്പെടുത്തി വിട്ട ദിവസം പപ്പയെ അവിടെ നിർത്തിയോണ്ട് ആ ഒരു കഠിനത ഇപ്പോഴും എന്റെ പപ്പയുടെ മനസ്സിൽ കിടക്കുവാണ്. അപ്പം എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ എന്റെ പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ പപ്പ ഏകദേശം 80 വയസ്സിനോളം മുകളിലായിട്ടുണ്ട്. പപ്പ വിശ്വാസത്തിൽ ഞങ്ങൾ കണ്ട ഒരു രക്ഷകനെ എന്റെ മൂത്ത ചേച്ചിയുണ്ട്. ഞങ്ങൾ കണ്ട കർത്താവിനെ എന്റെ പപ്പയും എന്റെ മൂത്ത ചേച്ചിയും അറിയാതെ
യാതൊന്നും ഈ ലോകത്തിൽ നടക്കരുതേ അല്ല സംഭവിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം പപ്പയുടെ ഞങ്ങൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പം ഇപ്പോഴും വീട്ടിൽ വന്ന് കർത്താവിന്റെ ദാസന്മാരെ സൽക്കരിക്കുന്നതിനോ ഒന്നിനും പപ്പയ്ക്ക് മടിയില്ല. അവർക്ക് ദശാംശം കൊടുക്കുന്നില്ലോ, അവർക്ക് കിട്ടുന്നതിന് എന്ത് കൊടുക്കുന്നില്ലോ, വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നതിന് ഒന്നും മടിയില്ല. പക്ഷെ പപ്പയുടെ സ്നാനത്തിന്റെ കാര്യം ആരും പപ്പയോട് സ്നാനത്തിന്റെ കാര്യം പറയാൻ പറ്റത്തില്ല. അപ്പം എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഈ കഴിഞ്ഞ ബർത്ത്ഡേക്ക് പപ്പയുടെ മെയ് 15 പപ്പയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ വിളിച്ചു, ചേച്ചിയെ വിളിച്ചു വെച്ച് എന്റെ കർത്താവ് ദാസിനെ വിളിച്ച് പ്രാർത്ഥിച്ചൊക്കെ. അപ്പൊ ഞാൻ ദാസിനോട് പറഞ്ഞൊരു കാര്യം, ദാസെ ആയുസ് ദൈവം കൊടുക്കുന്നെങ്കിൽ ആ ആയുസ് കർത്താവിനെ അറിയാൻ വേണ്ടിയുള്ള ഒരു വർഷമായിട്ട് മാറ്റണം. അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. കാരണം ദൈവത്തെ അറിയാതെ ഈ ലോകത്ത് നഷ്ടപ്പെടും. അപ്പം മമ്മി ഈ സമയത്ത് വെന്റിലേറ്റർ കിടക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ മമ്മിയെ വിളിക്കും. ഞങ്ങൾ 4 മക്കളും കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കും. 2 പേരെ ഷിഫ്റ്റ് ചെയ്ത് വെച്ച് മമ്മിയെ നോക്കും. 2 പേര് ഐസിയുടെ വെളിയിൽ ഇരിക്കുമ്പോൾ 2 പേര് ഉറങ്ങും. റൂം എടുത്തിട്ടുണ്ടാകും. 2 പേര് ഉറങ്ങും, 2 പേര് ഐസിയിൽ, അങ്ങനെ മാറി ഞങ്ങൾ നോക്കി. പിന്നെ മമ്മി ഏകദേശം ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കൺസെന്റ് എല്ലാം കൊടുത്തു. 2 ദിവസം കഴിയുമ്പോൾ വെന്റിലേറ്റർ കൗണ്ട് ചെയ്തു. അത് കൺസെന്റ് എല്ലാം കൊടുത്ത് ഞങ്ങൾ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഞങ്ങള് അവിടെ തന്നെ നോക്കുവാനിടയായി. അപ്പൊ ആ സമയത്ത് ഞങ്ങള് 4 പേരും കൂടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് ഞങ്ങളെ പ്രാർത്ഥിച്ച് അവിടെ നിന്നോണ്ട് ഞങ്ങൾ പാടും. എന്റെ ജീവിതത്തിൽ എനിക്ക് വിഷമം വരുമ്പോഴത്തേക്കും സങ്കടം വരുമ്പോഴത്തേക്കും പാട്ടുകളാണ് എനിക്ക് ആശ്വാസം. എന്റെ ജീവിതത്തിൽ ഞങ്ങൾ പാടും. ഞങ്ങൾ ഒന്നിച്ച് അവിടെ ഇങ്ങോട്ട് ഞങ്ങൾ 4 പേരും കൂടെ അമ്മയുടെ ബെഡിനടുത്തിരുന്നോണ്ട് പാടിയ പാട്ട് കേട്ട് 4 പേരും ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നു. സൗഖ്യദായകനേശു ആടിപ്പിണരാൽ സൗഖ്യം നൽകി, ആശ്രയം നീ എന്റെ നാഥ, മാധുര്യം ജീവിതത്തിൽ, ആശ്രയം നീ എന്റെ നാഥ, മാധുര്യം ജീവിതത്തിൽ. ഞങ്ങൾ 4 പേരും കൂടെ മമ്മി റൂമിൽ കിടന്ന സമയത്തെല്ലാം ഞങ്ങൾ 4 പേരും കൂടെ കര കോർത്ത് വിളിച്ച് ഞങ്ങളുടെ മമ്മിയുടെ ചുറ്റും ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, മമ്മിയെ ദൈവം വിടുവിക്കും എന്നുള്ള വിശ്വാസം. പക്ഷെ ദൈവഹിതം എന്താണെങ്കിലും നമ്മുടെ വിശ്വാസമല്ല, ദൈവത്തിന്റെ ഹിതം എന്താണോ അതേ നടക്കുള്ളൂ. അപ്പൊ ഞാൻ മമ്മിയോട് ഇങ്ങനെ കയ്യെ പിടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒരു ദിവസം മമ്മിയോട് പറഞ്ഞു, അമ്മേ അച്ചാച്ചൻ സ്നാനപ്പെട്ടു, അമ്മ ഇത് വല്ലതും അറിഞ്ഞു, അമ്മ ഇവിടെ കിടന്നാ പോരാ, അച്ചാച്ചൻ സ്നാനപ്പെട്ടു, അമ്മയ്ക്ക് അത് കാണണ്ടേ, നമ്മുടെ അച്ചാച്ചൻ സ്നാനപ്പെട്ടു, അച്ചാച്ചൻ താണ്ട് ചർച്ച വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ കണ്ണുകള് ബോധമില്ല, അത് കിടന്ന് എന്റെ അമ്മയുടെ കണ്ണുകൾ ഇങ്ങനെ തിളങ്ങി പെട്ടെന്ന് കണ്ണു വെട്ടി തന്നപ്പോ എന്റെ അമ്മയുടെ ആ മനസ്സിന്റെ ആഗ്രഹം ഞാൻ ഞാൻ എന്താ പിതാവിനോട് പറഞ്ഞു, അച്ഛാ അമ്മയുടെ ആഗ്രഹമാണ് അച്ചാച്ചൻ സ്നാനപ്പെടുക എന്നുള്ളത്. അച്ചാച്ചൻ ഇത്രയും നാളും ഇങ്ങനെയൊക്കെ നിന്നില്ലേ ഞങ്ങൾ പറയും. പക്ഷെ എന്റെ പപ്പ ആ ഒരു കാര്യത്തിന് മാത്രം ഞങ്ങൾ കേൾക്കുകയില്ല. പപ്പ ചെറുതായിട്ട് മദ്യം കഴിക്കും. മമ്മി പോയതിനു ശേഷം അല്പം കൂടിയിട്ടേ ഉള്ളൂ. മദ്യം കഴിച്ച് വീട്ടിൽ വഴക്കോ അങ്ങനൊന്നും ഇല്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അപ്പ കഴിക്കും. അമ്മ മമ്മി പോയതിനു ശേഷം അപ്പ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അപ്പ അതുകൊണ്ടായിരിക്കും പപ്പ ഇച്ചിരി കൂടുതൽ ഇപ്പൊ കഴിക്കും. എന്നാലും അത് കഴിഞ്ഞതിന് ശേഷം അപ്പ സന്ധ്യ പ്രാർത്ഥനയൊന്നും മുടങ്ങാതെ അപ്പ പ്രാർത്ഥിക്കുകയും പാടുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊന്നും അല്ലല്ലോ, കർത്താവിന്റെ നാമത്തെ അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു ഞങ്ങള് വീട്ടിലെ മമ്മിയെ എല്ലാം ഹോസ്പിറ്റലിൽ ഏകദേശം 1 മാസത്തിൽ കൂടുതൽ, സെപ്റ്റംബർ 7 തുടങ്ങി ഒക്ടോബർ 4 ഞങ്ങള് വീട്ടിലെല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ആക്കിയിട്ട് മമ്മിയെ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുവാനിടയെ. അപ്പം വീട്ടില് സക്ഷന്റെ ട്യൂബ് ഇട്ടിട്ടുണ്ട്, സക്ഷൻ ചെയ്യണം. അപ്പം അത് ഹോസ്പിറ്റൽ സ്റ്റാഫ് ഞാനും ചേച്ചി എങ്ങനെയും ചെയ്യും. പിന്നെ ചേച്ചിമാരെ അതൊക്കെ പഠിപ്പിച്ച വീട് കൊടുക്കുന്നില്ല. രണ്ടാമത്തെ ചേച്ചിയും ആങ്ങളെ കൂടെ അവിടെ നിന്ന് അതെല്ലാം ചെയ്ത് ഞങ്ങള് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ ലീവ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി പോരുന്നു. ലീവ് എത്ര വേണമെങ്കിലും കിട്ടും, പക്ഷെ നമുക്ക് സാമ്പത്തികം കൂടെ വേണമല്ലോ, എല്ലാ കാര്യങ്ങളും സാമ്പത്തികം ഇല്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞങ്ങൾ തിരിച്ച് ഇനി ജോലി വന്നു. അപ്പൊ എന്റെ നവംബർ 7 എന്റെ ബർത്ത്ഡേ. എന്റെ എല്ലാ വർഷവും ബർത്ത്ഡേയുടെ രാവിലെ അമ്മ വിളിക്കും, 8 മണിയാകും. അമ്മ വിളിച്ചിട്ട് അമ്മയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് രാത്രിയില് നവംബർ 6 രാത്രിയിൽ ഞാനിങ്ങനെ 12 മണിയായപ്പം പോസ്റ്റ് ചെയ്യാണ്. 7 രാവിലത്തേക്ക് പോസ്റ്റ് ഇടാൻ വേണ്ടി ഞാൻ എഴുതുവാണ്. എല്ലാ വർഷവും എന്റെ മമ്മിയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പം ഈ വർഷം എന്റെ മമ്മിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെ, എന്റെ മമ്മി ഹോസ്പിറ്റലിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, എന്റെ മമ്മിയുടെ നാവ് എടുക്കാൻ കഴിയത്തില്ല. അപ്പം എന്റെ മമ്മിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എന്റെ ബർത്ത്ഡേ ആശംസകൾ അറിയിക്കുന്നവര് എന്റെ ബർത്ത്ഡേക്ക് ആശംസകളല്ല അറിയിക്കേണ്ടത്, നിങ്ങൾ എന്റെ മമ്മിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്റെ മമ്മി കഷ്ടപ്പെടാതെ എന്താണ് ദൈവത്തിന്റെ ഇത് അത് നിറവേറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ രാത്രി 12 മണിയായപ്പോ കറക്റ്റ് ആ പോസ്റ്റ് ഇട്ടു. രാവിലെ 5:30 ആയപ്പം എനിക്ക് എന്റെ ശരിക്കും എന്റെ മമ്മിയുടെ ഫോൺ വരുന്നു.
അമ്മ ഈ ലോകത്തുനിന്ന് മാറ്റപ്പോ. അപ്പം നവംബർ 5-ാം തീയതി മനസ്സ് ഭയങ്കരമായിട്ട് കലുഷിതമാണ്. നവംബർ 7-ാം തീയതി ഓൾറെഡി ഞാൻ ലീവ് എടുത്തു. നവംബർ 5-ാം തീയതി ഞാൻ ലീവ് എടുത്തു. എന്റെ മനസ്സ് ഭയങ്കര കലുഷിതമായിട്ട് എന്നോട് ആരോ സംസാരിക്കുക, നിന്റെ അമ്മ ആയിരുന്നു നിന്റെ പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, നിന്റെ ചേച്ചിക്ക് വേണ്ട രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ നിന്റെ അമ്മയുടെ പ്രാർത്ഥന. ഇപ്പൊ അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, നിന്റെ അമ്മയുടെ നാക്ക് കളന്നു പോയി, നിന്റെ അമ്മയ്ക്ക് ഇപ്പൊ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ആ പ്രാർത്ഥന ഏറ്റെടുക്കേണ്ടത് ഇനി നിൽക്കുകയാണ്. അപ്പൊ എന്റെ മനസ്സിങ്ങനെ വിഷമമായപ്പോഴത്തെ എനിക്ക് എന്തോ വിഷമം. അപ്പം അതിന്റെ തലേദിവസം ചേച്ചി ഒരു വീഡിയോ എനിക്ക് അയച്ചു വന്നു. മമ്മി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്നവര് വായെടുത്ത് സംസാരത്തിലേക്ക് നല്ല പ്രോഗ്രസ് എന്തൊക്കെയോ പപ്പ എന്ന് പറയുമ്പോഴും പപ്പയോട് പറയുന്നു, നാക്ക് ഇങ്ങനെയൊക്കെ എടുക്കുന്നു. അപ്പൊ ഞങ്ങൾ ഓർത്തു കർത്താവ് ദൈവം വെടിവെക്കുമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രസ് ആയിരിക്കും. പക്ഷെ അന്നപ്പോഴും എനിക്കറിയാം, കാരണം ഈ അണയാൻ പോകുന്ന ദീപം ആളിക്കത്തും. അതുപോലെ ഇവിടെയാണെങ്കിലും പേഷ്യൻസ് ഒക്കെ നല്ല പ്രോഗ്രസ് കാണിച്ചിട്ട് പെട്ടെന്ന് പോകും. അപ്പൊ എന്റെ മനസ്സ് അതുകൊണ്ടൊക്കെ ആയിരിക്കും കണിച്ചതുമായി. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ അവിടുത്തെ നേഴ്സുമാരോട്ടൊക്കെ പരിചയപ്പെട്ടിട്ട് അവരുടെ വാട്സപ്പ് നമ്പറിൽ കൂടെ ഞാൻ ഇത് അയച്ചു കൊടുത്തത് പറഞ്ഞു, ആന്റി ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിലും അമ്മാമ്മയ്ക്ക് നല്ല പ്രോഗ്രസ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ നല്ല ഇതൊക്കെ ഉണ്ടല്ലോ, നല്ല ഇതായല്ലോ എന്നൊക്കെ പറഞ്ഞ് അവര് പറഞ്ഞപ്പോഴും എന്റെ മനസ്സിൽ ഭയങ്കര, കാരണം ദൈവത്തിന്റെ അമ്മ എന്നോട് സംസാരിച്ചു, അമ്മയ്ക്ക് ഇനി പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, ആ പ്രാർത്ഥന നീ ഏറ്റെടുക്കും. അതുകൊണ്ട് എന്റെ മനസ്സ് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ എന്നിട്ട് 7-ാം തീയതി വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വന്ന മമ്മിയുടെ ശവടക്കൊക്കെ നടത്തി. അപ്പൊ ഞാൻ മമ്മിയുടെ അവിടെ നിന്നോട് സാക്ഷ്യം പറഞ്ഞതാണ്. എന്നോട് ദൈവമാം സംസാരിച്ച കാര്യം ഞാൻ എന്റെ മമ്മിയുടെ കുടുംബത്തിന്റെ അവിടെ സാക്ഷി പറഞ്ഞു. കാരണം എനിക്ക് നല്ല വിശ്വാസം അമ്മെ മറകരയിൽ കാണാമെന്നുള്ളത്. പക്ഷെ എന്റെ പപ്പ, എന്റെ ചേച്ചി ഇവരൊന്നും ഞങ്ങൾ അറിഞ്ഞ സത്യത്തെ അറിയാതെ പോകരുതെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ മമ്മിയുടെ മരണമൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓരോ അവധിക്ക് പോകുമ്പോഴത്തേക്കും മോൾക്ക് ഡെങ്കു, ഹസ്ബൻഡിന് ഡെങ്കു. 2022 എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. പെട്ടെന്ന് 2023 എന്റെ ഗോഡ് ബ്ലാഡറിൽ സ്റ്റോൺ ആയിട്ട്. അപ്പം എന്റെ മമ്മിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ബൈബിൾ കോളേജ് പഠിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം. അപ്പൊ 2019 മമ്മി മരിച്ചു. 2020 ഞാൻ ഓൺലൈനായിട്ട് PTH പഠിക്കുവാനിടയായി. അപ്പൊ ഓൺലൈൻ പഠനം എത്രത്തോളം നമുക്കറിയാം. ഓൺലൈനിൽ പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ സാഹചര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഡ്യൂട്ടിയിലായിരിക്കും, നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, ചിലപ്പം കറക്റ്റ് സമയത്ത് അസൈൻമെന്റ് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കും. കാരണം ഡ്യൂട്ടിക്ക് ഇടയിലാണ് ഇതൊക്കെ പഠിക്കുന്നത്. എന്നാലും എന്റെ മമ്മിയുടെ ആഗ്രഹം പോലെ 2020 തുടങ്ങി ഞാൻ ഓൺലൈനിൽ പഠിച്ച് 2023 ഞാൻ PTH ഗ്രാജുവേറ്റ് ചെയ്യാനിടയായി. അപ്പൊ 2023 മെയിൽ ഞാൻ പോയി ഗ്രാജുവേഷൻ ഒക്കെ കഴിച്ച് തിരിച്ചു വന്നു. വീണ്ടും സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും ഹസ്ബൻഡും മോൾക്കും കൂടെ പെട്ടെന്ന് പനിയായി. ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റ് ആയി. മോൾക്ക് ഡെങ്കു. അങ്ങനെ ആ ഒരു സാഹചര്യം ആ വർഷം. അത് കഴിഞ്ഞിട്ട് 2024 ഡിസംബറിൽ എന്റെ പപ്പയുടെ അനിയന് പെട്ടെന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഭവനത്തില് മരിച്ചു കിടക്കുമായിരുന്നു. എന്തോ സംഭവം ഒന്നും അറിയത്തില്ല, ഹാർട്ട് അറ്റാക്കോ എന്തോ. അപ്പം പുള്ളിക്ക് കുറച്ച് പൈസയുടെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, മറ്റുള്ളവർക്ക് കൊടുത്തത് കിട്ടാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല പൈസ ഉള്ള ആളായിരുന്നു. എന്റെ പപ്പയുടെ അനിയൻ നല്ല കോടീശ്വരനായിരുന്നു. കൊച്ചിലേ തുടങ്ങി അദ്ദേഹം ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട്, പക്ഷെ അത് വള്ളംകളിയോ അങ്ങനെയുള്ള ആൾക്കാർക്ക് പൈസ കൊടുത്തെന്തോ അതിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിന്റെ എന്തോ പ്രശ്നമായിട്ട് ഈ മാനസികമായിട്ടുള്ള ഭാരമാണ് എന്തോ ആണെന്ന് അറിയത്തില്ല, അദ്ദേഹം ലോകത്തിൽ മാറ്റപ്പെടുക. അദ്ദേഹം മരിച്ചതിന്റെ 2 ദിവസം കഴിയുമ്പോൾ പപ്പയുടെ മൂത്ത ചേട്ടൻ 2024 ജനുവരിയില് 2-ാം തീയതി ലോകത്തിൽ മാറ്റപ്പെട്ടു. അതിനുശേഷം 5-ാം തീയതി മമ്മിയുടെ കസിൻ മരണം. തുടരെ 3 മരണം. ആ 3 മരണങ്ങളും കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇവിടെ വന്നു. ഒരു ഫെബ്രുവരി ആയപ്പോഴത്തേക്കും ഞാൻ ഇവിടെ, ജനുവരിയിൽ ഞാൻ വന്നു. ഒരു ഫെബ്രുവരി ഒരു പകുതിയോടെ ആയപ്പോ 2024 ഫെബ്രുവരി പകുതിയോടെ ആയപ്പോ എനിക്ക് വീണ്ടും വയറിനകത്ത് വേദന സ്റ്റാർട്ട് ചെയ്തു. വയറിനകത്ത് വേദന സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ദിവസം കൊണ്ടുകിടന്നിട്ട് മാർച്ച് 16-ാം തീയതി എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. മാർച്ച് 16-ാം തീയതി എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പം ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് വയറിനകത്ത് വേദന എടുത്തിട്ട് ഞാനൊരു അബോധാവസ്ഥയിൽ പോകുന്നു. എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദന. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് വേദന എടുത്തിട്ട് സഹിക്കാൻ വയ്യ, ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു. പുള്ളിക്കാരി പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വാർഡിലുണ്ടായിരുന്ന ഒരു ഇഞ്ചക്ഷൻ എനിക്ക് എടുത്തതിന് ശേഷം ഞാൻ അവിടെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് സ്റ്റോണിന്റെ വേദന കൊണ്ട് സഹിക്കത്തില്ല. അപ്പൊ എന്റെ പേഷ്യന്റ് അറ്റൻഡർ വന്നിട്ട് എന്റെ കിടക്കുന്ന അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യന്റ് ഭാര്യ ഒരു അമ്മച്ചി വന്നിട്ട് എന്റെ നടുവും പുറത്തിരുന്നു. അവസാനം ഞാനൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയിട്ട് പെട്ടെന്ന് വീൽ ചെയർ കൊണ്ട് തന്നെ എമർജൻസിയിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ എനിക്ക് ഇഞ്ചക്ഷൻ ഒക്കെ തന്നു. അപ്പൊ എനിക്ക് വെയിൻ കിട്ടാത്ത പ്രശ്നമുള്ളതുകൊണ്ട് ഇവര് കുറെ കുത്തിയിട്ട് വെയിൻ ഒന്നും കിട്ടില്ല. എവിടെയോ ചെറിയ വെയിൻ പിടിച്ചിട്ട് എന്നെ അഡ്മിറ്റ് ചെയ്ത്. പിറ്റേ ദിവസം സൺഡേ ആണ്. സൺഡേയിൽ എന്നെ ഇത് ചെയ്തപ്പോഴത്തേക്ക് എന്റെ കിഡ്നിയിൽ സ്റ്റോണ്. അപ്പൊ നേരത്തെ 5 ഓപ്പറേഷൻ കഴിഞ്ഞു. ഇത് 6-ാമത്തെ പ്രശ്നം. 5 ഓപ്പറേഷൻ. സ്റ്റോണിനോടുള്ള ബന്ധത്തിൽ 4 എന്റെ കിഡ്നിയിൽ സ്റ്റോൺ ആയിട്ട് 4 പ്രാവശ്യം ഓപ്പറേഷൻ കഴിഞ്ഞു. ഗോഡ് ബ്ലാഡർ സ്റ്റോൺ ആയിട്ട് എന്റെ ഗോഡ് ബ്ലാഡർ റിമൂവ് ചെയ്തു. 5 ഓപ്പറേഷൻ കഴിഞ്ഞു. 2024
കഴിഞ്ഞ വർഷം മാർച്ച് 16 ഇതുപോലെ സ്റ്റോൺ ആയിട്ട്. അപ്പം സ്റ്റോണിന്റെ ഇത് അൾട്രാസൗണ്ട് ചെയ്തു, സ്റ്റോൺ ആണെന്ന് അറിഞ്ഞു. അപ്പൊ സ്റ്റോൺ ആയപ്പോഴത്തേക്കും എനിക്ക് വേദന വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്റ്റോൺ മുകളിലാണ് ഇരിക്കുന്നത്, സ്റ്റോൺ മുകളിലാണ് ഇരിക്കുന്നത്. ആ സ്റ്റോൺ താഴെ വരാതെ നമുക്ക് നേരത്തെ നടത്തിയ ഓപ്പറേഷൻ പോലുള്ള ചെയ്യാൻ പറ്റത്തില്ല. അഥവാ അപ്പം ഞാൻ ബാത്റൂമിൽ പോകുമ്പോൾ എനിക്ക് യൂറിൻ പാസ്സാകത്തില്ല. എനിക്ക് ബാത്റൂമിൽ എപ്പോഴും പോകണം തോന്നുക. അങ്ങനെ ബാത്റൂമിൽ പോകണം തോന്നും, ഞാൻ തിരിച്ചു വരും, ബാത്റൂമിൽ പോകും, തിരിച്ചു വരും. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എന്റെ സർജനോട് പറഞ്ഞു എനിക്ക് യൂറിൻ പോകുന്നില്ല 2 അപ്പൊ ഡോക്ടർ എന്നോട് പറയുക നിനക്ക് യൂറിൻ പോകാതിരിക്കാൻ എന്താ പ്രശ്നമൊന്നും ഇല്ലല്ലോ, സ്റ്റോൺ മേളിലല്ലേ ഇരിക്കുന്നത്, പിന്നെന്താ യൂറിൻ പ്രശ്നം. അപ്പൊ അവർ പറഞ്ഞു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഇതിനു മുമ്പ് പല പ്രാവശ്യം എനിക്ക് സ്റ്റോണിന്റെ ഓപ്പറേഷനുകളും വയറ്റുവേദനകളും വന്നപ്പോഴേക്കും ആദ്യത്തെ 99 എന്റെ സ്റ്റോണിന്റെ ഓപ്പറേഷൻ ഇവിടെ വെച്ച് കഴിഞ്ഞു. 98 ഞാൻ വരുന്നത്, ഇവിടെ ഡൽഹിയിൽ UP വരുന്നത്. ആ സമയത്ത് 99 എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ എനിക്ക് ക്യാൻസറിന്റെ ഡോക്ടർ, ആ സമയത്ത് എനിക്ക് ക്യാൻസറിന്റെ ടെസ്റ്റ് ക്യാൻസർ ഇല്ല. അത് കഴിഞ്ഞിട്ട് എന്റെ ബയോപ്സിക്ക് അയച്ചപ്പോഴത്തേക്കും TB ആണെന്ന് പറഞ്ഞ് എനിക്ക് TB 8 മാസം 9 മാസത്തോളം TBയുടെ മെഡിസിൻ കഴിച്ചു. പക്ഷെ ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് TB ഇല്ല. പക്ഷെ ഞാൻ മെഡിസിൻ 9 മാസം കഴിച്ചു. അങ്ങനെ ഓരോ പ്രാവശ്യം എനിക്ക് ഈ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഇവർ ഗൈനയെ കാണിക്കും. ഇവര് ഗൈനയും സർജറി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. ക്യാൻസറിന്റെ ഒരു ഡൗട്ട് വരും, ക്യാൻസറിന്റെ ടെസ്റ്റ് ചെയ്യും, ക്യാൻസർ നോർമൽ. അതുപോലെ ഈ പ്രാവശ്യം ഈ ലാസ്റ്റ് സമയത്തും ഇതുപോലെ പറഞ്ഞ് ഗൈനയെ കാണിക്കാൻ പറഞ്ഞു. ഞാൻ ഗൈനയെ കാണിക്കുന്നില്ല, കാരണം ഇതിനു മുമ്പുള്ള അവസ്ഥകളൊക്കെ എനിക്കറിയാം. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എന്റെ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഒരു പൈസ പോലും നമ്മുടെ ഇപ്പം 10-50,000 രൂപ ബില്ലാണെന്ന് പറഞ്ഞാൽ 5,000 രൂപ. അല്ലാതെ സ്റ്റാഫിന് ഒരു കൺസിഡറേഷനോ മറ്റോ ഒരു കാര്യങ്ങളും ഇല്ല. നമുക്കൊരു പനി വന്നാൽ തന്നെ നമ്മളൊരു ടാബ്ലറ്റ് വേണമെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ കിട്ടും. അല്ല നമ്മുടെ കൈ മെഡിക്കൽ സ്റ്റോറില്ലെങ്കിൽ നാളെ തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചാൽ അവർക്ക് അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ആണ്. അപ്പം അങ്ങനെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലില് നമ്മള് നമ്മുടെ ആ ജോലിയോടുള്ള ബന്ധത്തിൽ നമ്മൾ ബുദ്ധിമുട്ടുകയും ഇങ്ങോട്ട് വരവൊക്കെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികള്, കാരണം ഓരോ കഷ്ടതകൾ ഇങ്ങനെ മാറി ഇങ്ങനെ നമ്മളിങ്ങനെ വിടരാതെ. അപ്പൊ ഈ 2018 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് 2018 പപ്പയുടെ ഓപ്പറേഷൻ, 2019 മമ്മിയുടെ ഓപ്പറേഷൻ, 2019 തന്നെ മമ്മി തളർന്ന ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. പിന്നെ ഹസ്ബൻഡും മോളെ അങ്ങനെ ഓരോ വർഷവും മാറി കഷ്ടതകൾ വന്നപ്പോൾ ഈ നാട്ടിൽ പോകും വരുമ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ടൈറ്റായി. കുറെ പൈസ ഞാൻ പലിശയ്ക്ക് എടുത്തു. വീട്ടുകാരൊന്നും അറിയുന്നില്ല. വീട്ടിൽ നോക്കി ചെല്ലുമ്പോൾ നാട്ടിൽ ചെല്ലും, കറക്റ്റ് സമയത്ത് എല്ലാ ആവശ്യവും നാട്ടിൽ ചെല്ലും. പലിശയ്ക്ക് എടുത്ത് എങ്ങനെയൊക്കെ തിരിച്ചു മറിച്ച് നാട്ടിൽ ചെല്ലുന്ന കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി എന്റെ മുമ്പിലുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടർ പറഞ്ഞു എനിക്ക് സർജറി ചെയ്യണം. എനിക്ക് പ്രശ്നമായിട്ട് പറഞ്ഞു സർജറി ചെയ്യണ PCNL എന്ന് പറഞ്ഞ് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം സ്റ്റോൺ മോൾഡ് ആയിരുന്നു. PCNL എന്ന് പറഞ്ഞ സർജറി ഡയറക്റ്റ് ബാക്കിൽ കൂടെ ചെയ്തിട്ട് കിഡ്നിയിലെ സ്റ്റോൺ പൊട്ടിച്ചുകളെ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അപ്പൊ ആ ഒരു PCNL സർജറി ചെയ്യാന് ഭയങ്കര റിസ്ക് ആണ്. അതായത് നമ്മുടെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്ന പോലെ എന്റെ കിഡ്നി സ്റ്റോണിന്റെ അവിടെയോട്ട് ഡയറക്റ്റ്. അപ്പൊ ആ ഒരു സർജറി ചെയ്യുമ്പോൾ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ എടുത്ത് വായിച്ചു നോക്കി. ആ സമയത്ത് എന്തേലും ഒരു ഇൻസ്ട്രുമെന്റ് ഇടുമ്പം കിഡ്നിയിൽ എന്തേലും ഒരു സംഭവം അങ്ങ് കൊള്ളുവോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രശ്നം. അതുപോലെ തന്നെ എന്റെ ഡ്യൂട്ടി ഡോക്ടർ എന്നോട് പറഞ്ഞു നീ എന്തായാലും PCNL സർജറി ചെയ്യാൻ തൽക്കാലം സമ്മതിക്കണ്ട എന്ന് പറഞ്ഞു. ഡോക്ടർമാർ പറയും അവരുടേതായുള്ള നിഗമനങ്ങളും കാര്യങ്ങളും പറയും. പക്ഷെ അന്ന് യൂറിൻ എന്റേത് പോകുന്നില്ല. ഞാൻ മാർച്ച് 16 തുടങ്ങി ഒരു ഡ്രോപ്പ് പോലെ യൂറിൻ, ഞാൻ ബാത്റൂമിൽ പോവുക വരിക. എനിക്ക് 63 കിലോ ഉണ്ടായിരുന്നു, ഞാൻ 53 കിലോ. എന്റെ 10 കിലോ വെയിറ്റ് ആ സമയത്ത് ലോസ് ആയി. കാരണം ചേച്ചി എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരും, എനിക്ക് ഫുഡ് കഴിക്കാൻ കഴിയത്തില്ല. ഞാൻ പോവുക വരിക. അങ്ങനെ ഞാൻ 1 മാസത്തോളം, കാരണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സാമ്പത്തികമായിട്ട് എന്റെ കയ്യിൽ പൈസ ഇല്ല, ഓപ്പറേഷൻ ചെയ്യാനുള്ള പൈസ എന്റെ കയ്യിലില്ല. അങ്ങനെ ഞാൻ വളരെ വിഷമിച്ചു. വീട്ടിൽ വിളിച്ചു പറഞ്ഞു. അപ്പം അവര് വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ വളരെ വേറെ ശാരീരിക പ്രശ്നമാണെങ്കിൽ ഇവിടെ തന്നെ സർജറി ചെയ്യാൻ പറഞ്ഞു. ഇവിടെ സർജറി ചെയ്യാൻ പറയുമ്പോൾ ചേച്ചി എന്ത് ചെയ്താൽ ഈ ഒരു സർജറി ഇവിടെ ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പൊ ഞങ്ങളുടെ ഡ്യൂട്ടി ഡോക്ടറിനോട് പറഞ്ഞു PCNL സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും സക്സസ് ആവത്തില്ല. സർജറി ചെയ്തു കഴിഞ്ഞാലും ആ ചെയ്യുന്ന ആ പൊസിഷനിൽ കൂടെ യൂറിൻ ലീക്ക് ആകും. അങ്ങനെ എല്ലാ പേഷ്യന്റിനും യൂറിൻ ലീക്കായി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അതുകൊണ്ട് PCNL സർജറി എന്തായാലും ചെയ്യണ്ട. ഒരു കാര്യം സ്റ്റോൺ, അപ്പൊ ഞങ്ങളുടെ സർജൻ പറഞ്ഞു സ്റ്റോൺ താഴെ വരുമോ നോക്കാം, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഡോക്ടർ വെയിറ്റ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും അങ്ങനെ 1 ദിവസം പോയി, 2 ദിവസം പോയി, 3 ദിവസം പോയി. 4ാമത്തെ ദിവസമായപ്പോൾ എനിക്ക് ഡോക്ടറോട് ദേഷ്യം. കാരണം ഞാൻ വേദന അനുഭവിക്കുക. എന്നും ഫോർട്ടോവിൻ ഫിനർഗാൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ എനിക്ക് കുത്തുക. ഞാൻ രാത്രിയില് ബാത്റൂമിൽ എഴുന്നേറ്റ് പോയി, സിസ്റ്റർമാരെല്ലാം ഉറക്കം. എനിക്ക് യൂറിൻ പ്രഷറായിട്ട് ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഞാൻ ബാത്റൂമിൽ തലകറങ്ങി വീണു.
ബാത്റൂമിൽ തലകറങ്ങി വീണ വീണ ശബ്ദം എന്തോ തല അടിച്ച് എന്തോ കഥകിൽ പൊട്ടുന്ന ശബ്ദമാണ് കേട്ടോണ്ടാണ് എല്ലാരും ചാടി എന്നിട്ട് എന്റെ കോരി എടുത്തുകൊണ്ട് വെട്ടിക്കടത്തു. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, ഞാൻ ഡിസ്ചാർജ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇനി എന്തോ ഉണ്ടെങ്കിലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് കിടക്കുന്നില്ല. കാരണം ആ സമയത്ത് കിടന്നപ്പോ തന്നെ എനിക്കൊരു നല്ല ബില്ലായി. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് വാങ്ങിച്ചു. റൂമിൽ വന്നിട്ട് ഏപ്രിൽ 16 വരെ ഞാൻ റൂമിൽ കിടന്നു. 33 ദിവസം, ഏകദേശം 33 ദിവസത്തോളം യൂറിൻ വരാണ്. നമ്മൾക്ക് സാധാരണ നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഒരു മനുഷ്യന് ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ യൂറിൻ വരാതിരുന്നാൽ, അല്ലെ ഒരു 12 മണിക്കൂർ യൂറിൻ വരാതിരുന്നാൽ എന്തോ വേദനയായിരിക്കും. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ പറയാൻ അത് ആ ഒരു 33 ദിവസത്തോളം യൂറിൻ വരാത്ത അവസ്ഥയിൽ കിടന്ന ഞാന് പെട്ടെന്ന് എന്റെ അബോധാവസ്ഥയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി. പെട്ടെന്ന് ഞാൻ നാട്ടിൽ വിളിച്ചു പറയുകയും പെട്ടെന്ന് ഫ്ലൈറ്റിന് നാട്ടിൽ വന്നു. അത്ഭുതം എന്ന് പറയട്ടെ, വലിയൊരു ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ വന്ന് എക്സ്റേ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു ചെറിയ ഓപ്പറേഷനിൽ കൂടെ. അപ്പൊ എന്നോട് ദേവദാസിന് ഒരു മീറ്റിംഗിൽ പറഞ്ഞു, ഒരു സർജറിക്ക് വേണ്ടി ഭാരപ്പെടുന്ന സിസ്റ്റർ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നിന്റെ ദേഹത്ത് കത്തി വെക്കുക ദൈവം സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാനത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ഒരു സർജറിയിൽ നിന്ന് കഴിഞ്ഞ വർഷം ദൈവത്തമ്പുരാൻ എന്നെ അത്ഭുതകരമായി വിടുവിക്കാനിടയായി. അങ്ങനെ അനവധി കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടേണ്ട അവസ്ഥകളൊക്കെയും ഞാൻ എന്നെ തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച സമയങ്ങളൊക്കെ ദൈവത്തിന്റെ കരം എന്നോട് കൂടെ ഇരുന്നു. കഷ്ടങ്ങൾ പ്രയാസങ്ങൾ കടന്നുപോയപ്പോഴൊക്കെ ദൈവം എന്നെ വിടുവിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏത് കഷ്ടതയായാലും ഏത് പ്രതികൂലമായാലും നമ്മളെ വിടുവിപ്പാൻ, നമ്മളെ സഹായിപ്പാൻ ഈ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. മറ്റ് യാതൊരു സൃഷ്ടിക്കോ മറ്റു യാതൊരു കാര്യത്തിനോ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നോ പ്രതികൂലങ്ങളിൽ നിന്നോ നമ്മെ രക്ഷിക്കാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കാരണം വചനം പറയുന്നു, മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഏക നാമമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ യേശുവിനെ അറിയുവാൻ എന്റെ ജീവിത അനുഭവങ്ങളിൽ കൂടിയാണ് ഞാൻ പറയുന്നത്. ആ യേശുവിനെ ഇടയായത് എന്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമായി കരുതുന്നു. ആ യേശുവിനെ എന്നെ വിടുവിച്ച ദൈവത്തിനെ, എനിക്കൊരു തലമുറയിൽ തന്ന ദൈവത്തിനെ, എന്റെ പ്രതിസന്ധികളിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവിനെ നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയും. ആ ദൈവത്തെ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക, ആ ദൈവത്തിൽ ആശ്രയിക്കുക. ആ ദൈവം ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ആ നല്ല ദൈവത്തെ അറിയുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയ പ്രേക്ഷകരോട് ഇതുപോലെ എനിക്കൊരു സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസൻ ഡാനിയൽ ജോൺ അവരോടുകൂടെ നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവിനെ സഹായിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്ന സമയഭേദം കൂടാതെ ഏത് സമയം എന്റെ അപ്പച്ചന്റെ കടന്നു വരുവാൻ കഴിയുന്നുണ്ട്. എന്നെ വിടുവിച്ചനായ ദൈവത്തിന്റെ നാമത്തെ ഒരു പ്രാവശ്യം കൂടെ ഈ മീഡിയ വഴി ഉയർത്തുവാൻ ദൈവം തന്ന സാഹചര്യത്തെ, അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. ഈ സാക്ഷ്യം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് വിടുതല കാരണമായി തീരണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്ന കർത്താവേ. കേൾക്കുന്നവർക്ക് അത് ആശ്വാസമായി, ഒരു വിടുതലായി, അതൊരു ധൈര്യമായി തീരുവാൻ ദൈവം സഹായിക്കണം. ദൈവകൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, ദൈവത്തിൽ ഞങ്ങൾ പറയുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു കർത്താവിന്റെ സിസ്റ്റർ ഷിനോമൻ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ആരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രിയ സിസ്റ്ററിനോടും കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും നല്ല സാക്ഷ്യം കർത്താവിന് വേണ്ടി ഇനിയും പറയുവാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരോടുള്ളതായ നന്ദിയും ഇത്തരത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും അതിൽ പങ്കുചേരാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുന്നവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony
2020@gmail.com.